ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. വിറ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുസ്വാഗതം. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം നമ്മുടെ സൊസൈറ്റീനെ വളരെയധികം ബോധർ ചെയ്യുന്ന ഒരു ആപത്തിനെ പറ്റിയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. എപ്പിസോഡിന്റെ പേര് ദീപക് മോഹൻ. പറഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഓൺലൈൻ ഗാംബ്ലിംഗ് ആണ് ഒരുപാടധികം ഈ ഡിജിറ്റൽ സ്പേസിലും ഡിജിറ്റൽ പ്രോഡക്റ്റിലും ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനം. അപ്പോൾ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ചങ്കൂറ്റമുള്ള ഒരു ഗസ്റ്റാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സേ നോ ടു ഗാംബ്ലിംഗ്, സേ യെസ് ടു അഭിജിത്ത്. യെസ് അഭിജിത്ത്, യെസ് അഭിജിത്ത്, യെസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ബിൽഡപ്പ് പ്രതീക്ഷിച്ചില്ല. യെസ് അഭിജിത്ത്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. സ്വാഗതം പറ. സ്വാഗതം വിറ്റ് ടോക്സിലേക്ക് സ്വാഗതം. വിറ്റ് ടോക്സിലേക്ക് സ്വാഗതം. വിറ്റ് കുടുംബത്തിലോട്ട് ഈ കുടുംബം പട്ടിണിയാ, എന്നാലും സ്വാഗതം. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല ഇൻഫ്ലുവൻസേഴ്സും ഈ ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് അല്ലേ? അതെ, ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ഒന്നും പറഞ്ഞ് മാറ്റലിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലല്ലോ. ആക്ച്വലി നീ പറഞ്ഞ വാക്കെന്താ? ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്സ്, അത് മ്യൂച്വൽ ഫണ്ട്, അത് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നത്. അതെ, ഓക്കെ. ഞാൻ എല്ലാം ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആക്കി വൈറ്റ് വാഷ് ചെയ്യണം. അതെ അതെ. ഈ വൈറ്റ് വാഷിംഗ്, ഞാനിപ്പോ ബ്രോയിന്റെ ഒരു വീഡിയോ കണ്ടു, മറ്റേ വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞൊരു സാധനമല്ലേ ഇപ്പൊ ബെറ്റിംഗ് ആപ്സ് വൈറ്റ് വാഷ് ചെയ്യുക, പോസിറ്റീവ് സാധനമായിട്ട് കാണിക്കുക. അതെ അല്ലേ? അത് എന്തിനാ വൈറ്റ് വാഷ് എന്ന് പറയുന്നത്? ഗാംബ്ലിംഗ് എന്ന് പറയുന്നതിന് വരും എല്ലാവരും ഗെയിമാണ്. ഇത് ഗെയിം ആവാൻ ഇത് പബ്ജിയോ ഫ്രീ ഫയറോ ഫോർട്ട്നൈറ്റോ അങ്ങനെ എന്തെങ്കിലും ആണോ? പിന്നെ അതിന്റെ ഇടയിൽ ബുദ്ധി ഉപയോഗിക്കാനും പറയുന്നത്. അതെ, ബെറ്റ് ചെയ്യാണ്. പക്ഷെ നിങ്ങൾക്ക് ക്രിക്കറ്റിൽ അറിവുണ്ടോ? എങ്കിൽ അറിവ് വെറുതെ കളയരുത്. എല്ലാത്തിന്റെ കൂടെ ഇതും പറയും, ഇത് കാശ് വെച്ചുള്ള കളിയാണ്, സാധ്യത സൂക്ഷിക്കണം. ഞാനപ്പോ ചോദിക്കുന്നത്, നമ്മളിപ്പോ ഈ ചെറിയ ഇപ്പൊ കേട്ടുവരുന്ന പുതിയ ഇങ്ങനത്തെ ഗെയിമുകൾ അല്ല, ഗെയിം എന്ന് പറഞ്ഞിട്ട് ബെറ്റിംഗ് ആപ്പുകൾ വരണം. അപ്പൊ ഈ വലിയ സംഭവങ്ങൾ, അതായത് ഡ്രീം 11 പോലത്തെ സാധനം. പറി മാച്ച് പിന്നെ പറി മാച്ച് തന്നെ പറയണം. നമ്മുടെ മലയാളത്തിലെ ആൾക്കാർ മാത്രം പരി മാച്ച് എന്ന് പറയും. ശരിക്കും പറി മാച്ച് തന്നെ. അത് എന്താ പറയുക, ഉക്രൈൻ ബേസ്ഡ് ഒരു സൈറ്റാ അത്. അതിന്റെ എന്താ പറയാ, റഷ്യൻ ഭാഷയിൽ ഇങ്ങനെയൊക്കെ തന്നെ പറയാ. കേൾക്കുമ്പോ ഒരു ഹിന്ദി പേര് പോലെ. വെസ്റ്റ് ഇൻഡീസ് ഒരു പ്ലെയറിന് വിലുന്നത് പൂർണ്ണല്ലേ മലയാളത്തിൽ പറയാൻ പറ്റും. അതെ അതെ. പക്ഷെ നമുക്ക് പിന്നെ ഞാൻ ചോദിച്ചത്, അതായത് ഇപ്പൊ ഈ പറഞ്ഞ ചെറിയ ചെറിയ ഇങ്ങനത്തെ ബെറ്റിംഗ് ആപ്പുകൾ എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിയത് ഈ ശരിക്ക് ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന ഡ്രീം 11 ഒരു ബെറ്റിംഗ് അല്ലേ? അത് ഒരു ഫാന്റസി ആപ്പാണ്. അതും ബെറ്റിംഗ് വിത്ത് എക്സ്ട്രാ സ്റ്റെപ്സ് എന്ന് പറയാം. അതായത് വൈറ്റ് വാഷ് അല്ല ബ്രോ, അത് നമുക്ക് ലീഗലി സ്പീക്കിംഗ് അത് ഒരു ഗെയിം ഓഫ് സ്കിൽ എന്നുള്ള ഒരു ഇതിൽ കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ അതായത് ഇപ്പം നമ്മൾ ഡ്രീം 11 നേരിട്ട് പോയി ടീമിനെതിരെ മാച്ച് വയ്ക്കുകയല്ല, ആൾക്കാർ ടീം ഉണ്ടാക്കുന്നു എന്നുള്ള. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗലായിട്ട് നിൽക്കാനുള്ള ഒരു ഫ്രെയിം വർക്കിന്, അല്ലെങ്കിൽ ആ നിൽക്കാൻ വേണ്ടി ഗ്രേ ഏരിയയിൽ നിൽക്കാൻ വേണ്ടി ആൾക്കാരുടെ ഉള്ളിൽ വർക്ക്ഔട്ട് ആക്കുന്നത് സെയിം സാധനം. അതെ അതെ അതെ. അതിൽ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡിക്ഷനും, അതെ, പൈസ പോകുന്നതാണെങ്കിലും അഡിക്റ്റ് ആയി പോകുന്നതാണെങ്കിലും മറ്റേനേക്കാളും സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അതെ. ആക്ച്വലി നോക്കുവാണെങ്കിൽ ഇന്ത്യ ടീമിനെ സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനിയും പൂട്ടി പോയിട്ടുണ്ട്. സഹാറ പൂട്ടി, ആകെ പൂട്ടി പോവാതെ നിൽക്കുന്നത് ഈ ബെറ്റിംഗ് കമ്പനി മാത്രമാണ്. ഇപ്പം ഗ്ലോബലി നമ്മൾ സ്പോർട്സ് നോക്കുവാണെങ്കിൽ സ്പോർട്സ് ഏറ്റവും കൂടുതൽ സ്പോൺസർ ചെയ്യുന്നത് ഇപ്പൊ മറ്റേ UFC ഫൈറ്റ് ഒക്കെ തന്നെ. UFC ഫൈറ്റ് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന ബെറ്റിംഗ് കൂടെ. പ്രീമിയർ ലീഗ്, ഫുട്ബോള്, എല്ലാ ഷർട്ടിന്റെ സ്പോൺസേഴ്സും അധികം. പിന്നെ പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ അത് ലീഗലായിട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇല്ലീഗൽ ആക്കാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് UK മാസ്റ്റേഴ്സിന് പോയി, അവസാനം തലയിൽ ബെറ്റിംഗ് തലയിൽ കയറി, നമുക്ക് ഇന്ത്യയിലോട്ട് കൊണ്ടുവരേണ്ടി ഓൺലൈൻ ബെറ്റിംഗ്. അതോ അവിടെ കാസിനോ അല്ലോ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. ചോദിക്കൂ, നിങ്ങൾ എവിടെയായിരുന്നു ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങളുടെ ബെറ്റിംഗ് ജേർണി പറയൂ റിൻഷാദ്. എന്റെ ബെറ്റിംഗ് ജേർണിയോ? അയ്യോ, ഓക്കെ. സ്കൂളിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നീ സ്കൂളിൽ നിന്ന് തുടങ്ങിയോ? അല്ല, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ സ്കൂളിലൊക്കെ നമ്മൾ എന്തെങ്കിലും തരികിട കാണിക്കുമല്ലോ. അപ്പൊ ഞാൻ ഹോസ്റ്റലിലാണ്.
ജീവിച്ചുകൊണ്ടിരുന്നത്. അത് സ്കൂൾ വിത്ത് ഹോസ്റ്റലായിരുന്നു. നവോദയ. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് പഴംപൊരി കിട്ടും. അപ്പോൾ പഴംപൊരിക്ക് അത്യാവശ്യം ഡിമാൻഡാണ്. നമ്മളൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്ന് കിട്ടാനുള്ളൊരു ത്വരയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഞാനൊരു കൂട്ടുകാരനും കൂടെ ഇങ്ങനെ ഒരു കാർഡ്സ്, അന്ന് നമുക്ക് കാർഡ്സ് ഒന്നും ഇല്ല കയ്യിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ വരച്ചുണ്ടാക്കും, കാർഡ്സൊക്കെ വരച്ചുണ്ടാക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ ഒരു കാർഡിൻ്റെ പുറകിൽ വേറൊരു കാർഡിന്റെ സൈഡ് വെട്ടി ഒട്ടിക്കും. എന്നിട്ട് ചാലഞ്ച് എടുത്ത് കാർഡ്സ് വെച്ചിട്ട് ഇത് കറക്റ്റ് ഈ കാർഡിന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് പഴംപൊരി, എന്റെ പഴംപൊരി തരാം, അല്ലെങ്കിൽ നിന്റെ പഴംപൊരി എനിക്ക്. അങ്ങനത്തെ സ്കീം അവിടെ നിന്ന് തുടങ്ങിയതാണ്. അതെ അതെ. എന്നിട്ട് എത്ര പഴംപൊരി കിട്ടി? അല്ല, പഴംപൊരി നമുക്ക് റെക്കോർഡ്സിൽ കിട്ടും, പക്ഷെ പിള്ളേർ പിന്നെ തരൂല്ല. കണക്കിലുണ്ട് അങ്ങനെ കിട്ടാനുള്ള എത്ര പഴംപൊരി. അല്ല, ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഗാംബ്ലർ ഒന്നുമില്ല കേട്ടോ. UK ഈ പറഞ്ഞ പോലെ ഇത് ലീഗലാണ്. അതായത് നമ്മളിപ്പോ ചുമ്മാ ഒരു സ്ട്രീറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മാഞ്ചസ്റ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ചുമ്മാ ഒരു സ്ട്രീറ്റിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ അതിന്റെ ചിലപ്പോൾ 100 മീറ്റർ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒരെണ്ണം കാണും. നിനക്ക് ഫിസിക്കലി നിനക്ക് ചെന്ന് ബെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ, ഇപ്പൊ പാഡി പവർ, ഇങ്ങനെ കുറെ അവരുടെ തന്നെ ഓഫ്ലൈൻ സ്റ്റോർസ് ഉണ്ട്. നിനക്ക് ചെന്നിട്ട് ബെറ്റ് ചെയ്യാം. നീ കാശ് കളഞ്ഞോ? കാശ് കിട്ടി? ഞാൻ അങ്ങനത്തെ പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ ഈ വേൾഡ് കപ്പ് വന്ന സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു. അന്ന് മെസ്സി അർജന്റീന വേൾഡ് കപ്പ് അടിച്ചല്ലോ. അപ്പൊ അന്നൊക്കെ ഭയങ്കര ഓഫറാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു നൃത്തത്തിന് ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഫുട്ബോൾ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് സ്റ്റാറ്റ്സ് ഒക്കെ നോക്കാൻ അറിയും. ഈ പറഞ്ഞ പോലെ ഇതൊരു ഗെയിം ഓഫ് സ്കില്ലും കൂടെയാണ്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി, ആർസണലൊക്കെ ആ സമയത്ത് കളിക്കും. ഇപ്പം എങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അവർ കളിക്കുമ്പോൾ അവർ പൊസഷൻ നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ഭാഗത്തുനിന്ന് കോർണർ അധികം അവർ കൺസിഡർ ചെയ്യില്ല, അല്ലെങ്കിൽ അവരും അധികം എടുക്കില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മാച്ചിൽ ഇത്ര കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർസണൽ ഇത്ര കോർണർ അല്ലെങ്കിൽ സിറ്റി ഇത്ര കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഓഡ്സ് ഉണ്ട്, വളരെ ചെറുതായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് വെച്ചിട്ട് നിനക്ക് വലിയൊരു ഓഡ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിനക്കൊരു 1000 വരെ, ഇപ്പോൾ നീ ഒരു പൗണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇവിടുത്തെ 100 രൂപ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ ഒരു 1000 രൂപ കിട്ടും. ഓക്കെ, അതൊക്കെ ഭയങ്കര ത്രില്ലിങ് സാധനമാണ് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നത്. തരക്കേടില്ലാത്ത കാശ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ മണിയിൽ 20,000-30,000 രൂപ വരെ. അതൊക്കെ ചെറിയ എമൗണ്ട് ആണ് സത്യം പറഞ്ഞത് നോക്കുമ്പോ. ഞാൻ ഒരു തരത്തിലും ബെറ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യല്ല. കാശുള്ളതാണ്, അപ്പൊ നിങ്ങൾ നോക്കി ചെയ്യണം. ഇത് സ്കില്ലല്ല ബ്രോ, അങ്ങനെയല്ല ബ്രോ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ബ്രോ പറഞ്ഞല്ലോ, ഈ ഇവരിങ്ങനെ കളിക്കുന്നു അങ്ങനെ കളിക്കുന്നു, നമ്മുടെ സ്കില്ലൊന്നും നമ്മുടെ സ്കില്ല് ഇൻവോൾവ് അല്ല, അവരുടെ സ്കില്ല, അത് ചാൻസാ. അപ്പൊ അതാണ് ഡിസ്റ്റിങ്ഷൻ. ഡ്രീം ഇലവനിൽ നമ്മൾ ഓരോ ടീം ഇടുന്നു എന്നുള്ളതാണ് ചെറിയൊരു ഗെയിം ഓഫ് സ്കില്ലിന്റെ സൈഡിലോട്ട് നിൽക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ടീം എന്ന് പറയുന്നത് ചാൻസ് ബേസിസ് അല്ലേ. ഞാൻ ജസ്റ്റ് അതെ, അന്ന് രോഹിത് ശർമ്മ നന്നായി കളിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഡ്രീം ഇലവൻ അല്ല ബ്രോ, ഈ നമ്മളിപ്പോ ഇതിന്റെ പല കേസുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹൈക്കോടതിയും അവിടെയൊക്കെ ഇവർ പ്രൂവ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്നത് ഒരു സ്കില്ലാണെന്ന് പറഞ്ഞിട്ടാണ്. ലീഗലി സ്പീക്കിംഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് വലിയ സ്കില്ലൊന്നുമില്ല. പോരാത്തിന് ഇപ്പോൾ സ്കില്ലുണ്ടെങ്കിൽ തന്നെ പലതരം അലിഗേഷൻസ് ഈ പറയുന്ന ആപ്പുകൾക്കെതിരെ, മൈ 11 സർക്കിൾ, ഡ്രീം 11 ഇതേപോലത്തെ ആപ്പുകൾക്കെതിരെ ഉണ്ട്. കാരണം ഇത് മൊത്തം ബോട്ടാണ്. ഈ ഒരു ഇത്ര ആൾക്കാർ ചിലപ്പോൾ ഡ്രീം 11 കളിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ചിലപ്പോൾ കളിച്ച് വരുമ്പോൾ, ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട്, കളിച്ച് വരുമ്പോൾ പെട്ടെന്ന് ടൈമർ, അതായത് നമ്മൾ ഇത്രയും ആൾക്കാർ ജോയിൻ ചെയ്യണം ഒരു ഗെയിം കളിക്കാൻ. അപ്പോൾ ഇത് കളിച്ച് അവസാനം ഒരു ടൈമറൊക്കെ ഉണ്ടാവും, ഒരു 5 മിനിറ്റിൽ ഫില്ലാവുന്നുണ്ട്. അവസാനം എത്തുമ്പോൾ പെട്ടെന്ന് ഫില്ലാവും. ആൾക്കാർ പറയുന്നത് അത് മൊത്തം ബോട്ടാണ്. അതായത് ഓഡ്സ് ആർ കംപ്ലീറ്റ്ലി അഗൈൻസ്റ്റ് അസ്. ബേസിക്കലി ഗാംബ്ലിംഗ് തന്നെ. പക്ഷേ ഇതൊരു ലോ, നമ്മുടെ നിയമപരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളിലാണ് നിൽക്കുന്നത്. പിന്നെ കോടതി എങ്ങനെ പറയുന്നു, ഇതിലൊരു ബേസിക് ഒരു ഹ്യൂമൻ ടെൻഡൻസി ആണല്ലോ ഇവര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതായത് ഡ്രീം ലെവലിലും വൾണറബിളായി എക്സ്പ്ലോയിറ്റഡ് ആവുന്ന ആളും UK മാസ്റ്റർ ചെയ്യാൻ പോയ സുഹൃത്തിനെ പോലെ എക്സ്പ്ലോയിറ്റഡ് ആവുന്ന ആൾക്കാരുടെ അകത്തുള്ള അത് മനുഷ്യന്റെ ഒരു ബേസിക് സാധനല്ലേ. എടാ നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവറാൻ മറ്റേ പോക്കർ കളിക്കാൻ പഠിപ്പിച്ച്, ഭയങ്കര ഒരു സ്കില്ലും എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ചുകൂടെ സ്കില്ലുണ്ട്. എവിടെ നീ പോക്കറും ഓൺലൈൻ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഓൺലൈൻ പോക്കർ, ഓൺലൈൻ റമ്മി, ഓൺലൈൻ എന്താണ് കുറെ സാധനങ്ങൾ. ഇതെല്ലാം ഗെയിം ഓഫ് സ്കില്ലായിട്ടാണ് അവര് കാറ്റഗറൈസ് ചെയ്തത്. അതെ, കാറ്റഗറൈസ് ചെയ്യുന്നു. അത്
ഈ പറഞ്ഞ പോലെ റമ്മി കേസ് പോയതാണ്. എനിക്കൊന്ന് സുപ്രീം കോടതിയിൽ ഈ പറഞ്ഞ 2021 ഡ്രീം 11-നെതിരെയും ഇതുപോലെ ഈ റമ്മി ഏതൊരു റമ്മി ആപ്പിന് റമ്മിക്കെതിരെ പണ്ട് തൊട്ടേ കേസുള്ള പെടും എന്ന് പറഞ്ഞിരിക്കുക ഓൺലൈൻ റമ്മി പരിപാടിയിലൊക്കെ. പിന്നെ ഇഷ്ടം പോലെ അതായത് കാശ് മുഴുവൻ പോയി. ഇത് നീ പറഞ്ഞ പോലത്തെ ഈ സ്കില്ലുണ്ടല്ലോ, ഇത് എല്ലാ കാലത്തും മനുഷ്യൻ പറഞ്ഞായിരുന്നു. എന്റെ അങ്കിളിന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഈ സൂപ്പർ ലോട്ടോ ഇല്ലേ നമ്മൾ എഴുതി കൊടുക്കുന്ന പറക്കണ സാധനം ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്ന. എന്നിട്ട് ആളിത് ഫുള്ള് നമ്പറുകൾ പുസ്തകം നിറച്ചെഴുതി വെച്ചിട്ട് എനിക്ക് ഇതിന്റെ സ്കില്ല് മനസ്സിലായിരുന്നു. ഇതിന്റെ ഈ നമ്പർ പറഞ്ഞതിന്റെ സീക്വൻസ് ആണ് മറ്റേ ജോൺ നാഷ് മറ്റേ ബ്യൂട്ടിഫുൾ മൈൻഡിലെ എനിക്ക് സീക്വൻസ് മനസ്സിലായിരുന്നു. ശരിക്കും അത് ക്രാക്ക് ചെയ്ത ഒരാളുണ്ടായിരുന്നു. അത് ക്രാക്ക് ചെയ്യണം എങ്ങനെയാ? യുഎസിലെ ഒരു ബ്ലാക്ക് ജാക്ക് ആ സിനിമയല്ല, അല്ല ആ സിനിമയല്ല, ഒരു ദമ്പതിമാർ, എനിക്ക് നല്ല പ്രായമുള്ള ഇതൊരു സിനിമ ഇതിനെ ബേസ് ചെയ്ത് ബ്രയൻ ക്രാൻസ്റ്റൺ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സിനിമ കൗണ്ട് ചെയ്യണ ഒരു കൗണ്ട് ചെയ്യുന്ന അത് ശരിക്കും MIT ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റുഡൻസിന്റെ കഥയായിരുന്നു. കാർഡ് കൗണ്ടിങ് നിനക്ക് ആ സിസ്റ്റത്തിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അത് അങ്ങനെ നിനക്ക് ഹൗസിനെ എങ്ങനെയൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ഇല്ലീഗലായിട്ട് ക്ലാസിഫൈ ചെയ്യും ബൈ റൂള്. എന്നിട്ട് നീ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ പിന്നെ പുറത്ത് വന്ന ഭാഗ്യം. അതാ അത് വേറൊരു കാര്യം. ഇത്രയും സൂപ്പർ ലോട്ടോയുടെ കാര്യം പറഞ്ഞു. UK ഇതുപോലെ എന്താണ് യൂറോ മില്യൺ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ ലോട്ടറീസ് ഉണ്ട്. 130 മില്യൺ പൗണ്ട് ഇങ്ങനെയാണ്. അപ്പൊ നമ്മളവിടെ ഒരു സിൻഡിക്കേറ്റ് എന്നുണ്ടെങ്കിൽ പേര് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഒരു സിൻഡിക്കേറ്റ്, ഞാനതിലെ എല്ലാവരും ഒരു 10 പൗണ്ട് വെച്ച് ഇടുക. എന്നിട്ട് ഇതുപോലെ നീ ഒരു നമ്പർ പറഞ്ഞു ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് റാൻഡം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ആ ഡ്രോയിൽ കയറും. പക്ഷെ അങ്ങനെ അതിൽ കാര്യമായിട്ടൊന്നും വിന്നിങ് ഒന്നും ഉണ്ടായിട്ടില്ല. സൂപ്പർ ലോട്ടോ ആള് പിന്നെ ആളിട്ട് മൂടാനുള്ള അത്ര ഈ സാധനം എടുത്ത് കൂട്ടിന്നല്ല, പൈസ ഒന്നും കിട്ടിയിട്ടില്ല. പുള്ളിയുടെ ആ റൂം നിറച്ചാണ്. നമ്മുടെ നാട്ടിലെ ലീഗലായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സമയത്ത് 2004, 2006 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ള സമയത്താണ് ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ബാക്കി എല്ലാ നമ്പർ കഴിഞ്ഞിട്ട് ഒരു നമ്പറിനകത്ത് സൂപ്പർ നമ്പർ എന്താ പറഞ്ഞിട്ടുള്ള നമ്പർ, അതെന്റെ ബർത്ത്ഡേ 24 ചേട്ടണ്ടായിരുന്നു, അതിനടിച്ചു 100 രൂപ. ഞാൻ പിറ്റേ ദിവസം വീണ്ടും പോയിട്ട് എടുത്ത്. അല്ല, ഈ കിട്ടുന്ന കാശ് പെട്ടെന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണല്ലോ. അതിപ്പോ നമ്മൾ ലോട്ടറി എടുത്ത എത്ര ആൾക്കാർ നന്നായി കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കാശില്ലാത്ത കാര്യം അവർക്ക് ഫിനാൻസ് പ്ലാൻ ചെയ്യാൻ പെട്ടെന്ന് കുറെ പൈസ കിട്ടി എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യാൻ ഇപ്പൊ സർക്കാർ എനിക്ക് തോന്നുന്നു പഠിപ്പിക്കുന്നുണ്ട്. ലോട്ടറി അടിച്ച ഒരാളെ മ്യൂച്വൽ ഫണ്ട്സ് എന്താ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുണ്ട്, പക്ഷെ ഇതൊക്കെ സ്കൂൾ തൊട്ടേ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ് ഇവര് ലോട്ടറി അടിച്ചവർക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇതൊക്കെ. നമുക്കറിയില്ല. മര്യാദക്ക് പഠിപ്പിച്ചിരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ എങ്ങനെ ടാക്സ് അടക്കാം, അത് സർക്കാരിന് ഗുണമുള്ള സാധനം. അതെവിടെ പഠിപ്പിച്ചേക്കുന്നത്? ടാക്സ് കാൽക്കുലേറ്റ് സിലബസിലില്ല. ആണോ? CBSE ഉണ്ടായിരുന്നല്ലോ, ടാക്സ് ഉണ്ടായിരുന്നല്ലോ. ഏത് ക്ലാസ്സിലാണ്? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചില്ല. ഞാനൊക്കെ ടാക്സ് കാണുന്നത് കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം. അന്ന് ഞാൻ ടാക്സ് അടക്കണ ഒരുത്തരെ പരിചയപ്പെടുത്ത ടാക്സിന്റെ സ്ലാബ് വെച്ച്. ഞാൻ കൊമേഴ്സ് അല്ല, സയൻസ് ആണല്ലോ. കാശുകാരനാവും അവര് കണ്ട് അന്നേ പഠിപ്പിച്ചു. പൊട്ടൻഷ്യൽ വെച്ച് നീ ടാക്സ് അടക്കാനൊക്കെ പഠിക്കണം. മാത്സ് ടാക്സ് അടക്കാൻ പഠിക്കണം. ഇല്ല ബ്രോ, ഈ ഡ്രീം 11 കളിച്ചിട്ട് ഇതേപോലെ സ്റ്റോറീസ് ബ്രോയിന് അറിയായിരിക്കുമല്ലോ. അതെ ഞാൻ അല്ല, ബ്രോയ്ക്കുള്ള മോട്ടിവേഷൻ എന്താണ്? അതായത് ഇതിനെ നമ്മൾ എല്ലാരും ഇത് കാണുന്നുണ്ട്, ഇതിനെ കോൾ ഔട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു അത് ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തു, ക്രൈംസും ഫിനാൻഷ്യൽ ക്രൈംസും ഒക്കെ ചെയ്തു വന്ന്. പിന്നെ ചില കാര്യങ്ങൾ ഈ പറയുന്ന ചില ഇൻഫ്ലുവൻസേഴ്സിനെ പേരെടുത്ത് പറയാതെ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതായത് അങ്ങനെയാണ് അവർ പറയുന്നത്. ഞാൻ ഇത് കളിച്ച് വെറുതെ പോണ വഴിക്ക് ഞാൻ ഗെയിം കളിച്ച് ഞാൻ വീടെടുത്തു, ഗെയിം കളിച്ച് കാർ എടുത്തു, ഗെയിം കളിച്ച് മാല എടുത്തു. എത്ര പേരെ മാല എടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒരിടയ്ക്ക് നോക്കിയിട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം മൊത്തം മാല എടുക്കുന്ന ആൾക്കാരും കാർ എടുക്കുന്ന ആൾക്കാരും ഒക്കെ ആയിരുന്നില്ലേ. പക്ഷെ വേറൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ട്രേഡിങ് ചെയ്യണവരില്ലേ, നമ്മള് കാലത്ത് നിന്ന് ഇത്ര രൂപയിലാണ് നമ്മുടെ ട്രേഡിങ് തുടങ്ങിയ. എനിക്ക് ചില സമയത്ത് ട്രേഡിങ്ങിന് എല്ലാവരും പഠിച്ചിട്ട് ചെയ്താൽ എനിക്കറിയില്ല, അതിനെ പറ്റി പറയാനുള്ള ഒരു അറിവില്ല. പക്ഷെ
അതും കൈ കൊള്ളുന്ന സാധനം തന്നെ. ഭയങ്കര സക്സസ്. ഇപ്പം ഈ മണി ചെയിൻ എന്ന് പറയുന്ന സാധനം മൊത്തം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മൊത്തം ഇതേപോലെ സക്സസ് സെല് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയില്. അതെ അതെ, മണി ചെയിനിൽ ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് വരുന്ന കയറി നിൽക്കുന്ന ആൾക്കാർ മൊത്തം എക്സ്പ്ലോയിറ്റ് ആയി പോവല്ലേ. കാരണം അവര് കാണുമ്പോൾ ഇവന്റെ കാറുണ്ട്. അയ്യോ ബ്രോ, അതൊക്കെ ഒരു കൾട്ട് പോലെയാണ്. ഈ മണി ചെയിനിൽ പെട്ട് കിടക്കുന്ന ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടോ? അവർ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരിക്കലും ശരിയാവില്ല. അവരുടെ മറ്റേ മെയിൻ സാറുണ്ടാവും, കോട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന. അത് കൊറേ ഒരു ഭക്തിയാണ്. അതെ, ഭക്തിയാണ്. ഭക്തിയാ, അയാളോട് ഭക്തിയാണ് ആ സാറെന്ന് പറഞ്ഞ സുമേഷ് സാറ്. സുമേഷ് സാറിന് ഇങ്ങനെ ഒരു കഥയുണ്ടാവും. അല്ല ബ്രോ, ഈ പറയുന്ന സാറ് ഒരു പണ്ട് പാവപ്പെട്ടവനായിരിക്കും. ഇപ്പൊ BMW എടുത്തു, ഫ്ലാറ്റ് എടുത്തു, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുക. ഒരു തമിഴ് ഒരു പാഠം ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു സതുരംഗ വേട്ടை. ചെറിയ തീമൊന്ന് പറയൂ. അല്ല, അധികം അറിയപ്പെടാത്ത ഒരാളെ ഈ MLM കാണിക്കുന്ന MLM എന്താണെന്ന് കാണിക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു. MLM ഫ്രോഡ് ആണെന്നുള്ളത് ഈ ഡെല്യൂഷൻ കാരണം. MLM ഫ്രോഡ് തന്നെയാണ് ബ്രോ. അല്ല, ഡെല്യൂഷൻ കാരണം ഇപ്പൊ തന്നെ MLM ഫ്രോഡ് ആണെന്ന് പറഞ്ഞ് ഇതേപോലെ പെട്ടെന്ന് കാശുണ്ടാക്കാം എന്നുള്ളൊരു അതിലോട്ട് അതിൽ ഡെല്യൂഡഡ് ആയി. പിന്നെ നമ്മുടെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ MLM കൊള്ളൂലെന്ന് പറയും. ഞാനിപ്പോ 5 MLM ആൾക്കാരോട് ഇരിക്കുകയാണെങ്കിൽ ഞാനും അതുപോലെ നമ്മളെ നേരെ തിരിച്ചാവും. ഞാനീ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് ജോൺ എപ്പോ ജോൺ ജീവിതത്തിൽ പോസിറ്റീവ് ആണ് അല്ലാണ്ട്. അപ്പൊ അങ്ങനെ എന്നെ ഇതുപോലെ ഒരു MLM-ന് ഒരുത്തൻ കൊണ്ടുപോയിണ്ടായിരുന്നു ക്ലാസ്സിന് ചെന്നിരുന്നപ്പോ ധ്യാന കേന്ദ്രം പോലെയാണ്. ഫുൾ വേറെ വൈബാണ്. എല്ലാരും ഇതല്ലേ പോസിറ്റീവ് അല്ലേ. ഒരു ദിവസത്തെ പണിയൊക്കെ കളഞ്ഞിട്ട് ചേട്ടന്മാരിരിക്കുക, കോടീശ്വരന്മാരാ വന്ന് വെച്ചിട്ട്. ആൾക്ക് പോസിറ്റീവ് ഒന്നല്ല. എന്നാൽ എല്ലാരും ഒന്ന് കൈയടിച്ചത് എന്താ ഇങ്ങനെ ഇരിക്കണം ചേട്ടാ, നമുക്ക് ഇത് ഉണ്ടെന്നൊക്കെ. ഫുൾ എനർജിയാണ് ആള്. ഒരു കോട്ടൊക്കെ ഇട്ട് വന്നിട്ട് അതേ ഫോട്ടോ സെറ്റ് എടുത്ത പോലെ തന്നെ അയാളുടെ ശിഷ്യനും കയറി വരും ഇതേ ബോഡി ലാംഗ്വേജിൽ. കഴിഞ്ഞിട്ട് ഇയാളുടെ ഇതുകൊണ്ട് രക്ഷപ്പെട്ട ഒരു സമയം അത് ഞാൻ മറ്റേ മണിജയന്റെ ഒരു സാധനം ഞാൻ മനോരമയിൽ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഞാനിങ്ങനെ നിൽക്കുക, എൻ്റെ അച്ഛനെ ആശുപത്രിയിൽ എടുക്കുക, പോക്കറ്റിൽ 10 കാശില്ല. രമേശ് സാർ എന്നെ വിളിച്ചിട്ട് പറയാ, രഘു നീ ഡയമണ്ടായി. അപ്പൊ ഡയമണ്ടായി എന്താ സംഭവിക്കാന്നൊക്കെ അറിയില്ല, പക്ഷെ ഇയാൾ ഡയമണ്ടായി. അതൊരു സ്റ്റേജാണ്. അപ്പൊ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞ സാധനം എന്താന്ന് വെച്ചാൽ, ഇവര് ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു ഓൺലൈൻ സൈറ്റാണ് തുടങ്ങാൻ പോണത്. ഇത് മറ്റേ ബോച്ചയുടെ പരിപാടിയായിരുന്നു. അല്ലല്ല, ഇവര് ഓൺലൈനിലൊരു സാധനങ്ങൾ ഫോളോ ചെയ്യുന്നത് ഏകദേശം ഒരു ആദ്യം ജെഫ് ബെസോസ് മറ്റൊരു ആമസോണിന്റെ വരുമാനം പറഞ്ഞുതരും, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ സാധനം. ഇന്ന് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 2000 രൂപയാണ്. നാളെ ഒരു മൾട്ടി ബില്യൺ കമ്പനിയുടെ ഉടമസ്ഥരാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ ചേട്ടൻ കിണർ പണി കഴിഞ്ഞിട്ട് വന്ന ക്ലാസ്. ചേട്ടൻ ഫ്ലിപ്കാർട്ടിന്റെ ഓണറാന്നുള്ളതാണ് ചേട്ടന്റെ. പക്ഷെ ഇവര് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഓരോ റീജിയണിൽ ഇവർ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കയറ്റി വെക്കുന്നു എക്സാമ്പിൾ ആയിട്ട് അല്ലേ. ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു സക്സസ്. എനിക്കറിയാവുന്ന ഒരാൾ ഉണ്ടായിരുന്നു ബ്രോ. അതായത് ആളിതേപോലെ ഹൈറിച്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. അവര് ഹൈറിച്ച് OTT ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ ക്ലാസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല രസമാണ്. അവര് പോയിട്ടില്ല, റിസർച്ച് പർപ്പസ്. അതായത് ഇവരുടെ ക്ലാസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതെ അതെ അല്ല, അപ്പൊ ഇവരുടെ ഈ പറഞ്ഞ ബ്രോ നേരത്തെ പറഞ്ഞില്ലേ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ആയിട്ട്, അത് തന്നെ ഇവരിപ്പോഴും പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ. നമ്മുടെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ ആമസോൺ പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സിന് ഇത്രയും പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കമ്പനി എത്ര പൈസ ഉണ്ടാക്കും? അതിന്റെ 1% നമ്മൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ എല്ലാവരും എത്ര. അതെ, ഇത് കേട്ടിട്ട് അല്ല ഇത് തന്നെ പറയണം. അപ്പൊ ഇയാൾ ഇതേപോലെ ഞാൻ സംസാരിച്ച ആള് എനിക്ക് നേരിട്ട് പരിചയമുള്ള ആള് ഇതേപോലെ ഇതിന്റെ ഒരു മറ്റേ കോട്ടക്കിട്ട് ദിവസ വരുമാനം 20,000 രൂപ 30,000 രൂപ BMW അല്ലെങ്കിൽ മറ്റേ ഇതിലെ വരാം. പിന്നെ ആള് ഒരു കാറൊക്കെ ബുക്ക് ചെയ്ത് കാറ് ബുക്ക് ചെയ്ത് 1 മാസം ഉണ്ട്. ആ 1 മാസത്തിന്റെ ഇടയ്ക്ക് കമ്പനി കൂട്ടിപ്പോയി. കാറ് ബുക്ക് ചെയ്ത എമൗണ്ട് പോയി. ഇതില് ഞാൻ ഈ പറഞ്ഞ സാധനത്തിൽ ഞാൻ കാശിട്ടു 10,000-2,000. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ എന്റെ കൂടെ വന്നാ നീ ഒരാളെ പരിചയപ്പെടുത്ത്. ബേസിക് സാധനം ഇത് മുകളിലിരുന്നാൽ നമ്മൾ പണിയെടുക്കാണ്ട് വേറെ വല്ലവരും പണിയെടുക്കുന്നുള്ളതാണ് സങ്കല്പം. ആരെങ്കിലും പണിയെടുത്തിട്ട് നമ്മൾ ജെഫ് ബെസോസ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കണേ.
അപ്പോൾ ഇവൻ്റെ അടുത്ത് ഫ്രണ്ട്സ് വല്ലതും നീ വിളിച്ചോ, മീറ്റിങ്ങിന് വിളിച്ചോ, മറ്റേ സാറിനെ നമുക്ക് കൊണ്ടുവരാം എന്നിട്ട് ഇരിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ ഒരു ദിവസം കൊണ്ടുവന്നു. എന്നിട്ട് ഞാനും ഇവനും ഇയാളും കൂടി ഇവനും കൂടി ഇരുന്നിട്ട് എന്നെ ഇതിൽ ചേർത്തവനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കുറച്ച് ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി അവന് വലിയ താല്പര്യമൊന്നും തോന്നണില്ല, ഇവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവൻ കേട്ട് ഇവൻ ആ പോയിന്റിൽ ഇങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ട് ഇവൻ കാശ് ഇടാം എന്നുള്ളൊരു ലെവലിലേക്ക് ഇവൻ വർത്താനം വന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ ശ്രീജിത്താണ്. ശ്രീജിത്ത് നീ വീട്ടിൽ പോവുക, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളില്ലേ എനിക്കും കുറച്ചറിയുള്ളൂ, നീയും നല്ല പോലെ ഇരുന്ന് ആലോചിച്ചിട്ട് വേണമെങ്കിൽ ചേർന്നാൽ മതി എന്ന് ഞാൻ എൻ്റെ അടുത്ത്. മറ്റൊന്ന് ഇടി വിട്ടുകൊണ്ട് പോലെ അവൻ അത് ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. ആ പക്കത്ത് എത്തിയപ്പോൾ ഞാൻ ഈ സാധനം പറയണേ, എനിക്ക് ഇവനെ നാളെ കാണേണ്ടതാ. അപ്പം ഞാൻ ഈ സാധനം പറഞ്ഞു വിട്ടപ്പോൾ അവൻ പറഞ്ഞു, ജോൺ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഒരാൾ പകുതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണം എന്നാണ്. അന്ന് അങ്ങനെ ക്ലോസ് ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പം അവൻ പറഞ്ഞാൽ അങ്ങനെയാണ് ജോൺ ഇതിൽ വർക്കാവില്ല എന്ന്. അപ്പം കുഴപ്പമില്ല, ഞാൻ നിർത്തിക്കോളാന്ന് പറഞ്ഞു. എന്നിട്ട് ആളെനിക്ക് എൻ്റെ ഞാൻ ചേർന്ന പൈസ തന്നിട്ട് തിരിച്ചു കിട്ടിയത് വലിയ കാര്യമാണ്. ഇത് ഇത് എത്ര കാലം മുന്നേ? ഇതൊരു 16 സമയത്തൊക്കെയാണ്. ഇപ്പോഴും ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. 16 ഞാൻ എപ്പോഴും നോക്കും അവരുടെ ഓൺലൈൻ ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടില്ല. ഇതിങ്ങനെ ഇത് വിൽക്കുന്ന മിഡിൽ ആൾക്കാരും വളരെയധികം ഇത് പെട്ടുപോകും അല്ലെ. ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവര് 4-5 പേര് മാത്രമേ. പിരമിഡ് അല്ലേ ബ്രോ? അതായത് ഈ പിരമിഡിൽ ഏറ്റവും കൂടുതൽ പൈസ ഇടുന്ന ഈ ടോപ്പിലുള്ള 1-2 ആൾക്കാർക്ക് മാത്രം. ബാക്കി എല്ലാവരും മറ്റേ പൈസ ഇവർക്ക് വേണ്ടി പൈസ ഉണ്ടായിക്കോട്ടെ. ക്യൂനെറ്റ് നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പോൺസർ ആണ് അല്ലേ. പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടീഷർട്ട് സ്പോൺസർ ആണ് നമ്മളവിടെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ കേസ് നടക്കുന്നുണ്ട്. ഇതിന്റെ സിംഗപ്പൂർ ക്യൂനെറ്റ് വേറെ വേറെ പേര് വരും, ഇൻഫിനിറ്റി. അതെ അതെ, ഇവര് അവസാനം അടുത്ത ക്യൂനെറ്റ്. പുറത്ത് ആദ്യം പറയില്ല. ഇതേപോലെ വേറൊരു സാധനമുണ്ട്, 4 hour ലിവിംഗ്. ചിലവിടെ നോക്കി FE03 വർക്ക് ഫ്രം ഹോം ആണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യമില്ല, നമ്മൾ ക്ലാസ്സൊക്കെ പോയി കാണുന്നത് അതേ സാധനം ആൾക്കാരിവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. സൂം മീറ്റിംഗ് ഇപ്പോൾ എളുപ്പമല്ലേ, കൊറോണയൊക്കെ വന്നപ്പോൾ പിന്നെ എല്ലാവർക്കും സൂം മീറ്റിംഗ് വരെ നടത്തിയാൽ പോരെ. ഇപ്പം നമ്മൾ പറഞ്ഞ ക്ലാസ്സിൽ ഒരാളെന്ന് പറയുന്നത് ഇതേ സാധനം ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ട്. വലിയ മാറ്റമൊന്നുമില്ല, ഈ സാധനം എടുത്ത് ഓൺലൈനിൽ നിന്ന് മാറിയിട്ട്. അതും ഇതേപോലെ വർക്ക് ഫ്രം ഹോം എന്ന് പറയും. ഇതൊരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഒരു എറണാകുളം ബേസ്ഡ് കമ്പനിയിൽ 30,000 രൂപ ഉണ്ടാക്കാം മാസം 30 രൂപ. എന്നിട്ട് നമ്മൾ അവസാനം പോയി ചോദിച്ച് വീട്ടമ്മമാര്, അതെ വീട്ടമ്മമാര് അല്ലെങ്കിൽ അവരുടെ പിച്ച് ഇതേപോലെ വർക്ക് ഫ്രം ഹോം ആണെന്ന് പറയും. കുറേ വീഡിയോകൾ ഉണ്ട്, വർക്ക് ഫ്രം ഹോം ആണെന്ന് പറയും, പിച്ച് ചെയ്ത്. അതായത് എന്നിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഉണ്ട് നമുക്ക്. ഇന്നൊരു 7:30 നിങ്ങളായതുകൊണ്ട് ഞാൻ 5:30 ഇന്ന് വന്നാൽ ഇന്ന് ക്ലാസ് ഉറപ്പാണ്. ഇല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഉണ്ടാവില്ല. അതെ അതെ, ഇവർക്ക് നല്ല രസം ബ്രോ. അതായത് ഇപ്പോൾ ഇന്നൊരു ക്ലാസ് ഉണ്ട്, ഇന്നൊരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ഫേസിലോട്ട് കടന്നു. അപ്പോഴും ഇവർ പൈസ ഒന്നും ചോദിക്കില്ല കേട്ടോ. ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട്. ക്ലാസ്സിൽ എന്ത് പറയണം? അതെ, മോട്ടിവേഷൻ പിന്നെ പൈസ കുറെ. ഇതേപോലെ ഈ ക്ലാസ്സിലായിട്ട് 4-5 പേര് വരും. ഞാൻ എൻ്റെ പുതിയ കാറ്, പുതിയ വീട്, ഞങ്ങളെല്ലാവരും കൂടെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ട് നമ്മുടെ കമ്പനിയുടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പറയും ഒരു ചെറിയൊരു സാധനം വാങ്ങിക്കാണ്ട് എനിക്ക് ഒരു 30,000 രൂപയുടെ ഒരു ചെറിയ സാധനം. അപ്പോൾ വർക്ക് ഫ്രം ഹോം അതല്ല, ആദ്യം ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഫ്രം ഹോം. പിന്നെ നിങ്ങൾ ഇതേപോലെ ഇവരുടെ പോലെ ഇരുന്നിട്ട് ആൾക്കാരെ ചേർക്കുക. ഞങ്ങൾ വർക്ക് ഫ്രം ഹോമിന് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇതൊക്കെ തന്നെ. ഞാൻ ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിന് നല്ല പൈസ കിട്ടുന്നുണ്ടോ? നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു റമ്മി ആപ്പിന്റെയാണ്. അതെ വന്നു, പക്ഷെ നമ്മളതിന് റെസ്പോണ്ട് ചെയ്തില്ല. ഈ കഴിഞ്ഞ ദിവസം അർജു ഒരു അപ്പോളജി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടോ? അർജു പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് 2 ഡിഫൻഡർ എടുക്കാനുള്ള പൈസയാണ് അവർ ഓഫർ ചെയ്തത്. അവര് നമ്പേഴ്സ് പോലും പറഞ്ഞില്ല. അതെ അതെ, അല്ല നമ്മുടെ എത്തിക്സ് അല്ലേ. അവർക്ക് ഇതേപോലെ ഓഫർ ചെയ്ത് 5 CR. ഇതില് സത്യം പറഞ്ഞ ഇതെടുക്കുന്നവരല്ലേ ഇത് വേണ്ടെന്ന് വെക്കുന്നത്. അങ്ങനെ ഇവര് ഒരു സാധനം ഒരു പോസ്റ്റ് ഇവർ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ 50 CR ഉണ്ടാക്കും.
അത് വേറെ കാര്യം. നമുക്ക് അതെ നമുക്കൊരു 5 CR തരണമെങ്കിൽ അവരത്ര ഉണ്ടാകും. വെറുതെ അവർ നമുക്കൊരു ഒരാളൊരു 5 CR കൊണ്ട് തരില്ലല്ലോ. ഈഗിളിന് ഓഫർ ചെയ്ത് 10 CR ആണ്. എന്നിട്ട് അവരത് വേണ്ടാതൊക്കെ അവര് വലിയ അവന്റെ എത്തിക്സ് ആണ് ഭയങ്കര തന്നെ. അത് എടുത്ത് പറയേണ്ട മൂഞ്ചിക്കരുത്. ഓ അതൊക്കെ അതിന് ആദ്യം അവരെ ആപ്സ് ആണ് ഇത്, ഈ ഗെയിം പോലത്തെ ഇല്ലീഗൽ ഗെയിം. അതായത് ഇതേപോലെ ഗെയിം ഉണ്ട്, ഗെയിം ഈ ലീഗൽ അല്ല, അത് ലീഗൽ അല്ല. അപ്പൊ അത് പ്ലേ സ്റ്റോറിൽ ഉണ്ടാവില്ലേ? ഇല്ല, ഇതൊക്കെ വെറും വെബ്സൈറ്റുകളാണ്. അതായത് നമ്മളിപ്പോ ഒരു ആപ്പായിട്ടൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു വെബ്സൈറ്റ്, ഒരു ലിങ്ക്. ഈ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചിലരിരുന്ന് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ നടത്തി അതിനകത്ത് ചെയ്യണായിട്ടുണ്ടാവുമല്ലോ. അതായത് ഇത് കണ്ടിട്ടില്ല. അല്ല എക്സാംസർ നാളെ വൈ ഹാംസ്റ്റർ ആയിട്ട് വരും, അതുപോലെ അവർ പേര് മാറ്റി അല്ല അതത് തന്നെ. ഇപ്പൊ നമ്മള് ഗവൺമെന്റ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തോണ്ടിരിക്കുന്നു ആൾക്കാർ, അത് ഇല്ലീഗലായതുകൊണ്ട് പുതിയത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് ചെയ്യേണ്ടി വരും. ഞാൻ ഇങ്ങനെ ഒരു ഫണ്ട് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇത് മേടിക്കണതിന് പ്രശ്നമല്ലേ? ഇതിന്റെ സോഴ്സ് കാണിക്കുമ്പോൾ അതെ 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 അതൊക്കെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലീഗലായിട്ടുള്ള ഇപ്പൊ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു അക്കൗണ്ടിലോട്ടായിരിക്കും നീ ചിലപ്പോൾ കാശ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ല ഇതിപ്പോ നമുക്ക് BTC ഒരു വാലറ്റിൽ എടുത്താൽ മതി, അവർ ആ വഴിയും പേയ്മെന്റ് ചെയ്യും. പിന്നെ ആവശ്യമുള്ളപ്പോൾ കുറച്ച് എടുത്താൽ മതിയല്ലോ. അതൊരു ഫിസിക്കൽ വാലറ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പൈസ പുറത്താരും അറിയുന്ന പോലും ഇല്ല. ഇപ്പോൾ ഒരു 1.5 CR 1.5 BTC ഒക്കെ ഓഫർ ചെയ്യണ മെയിലുകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മെയിൽ കിട്ടിയ റെസ്പോണ്ട് ചെയ്തില്ലെന്ന് ഫ്രെയിം ചെയ്ത് വെച്ചോ, മരിക്കാൻ കിടക്കുന്ന ഇതെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് ചാവേണ്ടി വരില്ലായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് ക്രിപ്റ്റോ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ക്രിപ്റ്റോ മേടിക്കാൻ പറയുമായിരുന്നു. അങ്ങനെ കുറെ ക്രിപ്റ്റോ കൂട്ടി പോയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് വേറൊരു സാധനം ഉണ്ട് തന്നെ, ഹാംസ്റ്റർ കോംബാറ്റ്. എന്തോ ഇരുന്ന് ഞെക്കി കഴിഞ്ഞ മൈനിങ് ആന്നല്ലേ പറഞ്ഞായിരുന്നു. പൈക്കോയിനെ മൈനിങ് ആണെന്നൊക്കെ പറയുന്നത് എന്താ അത്. പക്ഷെ ഒരിക്കലും നീ പൈക്കോന്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ, ഒരു ബ്ലോക്ക് ചെയിൻ പരിപാടി ഇല്ലാന്ന് തോന്നുന്നു അതിന്. അത് ഇപ്പൊ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല എന്നാണ് എന്റെ അറിവിൽ. അങ്ങനെയാണ്. പിന്നെ നീ ഫോൺ വെച്ച് എനിക്ക് തോന്നുന്നില്ല കമ്പ്യൂട്ടേഷണൽ പവർ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് നിന്റെ ഒരു ലോയൽറ്റി, നീ അതിലോട്ട് തിരിച്ചു പോകുന്നു. ഞാൻ വിചാരിച്ചു ഒരു സമയത്തെ വിചാരിച്ചോണ്ടിരുന്ന ഇവര് ഇതിനെ ആഡ് റവന്യൂ ആയിട്ട് ഉപയോഗിക്കായിരിക്കും ചിലപ്പോൾ. ഒരു 10 മില്യൺ യൂസേഴ്സ് ഇവരുടെ ഇരുന്ന് ഈ കുത്തിക്കൊണ്ടിരിക്കല്ല. നീ ദിവസം 24 മണിക്കൂറിൽ ഒരു തവണ നീ ഞെക്കിയാൽ മതി, അപ്പൊ അത് മൈൻഡ് ചെയ്യാൻ തുടങ്ങും. അതേ സമയം തന്നെ തന്നെ ആഡ് കാണിക്കും. മനസ്സിലായി? ഇങ്ങനെ ഒരു 10 മില്യൺ ആൾക്കാര് ഡെയിലി ഇരുന്ന് ആഡ് കാണുന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ. പക്ഷെ റീസെന്റ് അവർ ലിസ്റ്റ് ചെയ്തു, കോയിൻ അവർ ലിസ്റ്റ് ചെയ്തു, ഏതൊരു എക്സ്ചേഞ്ചിൽ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓക്കെ അല്ല ഈ പറയുന്ന സാധനങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഹാംസ്റ്റർ കോംബാറ്റ് ഇറങ്ങി, ആൾക്കാർ ഇരുന്ന് 10 ലക്ഷം 20 ലക്ഷം കോയിനൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് അവസാനം കിട്ടി 70 രൂപ എന്തൊക്കെയാണ്. അതൊരു 1 മാസം ഇരുന്ന് കുത്തിയിട്ട് അണ്ണാനടി. ഇത് ഒരു കോയിന് $2 $2.5 എങ്ങാണ്ട് ഇപ്പോൾ. അപ്പൊ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നമുക്ക് എല്ലാ പ്രോഡക്റ്റും ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ പറ്റില്ലല്ലോ അല്ലെ? അതെ. ഇപ്പൊ ചിലപ്പോ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ സാധനം തന്നെ നമ്മൾ പറയുകയാണെങ്കിലും അതിന്റെ ആ കമ്പനി പൂട്ടി പോകാലോ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഈ പറയുന്ന നമ്മളിപ്പോ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും റെഗുലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ബാങ്കിങ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻഷുറൻസ് റിലേറ്റഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു റെഗുലേറ്റഡ് ആയിട്ട് നടക്കുന്ന എന്തെല്ലാമാണ് നോക്കേണ്ടത്? ഇതൊന്നും പറയാം നമ്മളൊന്നും ആരുമായിട്ടില്ല. പക്ഷെ നമുക്ക് തട്ടിപ്പിന്റെ കാര്യത്തിൽ പറയാം. കാരണം ഇതേപോലെ ഗാംബ്ലിംഗ് ആണെങ്കിലും പലരും മറ്റേ മണി ചെയിനുകൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇഷ്ടംപോലെ ക്രിപ്റ്റോയുടെ പേരിൽ കുറച്ച് മണി ചെയിനുകൾ നടത്തുന്നുണ്ട്. അതെ, അന്ന് ഞാനൊരു വീഡിയോ വന്നപ്പോൾ ഒരാൾ പറയാണ് 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യും 1 കോടി ഉണ്ടാക്കൂ. എന്താ ഇതിന്റെയൊക്കെ ഒരു അർത്ഥം? മ്യൂച്വൽ ഫണ്ട് ഇട്ടിട്ട് കുറെ നാൾ കഴിയുമ്പോഴല്ല, ഈ ഒരു തവണ ഇട്ടാൽ മതി, പിന്നെ കിട്ടിക്കോളുന്ന പറയണം 1 കോടി. ഒന്നുമില്ല പറയുമ്പോ ഒരു ഇത് വേണ്ടല്ലേ ഒരു ആൾക്കാർ. ചിലരൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ ഓക്കെ, ഇങ്ങനെ ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ട് പറഞ്ഞു ഇൻഫ്ലുവൻസർ ആക്ച്വലി ഞാൻ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ മണി ചെയിനും ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നോക്കൂ, ജോൺ ഒരു പാവപ്പെട്ട. അപ്പൊ നമുക്ക് ശരിക്കും കാണുമ്പോൾ തോന്നുന്നു ഇത് ശരിക്കും റിയൽ ആണ്. എത്ര അൺറിയൽ ഇത് പറ്റിപ്പാണെന്ന് വിചാരിച്ചു. ഞാനിപ്പോ നിന്നെ കൺവിൻസ് ചെയ്യാണ്, ഇവൻ ഇങ്ങനെ ചെയ്തു, ഇവന്റെ ജീവൻ. അപ്പൊ ജോൺ എന്റെ ജീവൻ അത് വിശ്വസിക്കണം എന്നുള്ളത് എന്റെ ഒരു ആവശ്യമാണ്. അതായത് എനിക്ക് പട്ടിണിന്ന് കയറണം എന്നുണ്ടെങ്കിൽ
ഈ പറഞ്ഞ പോലെ ഈ ഒരു സക്സസ് അങ്ങനെ വേണമെന്നുള്ള വരുന്നോണ്ടാണ്. എടാ നിന്റെ വിചാരം പട്ടിണി മാത്രമുള്ളവരല്ല, ഏറ്റവും നല്ല പൊസിഷനിൽ ജോലി ചെയ്യണ കുറെ പേര് ഇതിന്റെ ഉള്ളിൽ പെട്ടുണ്ട് ബ്രോ. അങ്ങനെ മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരാളുടെ വീഡിയോ അതല്ലെങ്കിൽ ഒരാളുടെ ദിവസം മറ്റേ കാണാണ്, ദിവസം രാവിലെ എണീറ്റ് ഇവര് പലരും വ്ളോഗൊക്കെ ചെയ്യണ ഇവരുടെ എല്ലാം കാണുകയാണെങ്കിൽ നമ്മളവരെ ഇതേപോലെ ഒരു ഫ്രണ്ട് പോലെയോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ പോലെയൊക്കെ ആയിരിക്കും കാണാം. ഇവര് പണ്ട് എങ്ങനെയായിരുന്നു, അതായത് ചിലരുടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണ്ട് അധികം ഒരു നോർമൽ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സെറ്റപ്പിൽ നിന്ന് വന്നിട്ട് ഇപ്പം ചിലരുടെ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ BMW എടുക്കുന്നു, അങ്ങനത്തെ കാറുകൾ എടുക്കുന്നു, ബൈക്കുകൾ എടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കും. പിന്നെ എന്നിട്ട് ഇവർ പറയുന്നത് ഗെയിം കളിച്ചിട്ടാണ് ഇത് മൊത്തം ഉണ്ടാക്കുന്നത്, വേറൊരു വഴിയുമില്ല, ഞാൻ പണിയൊന്നും എടുക്കുന്നില്ല, ഇവർക്കറിയാം ഇവർ വേറെ പണിക്കൊന്നും പോകുന്നില്ല എന്ന് തന്നെ പറയുന്നത്. ചിലർ ഞാൻ പറയണുണ്ട്, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ എല്ലാ പൈസ ഉണ്ടാക്കുന്ന ഈ ഗെയിം കളിച്ചിട്ടാണ് ഒരു പെങ്കൊച്ചിരുന്ന് പറയുന്ന. ഇതൊക്കെ കാണുന്ന ഇപ്പം നമ്മളൊരു ഏജ് ഗ്രൂപ്പ് ഒരു കുറച്ചുകൂടെ ഉള്ളതുകൊണ്ടൊക്കെ ഈ ഒരു 10-16 വയസ്സ് 17 വയസ്സുള്ള കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർക്ക് ഇത് ഗെയിമാണോ, ഇത് ഗാംബ്ലിംഗ് ആണോ, ഇത് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ പറയേണ്ടത്. പക്ഷെ എന്നാലും എന്താണ് അരി ഏതാ ഇതേതാണെന്നൊന്നും അറിയാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അതേപോലത്തെ കുട്ടികൾ കാണുക. അപ്പോൾ ഇവര് വിചാരിക്കുന്നുണ്ടാ പിന്നെ എന്തിനാ ഈ സ്കൂളിൽ പോണത്. അന്നൊരുത്ത് മറ്റേ വിജയ മച്ചാനെ ഓർമ്മയില്ലേ, വിജയ മച്ചാൻ ജയിലിൽ പോയിട്ട് ഇറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടിരിക്കുക, ഞാൻ ഗെയിം കളിച്ച് ഐഫോൺ എടുത്ത്. ഇത് പിള്ളേർ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ ഇനി എന്തിനാ നമ്മൾ പഠിക്കണത്, ഈ ഗെയിം കളിച്ചിരുന്നാൽ പോരെ, 2 ദിവസം കൊണ്ട് ഈ ജയിലിൽ പോയി ഇയാള് ഐഫോൺ മേടിച്ചു കൊടുക്കണം, അച്ഛനൊരു ഐഫോൺ വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അച്ഛനെ മാല വാങ്ങിച്ചു. ഏതൊക്കെ ചെറിയ പിള്ളേര് വീട്ടുകാരുടെ ഫോൺ ഉപയോഗിച്ച് ഇതുപോലെ. അത് ഏറ്റവും കൂടുതൽ കേട്ടത് ചില ഗെയിം ഇങ്ങനെ ഫ്രീമിയം വാളോ ഇങ്ങനെ നമുക്ക് ഇൻ ഗെയിം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ചില ഗെയിം. ഫ്രീ ഫയറിൽ ഈ ഇടയ്ക്ക് 7 ലക്ഷം രൂപ ഒരു പയ്യൻ കൊണ്ട് കളഞ്ഞു. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രീ ഫയർ അത് PUBG പോലത്തെ സ്കിന്നൊക്കെ മേടിക്കാൻ 7 ലക്ഷം. ബ്രോടെ വേറെ അടുത്തറിയാവുന്നവർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ? ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇപ്പോൾ ഞാൻ കണ്ടിട്ട് കുറച്ച് കാലമായി. ഇല്ല, ഗാംബ്ലിങ്ങിന്റെ പുറകെ പോയി ആള് നാട് വിട്ട്. ആണോ? ഗാംബ്ലിങ്ങിന്റെ പുറകെന്ന് പോയി പറഞ്ഞാൽ പോയി പെട്ടു. ആളത് റിലീജിയസ്ലി പിന്നെ ഫുൾ പണിയൊക്കെ വിട്ടിട്ട് ഫുൾ ഇതിന്റെ പുറകെ പൈസ ഉണ്ടാക്കാൻ. അതായത് പോയത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണോ? അതെ അല്ല, ഇപ്പൊ നമ്മള് അതിന്റെ ഇടയിൽ കുറെ വേറെ എന്തൊക്കെയോ ഉടായ്പകളുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതിനെല്ലാം എന്താ പറയുക, ഇപ്പോൾ ആൾക്ക് വെക്കുന്ന ബെറ്റുകൾ, ഇപ്പോൾ സ്പോർട്സിൻ്റെ കാര്യത്തിൽ ടീമിനൊക്കെ വെക്കുന്ന ബെറ്റുകൾ ഉണ്ടായിരുന്നു 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ ബെറ്റുകളാണ്. 3 വെച്ചാൽ 10 കിട്ടുന്നതായിരിക്കും പറയാ, പോയി കഴിഞ്ഞാൽ പോകുന്ന 3 ഇതിന്റെ മെയിൻ പ്രശ്നം നമ്മൾ സ്റ്റോക്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് അതിന്റെ വാല്യൂ താഴെ പോയാൽ ആ സ്റ്റോക്ക് കയ്യിലുണ്ട്, ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉപകാരം വരാം. പോലെ ഈ പക്ഷേ ഇൻട്രാഡേ ചെയ്യണത് അങ്ങനെയല്ലാന്നുണ്ട്, അത് അന്നത്തെ ദിവസം തന്നെ സ്ക്വയർ ഓഫ് ചെയ്യും. അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലല്ല, ഞാൻ ചെയ്യണറിയാം. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് നീ പറഞ്ഞ പോലെ, എപ്പോഴെങ്കിലും ഇത് തിരിച്ചു കയറുന്നുള്ള പ്രതീക്ഷയിൽ. സ്റ്റോക്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അവിടെ ഉണ്ട്, ഒരു റിയൽ വാല്യൂ ഉള്ള ഒരു ഐറ്റം അവിടെ ഉണ്ട്. ഇപ്പൊ സ്റ്റോക്ക് ഈ ഒരു കമ്പനിയുടെ ഷെയർ അവരിത്തിരി കൂട്ടി കാണിച്ചിട്ടുണ്ടാവും, എന്നാലും നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ആ കമ്പനിയിൽ ഒരു സാധനം അതിലും മാനിപ്പുലേഷൻ ഉണ്ട്. പക്ഷെ അതിലും നമുക്ക് ഇതേപോലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് കമ്പനികളുടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം റെഗുലേറ്റർ ഉണ്ട്. അതായത് ഇതിലധികം കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. ഏത് ഷെയർ ഷെയറാണ് അത്. അവര് ഇതിനൊക്കെ വെറുതെ ഒരു പേര് കൊടുക്കുന്ന ഷെയർ എന്ന് പറയുന്നത്, അല്ലാണ്ട് അവർ കമ്പനിയെ ഉടായിപ്പ് അതിൽ ഷെയർ വേറെ. പേപ്പറിൽ ഒരു കൂപ്പൺ ഇങ്ങനെ ഒരു സാധനം അടിച്ച് ഇന്നത്തെ ഷെയർ ഷെയർ വിറ്റാലോ, എന്താ അവസ്ഥ? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സാധനം ഉണ്ട്, പോയി നോക്കാം. 1000 രൂപ മാർക്കറ്റ് ക്യാപ്പിന്. അല്ല, ഞാൻ പറയുന്നത് ബെറ്റിംഗ് സ്മാർട്ടായിട്ട്. ഇപ്പൊ റിൻഷാദ് ബെറ്റ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് സ്മാർട്ടായിട്ടാണ് ബെറ്റ് ചെയ്യുന്നത്. അതായത് ഇതേപോലെ കൂപ്പൺ നീ അങ്ങനത്തെ ഒരു വൈബ് കൊടുക്കല്ലേ, സ്മാർട്ടായിട്ട് ബെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഭാഗ്യമുള്ളവനാണ്. ഭാഗ്യമല്ല അവൻ വെച്ചാ ഈ അവൻ ലോ സ്കൂൾ ടോപ്പർ ഒക്കെയാണ്. ഇപ്പൊ അവൻ ജോലിക്ക് പോകുന്നില്ല. അവൻ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ Dream 11 IPL നടക്കുന്ന സമയത്ത് അവൻ Dream 11 കാശുണ്ടാക്കി ഒരു വർഷം 30-40 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് ബാക്കി സമയം ചില്ല് ചെയ്യും. ഇതുള്ള ഒരാൾ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ശരിക്കും. അയാൾ അവിടെ വീട്ടിൽ വെറുതെ ഇരിക്കണം കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ പറഞ്ഞ ഇതേപോലെ ബെറ്റിങ്ങില്
ഇത് ചെയ്യും. അല്ലാതെ പുള്ളി നമ്മളോട് ചെയ്യാനൊന്നും പറയുന്നില്ല. റെഫറൽ ലിങ്ക് തരില്ലേ? പുള്ളി ഇതേപോലെ, പക്ഷെ പുള്ളി ഇത് ഭയങ്കരമായിട്ട് ആ സമയത്ത് പുള്ളി ഇതേപോലെ ഇരുന്ന് കുറെ സാധനം ചെയ്തിട്ടൊക്കെയാണ്. അതായത് പുള്ളി ഇത് മൊത്തം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്, ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം മൂഞ്ചി. നമ്മൾ കേൾക്കുന്ന അവരുടെ സക്സസ് സ്റ്റോറീസ് നമ്മൾ കളഞ്ഞു നമ്മൾ കേൾക്കില്ല. ഇപ്പൊ ഈ പറഞ്ഞ കാര്യമില്ലേ, ഇതേപോലെയായിരുന്നു എൻ്റെ മറ്റേ ഫ്രണ്ട്. ഇരുന്നപ്പോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ ഇഷ്ടം പോലെ വരിയതായിരുന്നു. അത് കഴിഞ്ഞ് താഴത്തേക്ക് വീണ് തുടങ്ങുമ്പോഴത്തേക്ക് വീഴുകയാണെങ്കിൽ വീഴുമ്പോ പിന്നെ ഒന്നുമില്ല. വീണ് തുടങ്ങുമ്പോൾ നമുക്കൊരു ഒരു പോയിന്റിൽ നിന്ന് ഇതിന്റെ താളം കയ്യിൽ നിന്ന് പോകും. അതായത് ഇനി അത് പിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം വെച്ചിരുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. ഇത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര കിട്ടണം, ഇത്ര ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ അതിന്റെ ഇത് കൂടും. ഇത് പോയത് പിടിക്കണമെങ്കിൽ ഇത്രയും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ അത് അഡിക്ഷൻ ആവും. ഞാൻ അഡിക്ഷനായ ആൾക്കാരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡാർക്കാ. ഡെലൂഷൻ അല്ല ബ്രോ. അതായത് നമുക്കിപ്പോൾ ഒരു ഡ്രഗ് അഡിക്ഷൻ ഒക്കെ എങ്ങനെയാണ്, ഒരു അല്ലെങ്കിൽ ഒരു സിഗരറ്റിന്റെ അഡിക്ഷൻ അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ അഡിക്ഷൻ, കൈവറക്കാതിരിക്കുക, അങ്ങനത്തെ സാധനങ്ങൾ ഒരാൾക്കാർ പറയുന്നുണ്ട്. അതും ചെറിയ ചെറിയ ഫിസിക്കലായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് 2-3 പേരുടെ സംസാരിച്ചു, അവർക്ക് ഇതേപോലെ പൈസ അക്കൗണ്ടിൽ വെക്കാൻ പേടിയാണ്. എടുത്തിട്ടാലോ ആള് തന്നെ എടുത്ത് കളിച്ചു പോകുന്നില്ല. ഒരു സിസ്റ്റം ഉണ്ട്, നമുക്ക് പോയി ലിസ്റ്റ് ചെയ്യാം. ഒരു ലിസ്റ്റിൽ നമുക്ക് നമ്മുടെ പേര് ചേർത്താ കസിനോസ് എന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ ബാൻ ചെയ്യിപ്പിക്കാം. അതൊക്കെ ഇതിന്റെ ഒരു അഡിക്ഷനും ഗാംബ്ലിംഗ് അഡിക്ഷനിലേക്ക് ഭാഗത്തുള്ള ചിലയിടത്തൊരു സൈക്കോളജിക്കൽ ഒരു ഡിസീസ് ആയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ അഡിക്ഷൻ, ഇതിന്റെ ഒരു അഡിക്ഷൻ ഞങ്ങൾ സംസാരിച്ചിടത്തോളം ഇതിൽ പെട്ട് വരുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആക്ച്വലി ഒരു ലെവലിൽ ഒരു പാറ്റേൺ ഉണ്ടല്ലേ. നമുക്ക് ഒരു കുറച്ചുകൂടെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ശരിക്കും എക്സ്പ്ലോയിറ്റഡ് ആവുന്നതല്ലേ. ഇപ്പൊ ഡ്രീം ലെവനും കൂടുതൽ അങ്ങനെയും പറയാൻ പറ്റും തോന്നുന്നില്ല ബ്രോ. ഇപ്പോൾ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇതിൽ പെട്ടുപോകുന്ന കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചെറിയ കുട്ടികൾ, അതായത് ഒരു 10-17 വയസ്സ്, ഞാനിതേപോലെ വേറൊരാളത്ത് സംസാരിച്ചു, 17 വയസ്സിൽ ഇതേപോലെ കളിക്കാൻ തുടങ്ങി. പലതരം ഗാംബ്ലിംഗ് ആപ്പുകളിൽ പൈസ ഇട്ട് ഒരു 3 വർഷം എന്തോ കഴിഞ്ഞിട്ട്, അത് ഇപ്പോൾ ഒരു 21 വയസ്സോ എന്തോ ആയി. ഇപ്പോൾ ആൾക്ക് 10 ലക്ഷത്തിനടുത്തുള്ള കടമുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു പ്രായത്തിൽ 10 ലക്ഷം ആളും വിചാരിക്കുന്നത് എന്തായിരിക്കുന്നത്, ഒരു ദിവസം അവന്റെ മാറും, അന്ന് ഇവ 10 ലക്ഷം തീർക്കുന്നു വിചാരിച്ചിട്ടാണ് പിന്നെ മുന്നോട്ടുള്ള ജീവിതം. ഇയാൾക്കും ഇപ്പോഴും ഇതേപോലെ ഗെയിം പൈസയൊന്നും വെക്കാതെ, അതായത് കളിക്കാൻ വേണ്ടി അതിനുള്ള ഒരു അർജ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. കയ്യിൽ പൈസ സെൽഫ് അവെയർ ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ബ്രോ പറഞ്ഞില്ലേ, പൈസ വെക്കാൻ പേടിയുള്ള ആൾക്കാർ, അതായത് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ ഒരു സാധനം, അങ്ങനത്തെ ഒരു പാറ്റേൺ കാണുവാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതായത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഹെൽപ്പ് വേണം. നമ്മളെ കൊണ്ട് പറ്റില്ല. അതായത് ഫുൾ തെറാപ്പി അങ്ങനത്തെ കുറച്ചുകൂടെ ഇതൊരു ഭയങ്കര സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത്. ഒരു ഡ്രഗിന്റെ ഇഷ്യൂവിൽ ആൾക്കാർ പറയുന്ന ഒരു കറക്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഡ്രഗ് കൂടുന്നത് ഡ്രഗ് അല്ല പ്രശ്നം, അണ്ടർലൈങ് ഒരു സൊസൈറ്റിക്ക് ചില പ്രശ്നങ്ങളുടെ ഒരു സിംറ്റമാണ് ശരിക്കും ഡ്രഗ് യൂസ് കൂടുന്നത്. ഇതേപോലെ ഫിനാൻഷ്യൽ ഗാംബ്ലിംഗ് സ്കീംസിലോട്ട് ആൾക്കാർ പെട്ടുപോകുന്നത്. അത് ബ്രോയിന്റെ അനാലിസിസ് ശരിക്കും പറഞ്ഞാൽ എന്താണ്? അത് ഒരു വിധത്തിൽ ശരി തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ഇതേപോലത്തെ ആപ്പുകളിൽ മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ലക്ഷറി കാണിച്ച്, അല്ലെങ്കിൽ ഒരു പൈസയാണ് വേണ്ടത്. അതെ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടത് പൈസയാണല്ലോ. പണിയെടുക്കരുത്. പിന്നെ എത്ര കിട്ടിയാലും പിന്നെയും വേണമെന്ന് പറയുന്ന സാധനം ഒരു ഒറ്റ കാര്യമുള്ളൂ, പൈസ. ഫുഡ് നമ്മൾ അത്ര കിട്ടിയാലും വയറ് നിറയുന്നവരെ കഴിക്കുള്ളൂ. പക്ഷെ പൈസ അങ്ങനെയല്ലല്ലോ. അത് തന്നെ ആ ഒരു ഗ്രീഡിനെയാണ് ഇവരെല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഗ്രീഡിനെക്കാളും എനിക്ക് തോന്നുന്നു പൈസ ഉണ്ടെങ്കിൽ വാല്യൂ ഉള്ളൂ. പൈസയുടെ ഉള്ള ഗ്രീഡ്, ഈ ഗ്രീഡൊക്കെ എങ്ങനെയാ വരുന്നത്? ഇല്ല, ഒരു ലൈഫ് സ്റ്റൈൽ സെല് ചെയ്യുന്നുണ്ട്. അതായത് ലക്ഷറിയസ് ലൈഫ് സ്റ്റൈൽ അല്ലേ സെല് ചെയ്യണത്. അതായത് പൈസ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നത് സത്യമാണ്. പക്ഷെ എല്ലാം പരിഹരിക്കില്ല എന്നുള്ളൊരു സാധനമില്ല. അതായത് എനിക്ക് കുറെ പ്രശ്നങ്ങൾ, കുറെ കാശ് കയ്യിലുള്ളപ്പോഴാണ് നിനക്ക് ആ പ്രശ്നം വരുന്നത്. ഇല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ പൈസയാണ് എല്ലാം, പൈസയാണ് അൾട്ടിമേറ്റ്ലി. അതാണ് ഇവർ ചൂഷണം. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഏജ് ഓൾഡ് ഒരു സെയിൽസ് പാറ്റേൺ, ഒരു സെയിൽസ് പാറ്റേൺ പണ്ട് തൊട്ടേ ഉള്ളതാണല്ലോ. പണ്ട് തൊട്ടേ എനിക്ക് തോന്നുന്നു
ഗാംബ്ലിംഗ് ഒക്കെ അല്ല പണ്ട് തൊട്ടേ ഉണ്ട്. നമ്മളവിടെ ഒരു പൂരപ്പറമ്പ് വന്നു കഴിഞ്ഞാൽ അതെ കുത്തുണ്ട്. ഇപ്പൊ ആ സാധനം നമ്മുടെ ആൾക്കാരുടെ കയ്യിലെത്തി. മൊബൈലിൽ എല്ലാവർക്കും പൂരം വരണം. പണ്ടും ഇതേപോലെ ഇപ്പൊ ഇതേപോലെ ചൂതാട്ടത്തിന്റെ അടുത്തേക്ക് പിള്ളേരൊക്കെ വന്നിക്കുകയാണെങ്കിൽ ആൾക്കാർ ആരെങ്കിലും ഓടിച്ചു വിടും, കാരണം പിള്ളേരൊന്നും പോയി ഇടപെടണമെന്ന്. പക്ഷെ ഇപ്പൊ അതിന് അങ്ങനെ ഒരു സാധനം ചെയ്യാനില്ല, കാരണം ഇത് പിള്ളേരുടെ കയ്യിൽ ഫോണല്ലേ ഇരിക്കുന്നത്. ഫോണിൽ ആരേതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ നന്മമരം ചമയുന്ന കുറെ ആൾക്കാർ കളിച്ചവനെ ക്ലാസ് കിട്ടും. റിസ്ക് ഉണ്ട്, ചെറിയ റിസ്ക് ഉണ്ട്. ചിലപ്പോ നിന്റെ അച്ഛൻ നാളെ കടത്തന്നേലിരിക്കും, ചിലപ്പോ. പക്ഷേ ജയിച്ച കൊള്ളാം. ഇല്ല, ലോട്ടറി എല്ലാം ഈ ഒരു സാധനം. പക്ഷേ അങ്ങനെയല്ല ബ്രോ. ഇപ്പൊ ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മള് ഭാഗ്യ പരീക്ഷണം എന്നുള്ള പേര് തന്നെയാണ് വെക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ഗാംബ്ലിംഗ് ആണെങ്കിലും ഈ ഡ്രീം 11 ആണെങ്കിലും അല്ലെങ്കിൽ ഈ സുപ്പി എന്ന് പറഞ്ഞ സാധനമാണെങ്കിലും, സുപ്പിയുടെ ഒരു ഇതിൽ മറ്റേ നടൻ പുതിയ മറ്റേ ആള് പറഞ്ഞത്, ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട് 70,000 രൂപ ഉണ്ടാക്കൂ, ഗെയിം കളിച്ച് 70,000 രൂപ ഉണ്ടാക്കൂ. അത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ്. പിന്നെ മാത്യൂസ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സുപ്പി ഇപ്പോഴും ഇല്ലേ? ഇപ്പോഴുണ്ട്. അത് ലീഗലായിട്ട് നടക്കുന്നത് തന്നെയാണ്. അതും ഈ ഗെയിം ഓഫ് സ്കിൽ എന്നുള്ള കാര്യത്തിലാണ്. അത് നമ്മളിപ്പോ സുപ്പിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 4 പേര് ഇരുന്ന് ലുഡോ കളിക്കുക, അത് നടത്തുന്നു എന്നുള്ള 350 കിട്ടും. ബാക്കി 50 ഇതിന് പോകും, പിന്നെ കുറച്ച് ടാക്സും പോകും. അപ്പോൾ അങ്ങനെയാണ് ഇതിന് നടക്കുന്നത്. ഇതിലും ബോർഡ്സ് ഉണ്ടോ, അതിലെന്തുണ്ട് നടക്കും, ഗെയിം എപ്പോൾ നടക്കും, ഗെയിം എപ്പോൾ നമ്മളെപ്പോൾ കിക്കാവും, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതൊന്നും ഒരു ട്രാൻസ്പെറൻസിയോ ഒരു സാധനവും ഇല്ലാത്ത ഓരോരോ കാര്യങ്ങളല്ലേ. എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ഹൗസ് അല്ലെങ്കിൽ നടത്തുന്ന ആൾക്കാർ ജയിക്കാൻ ഹൗസ് ഓൾവേസ് വിൻസ്. അതാണല്ലോ കാസിനോടെ. ഇപ്പോൾ കാസിനോടെ ഇത് പിന്നെ ഒരു ബിസിനസ് മോഡൽ തന്നെ ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ കാസിനോടെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവരുടെയൊക്കെ ബിസിനസ് മോഡൽ കാസിനോയിൽ അപ്പോൾ ആൾക്കാർ അഡിക്റ്റ് ആയിട്ട് അവരവരുടെ ജീവിത സമ്പാദ്യം കയ്യിലുള്ള പൈസ മൊത്തം കൊടുക്കുക, ആൾക്കാരെ പിടിച്ച് അഡിക്റ്റ് ആക്കുക എന്നുള്ളതാണല്ലോ ബേസിക് ഒരു കാസിനോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പോക്കർ ആണെങ്കിലും റമ്മി ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ബിസിനസ് മോഡൽ. അത് തന്നെയാണ് ഈ പറയുന്ന ഡ്രീം 11 ആണെങ്കിലും ഈ ഒരു സുപ്പി വിൻസോ അങ്ങനത്തെ ആപ്പുകളാണെങ്കിലും ഇല്ലീഗലായിട്ട് നടക്കുന്ന ആപ്പുകളാണെങ്കിലും എല്ലാത്തിനും നടക്കുന്നത് ബേസിക് അവരുടെ സൈക്കോളജി തന്നെ അങ്ങനെ ആൾക്കാരെ പിടിച്ച് അഡിക്റ്റ് ആക്കുക. നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ഒരു വേരിയബിൾ റിവാർഡ് നമുക്ക് റിവാർഡിന്റെ കാട്ടി കൂടുതൽ നമുക്ക് ഹോർമോൺസ് റിലീസ് ആവുന്ന റിവാർഡിന്റെ ആന്റിസിപ്പേഷൻ. അപ്പൊ എപ്പോഴും വേരിയബിൾ റിവാർഡ് ആവുമ്പോൾ അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിങ്ങനെ താരോട്ട് അടിച്ചിട്ട് തിരിച്ചടിക്കുന്നത് ആക്ച്വലി ഒരു സ്ലോട്ട് മെഷീന്റെ മോഡലാണ്. കാരണം നമുക്ക് എപ്പോഴും വേരിയബിൾ റിവാർഡ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഡിക്ഷൻ വരും, കാരണം നമുക്ക് ആന്റിസിപ്പേഷനിലാണ് അവര് പ്ലേ ചെയ്യുന്നത്. ഡോപ്പമിൻ ഹിറ്റ്സ് ആണ്. നമ്മുടെ ഡോപ്പമിൻ ഹിറ്റ് കൂടും ഇത് വേരിയബിൾ ആവുമ്പോൾ. പിന്നെ പൈസയും ഇൻവോൾവ് ആയതുകൊണ്ട് റിവാർഡ്, കാരണം നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞല്ലോ ഇതിൽ ജസ്റ്റ് ചെറിയൊരു റിവാർഡല്ലേ ഉള്ളൂ. പുതിയ എന്തോ ഒരു കണ്ടന്റ് വരുന്നു, അല്ലെങ്കിൽ പുതിയ നമുക്ക് ചിരിക്കാനുള്ള എന്തെങ്കിലും വരുന്നു, അല്ലെങ്കിൽ ഓക്കെ. ഈ ലോട്ടറിക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ലോട്ടറിക്ക് എടുത്തു കഴിഞ്ഞാലേ, അതായത് നമ്മള് പേപ്പറിൽ നോക്കുന്നവരെ ഞാൻ സത്യം പറയാം, അത് രസമുള്ള ഒരു ഇതാ. ലോട്ടറി എടുത്തിട്ട് റിസൾട്ട് വരണ വരെ പറഞ്ഞാൽ ഈ 3 ദിവസം നമ്മൾ ഈ ഫസ്റ്റ് പ്രൈസിൽ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കും. അവസാനം വന്ന് ഫസ്റ്റ് ഡേ നമ്മൾ ചിന്തിക്കും 10 കോടി ഇട്ട് കഴിഞ്ഞാൽ എന്തോരം കാശാലേ. അത് കഴിഞ്ഞ് 3-ാം ദിവസം 10 കോടി തികയൂല അല്ലേ, ആവശ്യങ്ങൾ കുറച്ചുണ്ട്. അതും കഴിഞ്ഞ് പക്ഷെ ഈ റിസൾട്ട് വരണ വരെയുള്ളൊരു ഇതുണ്ടല്ലോ, ഭയങ്കര അടിപൊളി ബേസ്. അതാണ് അതിന്റെ ഈ പറഞ്ഞ പോലെ ലോട്ടറിയിലത്തെ നാളേക്കുള്ളൊരു പ്രതീക്ഷ പോലെയാണ് ഈ പല. അതിലും ഇതേപോലെ ആൾക്കാർ വെറുതെ എടുത്തോണ്ടിരിക്കുന്ന. എനിക്കറിയണ ഇതുപോലെ ഒരാളുണ്ട്, ആള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ പൈസ കിട്ടി കഴിഞ്ഞാൽ ആള് ചെയ്യണത് ലോട്ടറി എടുക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചാലേ ആൾക്ക് ഇത് തീർക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കടം ഇത്രയും കാലം ലോട്ടറി എടുത്തതിന്റെ അതൊരു അഡിക്ഷൻ തന്നെ പലർക്കും ഉണ്ടല്ലോ. നമ്മൾ പണ്ടുണ്ടായിരുന്നല്ലോ ഈ പറഞ്ഞ പോലെ. എൻ്റെ കൂട്ടുകാരൻ ഉണ്ട്, അവൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇടയ്ക്ക് കള്ള് ഷാപ്പിലൊക്കെ പോകുമ്പോൾ നമ്മളന്ന് കോളേജ് ടൈമില്ല, നമുക്കൊന്നും അങ്ങനെ ലോട്ടറിനെ പറ്റി അറിയില്ല. ഇവൻ വലിയ ആൾക്കാരൊക്കെ ചെല്ലണ പോലെ ചേട്ടാ ഏതൊക്കെ നമ്പറുള്ള 36-47 അത് പോയില്ലേ, അത് മറ്റേ 27
അപ്പൊ ഞാൻ ഇതെന്താ ഇവന് ഈ നമ്പറൊക്കെ അറിയൂ. ഗെയിം ഓഫ് സ്കിൽ ഗെയിം ഓഫ് സ്കില്ലാണ് അവന്റെ ലോട്ടറി. അപ്പൊ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് പറയാം, അവസാനം ഇവ ഇരുന്ന് ലോട്ടറി എടുത്ത് ഇവന്റെ വീട്ടില് ചാക്ക് കണക്കിന് ലോട്ടറി ഇവൻ അതിലിട്ട് കത്തിക്കുന്നൊക്കെ ഞങ്ങൾ പറയും. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു 5000 രൂപ അടിക്കും. പിന്നെ ആ സാധനത്തിന്റെ ഒരു ഇവനെ നീ അത്രയും നാള് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി ഈ ഒരു 5000 അടിക്കുമ്പോ പിന്നെ ഞാനായിട്ട് തിരിയും എടുത്താലോ ഇവൻ 5000 അടിച്ചില്ലേ. എനിക്ക് അല്ല ഇപ്പൊ നമ്മള് വെറുതെ പറഞ്ഞു കഴിഞ്ഞാലും നീ പോടാ ഞാൻ അടിച്ചു കാണിച്ചിരുന്നു. അതല്ലേ അതാണ് പ്രശ്നം. ഇതും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതുപോലെ തന്നെ ഇതും കള്ളുകൂടി റിലേറ്റഡാ. കോളേജിന്റെ ഭാഗത്തേക്ക് പോകുമ്പോ അങ്ങനെ കുറച്ച് പ്രശ്നം. ഒരു കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകുമ്പോഴുള്ള ചെറിയ തോതിലുള്ള മദ്യപാനങ്ങൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വേറെ അങ്കമാലി ഭാഗത്തല്ലോ കളമശ്ശേരി ഭാഗം കണ്ടാന്നുണ്ട്. വീണ്ടും ഈ കൂട്ടത്തിൽ കള്ളുടിക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന വണ്ടി എടുത്തിട്ട് പറഞ്ഞു ഓർത്തും കൂടി അടിക്കാം എന്നുള്ള ലെവലിൽ പറഞ്ഞു. അപ്പൊ കൂടെയുള്ള എത്തുണ്ട് അവൻ തെറിയുണ്ട്. ഇവന്റെ കൂടെ കയറി ചെയ്ത പ്രശ്നം നേരത്തിന് വീട്ടിൽ കയറി നടക്കൂല, ഈ പരിപാടികളൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറാൻ പോണ സമയത്ത് ഇപ്പൊ ഇതിന്റെ മുറ്റത്തുനിന്ന് ഒരു ലോട്ടറി എടുത്തവൻ. എന്നിട്ട് ചേച്ചിമാര് അല്ല അവിടെ കൊട കുത്തിയിട്ടിരിക്കുന്ന ടീമിന്റെ ഇവൻ വെറുതെ ഒരു ലോട്ടറി എടുത്തു. അത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവന്റെ ഫുൾ തെറി കേൾക്കുന്നുണ്ട്. ഈ പ്ലാൻ മോശം പ്ലാനായിരുന്നു, ഇങ്ങനെ ചെയ്ത് ഇവന്റെ കൂടെ ഇറങ്ങി അങ്ങനെയാണ് അങ്ങനെ പിറ്റേ ദിവസം തെറ്റിക്ക് 5000 രൂപ അടിച്ച് എടുത്ത ലോട്ടറിക്ക്. അപ്പൊ ഞങ്ങള് ഓഹോ നമ്മളെ തെറിയും പറഞ്ഞു ലോട്ടറി അടിച്ചു. പിന്നെ ചെലവ് താടാന്ന് പറയാനും പറ്റില്ല. അവന് പിന്നെ കണ്ടിട്ടില്ല. 5000 കൊണ്ട് ബോംബേക്ക് പോയില്ല. ഇല്ല അതൊക്കെ കോളേജൊക്കെ കഴിഞ്ഞ സമയത്തുള്ള ഒരു കഥകളാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ കോളേജിൽ പഠിക്കുന്ന ഒരുത്തിന്റെ കയ്യില് നമ്മുടെ ആ സമയത്ത് 5000 രൂപ ഒരുത്തിന്റെ കയ്യിൽ കിട്ടാന്ന് പറയുന്നത് നമ്മൾ 500 രൂപ 400 രൂപയിൽ കാര്യങ്ങൾ നടത്തുന്ന സമയത്താണ്. അപ്പൊ ഈ ഒരു പ്രൈസ് കിട്ടുന്ന സംഭവം എന്ന് പറയുമ്പോ അല്ല ഇപ്പം ഈ ഗെയിമിങ്ങും സ്ട്രീമേഴ്സിനെയൊക്കെ വരി സ്പോൺസർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന ഇതേപോലെ സ്കൂൾ പിള്ളേർ തന്നെ അല്ലേ? അതെ അതെ. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് അധികം എല്ലാത്തിനും ഡ്രഗ്സിനും എല്ലാത്തിനും ടാർഗറ്റ് പിള്ളേർ തന്നെയാണ്. ഈസി ടാർഗറ്റ് അല്ല. എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്ന് മാത്രമല്ല, ഇതാണ് കൂൾ അല്ലെങ്കിൽ ഇതിനൊരു അത് ഫോളോ ചെയ്യും പിള്ളേർ. ക്വസ്റ്റ്യൻ ചെയ്യില്ലല്ലോ, അധികം ക്വസ്റ്റ്യൻ ചെയ്യില്ല. സൊസൈറ്റിയില് ഈ ഒരു നോർമൽ സാധനം സ്പ്രെഡ് ആയിട്ടുണ്ട്. കാശുള്ളതാണ് സക്സസ് എന്നുള്ള ഒരു സാധനം. അങ്ങനെയാണോ? കാശ് മണി ഈസ് ഓൾവേസ് അൾട്ടിമേറ്റ്. അല്ലെങ്കിൽ ജനറേഷണൽ വെൽത്ത് വേണം, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഈ പറഞ്ഞ പോലെ ഫോളോ പാഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റും. അല്ലാത്ത പക്ഷെ അത് കണ്ട് എനിക്കും മിനിമം കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. ഇത് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും കാശ് കിട്ടുമ്പോഴാണ് മണി കാൻ ബൈ ഹാപ്പിനെസ് എന്നൊക്കെ പറയാം. നമുക്കൊരു പറഞ്ഞ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. ആശുപത്രി കിടന്നാൽ നടക്കാനുള്ള ചെലവിനുള്ള ബാക്കപ്പ്, ഇത് മാസം നമ്മൾ ഒരു 6 മാസം പണിയില്ലെങ്കിലും ജീവിക്കാനുള്ള കാശ്, ഇത്രയും ഫണ്ട് കൈ വന്നിട്ട് ഇതിന്റെ മുകളിൽ വരുന്ന കാശില് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റൂല. ഇതൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ പണ്ടൊരു ന്യൂസ് വായിച്ചിട്ടുള്ളതാണ്. ഒരു കള്ള സ്വാമിനിയുണ്ട്. ഒരു സമയത്ത് ഇങ്ങനെ കുറെ സ്വാമിനിമാരെയും പൊക്കണയൊക്കെ ഒരു ടൈം ഓർമ്മയുണ്ട? ഒരു തോക്ക് സ്വാമീനൊക്കെ പൊക്കിയ ഒരു ടൈമില് ഒരു സ്വാമി ഒരു സ്ത്രീനെ പൊക്കി. അവരിതേപോലെ ഒരു കള്ള സ്വാമിനിയാണ്. അവരേതോ ഒരു കാശുകാരനെ കൺവിൻസ് ചെയ്യിപ്പിച്ച്, അതായത് നിങ്ങളുടെ വീട്ടിന്റെ അടിയിൽ നിധിയുണ്ട്, അങ്ങനെ ഇയാളുടെ വലിയ 3 നില വീടൊക്കെ അടിച്ച് തകർത്ത് അവര് താരെ ഇരുന്ന് കുഴിച്ചോണ്ടിരിക്കുകയാണ്. അവസാനം ഇയാൾക്ക് മനസ്സിലായി ഇവര് പറ്റിക്കുകയാണെന്നുള്ളത്. അങ്ങനെ ഇയാൾ പോയി കേസ് കൊടുത്താണ് ഇവരെ. അല്ല അത് എന്തിന്റെ കേസ്? ഗ്രൗണ്ടിൽ കേസ് എടുക്കും. ഒരാള് പറഞ്ഞു വീട് പൊളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോയി അവര് പിടിച്ച എന്നുവെച്ചാ ഇത് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഈ പണക്കാരനാണ് കേസ് കൊടുത്ത് ഇവരുടെ എതിരെ, അതായത് ഇങ്ങനെ പറഞ്ഞ് ഇവരെ പറ്റിച്ചെന്നുള്ള കാശ് മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ ശരിയാ കേസായി. പിന്നെ ഇതല്ല ഇത് എനിക്ക് കേട്ടിട്ട് എങ്ങനെ കേസാവുന്നു തോന്നുന്നുണ്ട്, മനസ്സിലായില്ല. പക്ഷെ ഇത് എളുപ്പമല്ലേ നമ്മുടെ നാട്ടിൽ ഇതിന്റെ പേരിൽ ഇതേപോലെ ഇതേപോലെ ഒരു സ്വാമി എന്തോ പറഞ്ഞിട്ട്, സ്വാമിയല്ല ഒരു ആസാമി ഒരു പറഞ്ഞിട്ടല്ലേ ഈ ഒരാളുടെ തലയൊക്കെ വെട്ടിപ്പൊട്ടിച്ച് മറ്റേ ഒരു സാധനം നടത്തി. ഇതേപോലെ ഈ സത്യം പറഞ്ഞ ഈ റിലീജിയന് സെല് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലോട്ടറി അല്ലേ? അതായത് ഈ ജീവിതം ജീവിതം മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പുറത്ത് കിടക്കുന്നത് മോനെ മദ്യവും അല്ലേ? അത് പല രീതിക്ക് പറയുന്നുണ്ടല്ലോ. കഴുത്തുനിന്ന് കയറ്റി പിടിച്ചത്
അല്ല എനിക്ക് ചില സമയത്ത് ഈ കാശുള്ളവരുടെ ചാരിറ്റി എന്ന് പറയുന്ന ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് പലപ്പോഴും തോന്നിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈഫൊക്കെ സെറ്റിലായി, അടിപൊളിയായിട്ട് ജീവിച്ചു, ഇനി മരിച്ച് അങ്ങോട്ട് ചെല്ലണം, അവിടുത്തെ ജീവിതം സെറ്റാക്കണം, അതിന് കുറച്ച് പുണ്യപ്രവൃത്തി ആവാം. അതിനേക്കാളും കാശ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് വേണ്ടതെന്നാണ് റെസ്പെക്ട് വേണം, പേര് വേണം. കാശിനേക്കാളും മുകളില റെസ്പെക്ട്. അത് കാശ് ഉണ്ടാക്കി കഴിയുമ്പോ അല്ലല്ല, നീ കാശില്ലാത്തവർക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, റെസ്പെക്ട് ആണ് ഏറ്റവും വലുതെന്ന് പറയും. കാശിന്റെ ബേസിലല്ല ആദ്യത്തെ സംഭവം റെസ്പെക്റ്റാ പറഞ്ഞത്. ചില ഇതുകളിൽ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും പൈസയുടെ വലിയ പൈസ ഉള്ള ഇതായിരിക്കില്ല, പക്ഷെ ഇവര് അവരുടെ കാസ്റ്റിന്റെ ഇത് വെച്ചിട്ട് വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കൂട്ടർ ചെരുപ്പിടുന്നവരായിരിക്കും, മറ്റൊരു ചെരുപ്പിടാൻ പാടില്ല എന്നുള്ളതായിരിക്കും പ്രശ്നം അവിടെ. അല്ല, ഇതില് റെസ്പെക്റ്റ് ആണ്, ഈ മുകളിലുള്ളവന് ഇവൻ റെസ്പെക്ട് ചെയ്യണം, അത് കാശിന്റെ ബേസിലല്ല. അതും ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇല്ലല്ലോ നമ്മുടെ നാട്ടില്. ഇല്ല, അല്ല, അവന് വേണ്ടത് റെസ്പെക്ട് ആണെന്ന് പറയാം, കാശല്ല അവിടെ. മാസ്ലോസ് ഹൈറാർക്കി അറിഞ്ഞൂടാ, അതായത് ആദ്യം വരുന്നത് ബേസിക് നീഡ്സ് ആണ്. കാശ് നിന്റെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ സെക്യൂരിറ്റിയാണ്. അതായത് നിനക്ക് ഇതേപോലെ ഹോസ്പിറ്റലിൽ വരുവാണെങ്കിൽ അങ്ങനെ അതാണ് കാശ് ഇങ്ങനെ നമ്മുടെ ആങ്സൈറ്റി ക്യൂർ ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാശ് കളക്ട് ചെയ്യും, നമുക്ക് അതൊരു സെറ്റിലായി കഴിഞ്ഞാൽ, ഇപ്പോൾ ജനറേഷണൽ വെൽത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നത് എസ്റ്റീമാണ്. അതായത് ആൾക്കാരുടെ ഫ്രണ്ടിൽ ഇനി ഒരു ഇപ്പോൾ കിടക്കട്ടെ ജോൺ ജോബ് മെമ്മോറിയൽ ലൈബ്രറി, കിടക്കട്ടെ ജോൺ ജോബ് മെമ്മോറിയൽ പ്രസ്. അതാണ് ഞാനും പറഞ്ഞ പോയിന്റ് അതാണ്. അതായത് നീ സെക്യൂർ ആയി കഴിയുമ്പോഴാണ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം വേണം എന്നുള്ള. അതല്ലെങ്കിൽ നീ അത്രയും കണ്ടീഷൻഡ് ആണ്, ഇത് നമ്മുടെ സാധനമാണ്, ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല, ആ ഒരു കണ്ടീഷൻ ചെറുപ്പത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഇത് ചെയ്യാം. അനീസിക്ക് പറ്റും അല്ല അങ്ങനെ. നമുക്കാണെങ്കിൽ എസ് അഭിജിത്ത് ബ്രോയിന്റെ ജേർണിനെ പറ്റി കേൾക്കാം. അതായത് ബ്രോ പണ്ട് കോളേജിൽ ഇങ്ങനെയായിരുന്നു, തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന നമ്മുടെ ലൂസിഫറിലെ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറാണോ? അത് ആൾക്കാർ പറഞ്ഞിങ്ങനെ ആക്കിയതാണ്, അല്ലാണ്ട് ഞാൻ അത് 1-2 കമന്റില് 2-3 പേര് പറഞ്ഞു, അത് പിന്നെ ആൾക്കാർ അങ്ങോട്ട് ഏറ്റെടുത്തു. ബ്രോയുടെ കോളേജ് ലൈഫും പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു? കോളേജ് ലൈഫൊക്കെ ഒരു സാധാരണ കോളേജിൽ, ഞാൻ ബിടെക് പഠിച്ചത് ഒരു സാധാരണ ഒരു പാലക്കാട്. എങ്ങനെ ഏതാ കോളേജ്? ഏതാ? അമ്മിണി കോളേജ് എന്ന് പറയും. ഇപ്പൊ കോളേജ് ഇല്ല. അല്ല, അപ്പോ പിന്നെ ഇതേപോലെ ബിടെക് ഒക്കെ പഠിച്ച് നമ്മള് ആ ഒരു സമയത്ത് തന്നെ ഞാൻ ബ്ലോഗിംഗ് ഒക്കെ ചെയ്യായിരുന്നു. ബ്ലോഗിംഗ് പണ്ടോട്ടെ കണ്ടന്റിന്റെ ബാക്കിൽ തന്നെ റിട്ടേൺ കണ്ടന്റ്. ഞാൻ ഇതേപോലെ കോളേജ് ഒരു സെക്കൻഡ് ഇയർ ആയപ്പോൾ തൊട്ട് ഈ സ്വന്തം ബ്ലോഗ് ഒക്കെ ഉണ്ടായിരുന്നു. 2-3 ടെക് ആയിരുന്നു. പിന്നെ കുറച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് എന്നുള്ള രീതിക്ക് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ എന്നാലും മെയിൻലി ടെക് തന്നെയാണ്. ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ ടെക്കിൽ തന്നെയാണ്, അതും ഇതേപോലെ ടെക് റിട്ടേൺ കണ്ടന്റ് തന്നെയാണ്. അപ്പോൾ പിന്നെ വീഡിയോ കണ്ടന്റ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ട്രാൻസിഷൻ ആണല്ലോ, പ്രിന്റ്, റിട്ടേൺ, ഡിജിറ്റൽ മീഡിയ, പിന്നെ വീഡിയോയിലോട്ട്. അതെ. പിന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ഫിഗർ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ? കാശ് ഓഫ് കോഴ്സ് ബ്രോ, എല്ലാവർക്കും കാശല്ലേ വേണം. കാശ് വേണ്ടെന്ന് പറയണം ഭൂലോക കള്ളന. നീ വേണ്ടെന്ന് പറയൂ. കാശ് വേണ്ടെന്ന് പറയണം ഭൂലോക കള്ളന. അതെ. അല്ല, ഇപ്പോൾ ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വീഡിയോ ഒരു സാധനം ചെയ്യുന്നത് ഒരുപാട് ഞാൻ യൂട്യൂബ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ്. ഇൻസ്റ്റാഗ്രാമിലെ റീൽസിനെക്കാട്ടിലും ഇപ്പോൾ നമ്മുടെ കേരള ബേസ്ഡ് യൂട്യൂബ് അല്ലെങ്കിൽ കൂടെ ഹിന്ദി യൂട്യൂബ്, തമിഴ് യൂട്യൂബ്, ഇംഗ്ലീഷ് യൂട്യൂബ് എന്നുള്ള രീതിക്കൊക്കെ ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട് ആ ഒരു കണ്ടന്റ് സൈഡിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു സാധനങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടുവന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് നമ്മൾ ഒരു സ്വന്തമായിട്ടൊരു സ്റ്റൈൽ ഇപ്പൊ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് അധികാരം ചെയ്യുന്ന സാധനമല്ലല്ലോ. അപ്പൊ അതും ഇതേപോലെ വേറെ എവിടെ നിന്നും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തതൊന്നും അല്ല. പക്ഷെ ഇതില് ഭയങ്കര റിസ്ക് ഇല്ലേ? വലിയൊരു ടീം ഇതിനെതിരല്ലേ പറയണേ? അതെ, ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ ഞാൻ കുറെ റീൽസ് കണ്ടാണ് ഈ സൈഡിൽ ചെറിയ ചക്രം കിടന്ന് കറങ്ങുന്നത്, അല്ലെങ്കിൽ വിൻ 365 എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ കാണുന്നുണ്ട്. പക്ഷെ ട്രോൾ എടുത്തു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അതെ, അപ്പൊ ഇവിടെ ഒന്നും
ആരും ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത്, അത് അഭിജിത്താണ്. അങ്ങനെയാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അടിപൊളി. അല്ല അതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഫിനാൻഷ്യൽ ക്രൈമുകൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നോർമൽ കുറച്ചുകൂടെ ഡാർക്കർ ക്രൈംസ്, സീരിയൽ കില്ലേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് നിർത്തി ആൾക്കാർക്കൊക്കെ പേടിയാവാൻ തുടങ്ങി. അതെ അതെ, അത്യാവശ്യം ഓടുന്നുണ്ടായിരുന്നല്ലോ. അത്യാവശ്യം ഓടുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പറയാം, കുറച്ചുകൂടെ ഒരു മെയിൻ സ്ട്രീം ഓഡിയൻസിന് ചിലർക്കൊന്നും അത് കണ്ട് ചിലതൊക്കെ എന്നുള്ളൊരു സാധനം തോന്നിയിട്ട് പിന്നെ അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന മൊത്തം ഒരു സ്കാമിലോട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഒരു വിസിബിലിറ്റി വന്നപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇതേപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് ചേഞ്ചിങ് അല്ലെങ്കിൽ കുറച്ച് അവയർനെസ് വരുത്താൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ. അല്ല ശരിയാ, നമ്മളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ വീഡിയോകൾ വരുമ്പോൾ. കാരണം ഞാൻ ഇതിന് കഴിഞ്ഞ കൊല്ലം പറയുമ്പോൾ ആൾക്കാർ ഫുൾ ഗാലറി നമുക്കെതിരായിരുന്നു. അമല ഷാജി പിന്നെ നിക് വ്ളോഗ്സ്. അപ്പോൾ ഈ നിക് വ്ളോഗ്സിന്റെ ഒക്കെ പറയുമ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നിക് വ്ളോഗ്സ് നമ്മുടെ നാട്ടിലെ നന്മമരം ആയിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് പറയുമ്പോഴായിരുന്നു, അല്ലെങ്കിൽ ആളുടെ ഒരു പേര് അല്ലെങ്കിൽ ആളുടെ ഒരു നെയിം യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഇതുണ്ടായിരുന്നു. കാരണം ആൾക്കാരെങ്ങനെ, പക്ഷേ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അത്രയും നമ്മൾ പ്രൂഫ് വെച്ചിട്ടാണ് പറയുന്നത്. ഇത് ഇല്ലീഗലായിട്ട് നടക്കുന്നതാണ്, ഇതിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇതിൽ ഇത്രയും വലിയ തട്ടിപ്പാണ് നടക്കുന്നത്, ഇവർ ഇത്രയും പൈസ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അപ്പോഴും ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ആൾക്കാർ ഒരു കമൻസ് അല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിക് വ്ളോഗ്സ് ചെയ്യുന്ന പോലെ ഇയാൾ ചെയ്യുന്ന പോലത്തെ നന്മകൾ അല്ലെങ്കിൽ ചാരിറ്റി നീ ചെയ്യുന്നുണ്ടോ, നീ ആർക്കെങ്കിലും വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ എന്നാ ചോദിക്കുക. കാരണം ഒരു ശരിയാണ്, ഒരു സൈഡിൽ നല്ല വലിയൊരു ചാരിറ്റി ചെയ്യുന്നുണ്ട്, പക്ഷെ മറ്റേ സൈഡിലൂടെ ആൾക്കാരെ അങ്ങോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുടെ ഈ നമ്മളൊരു കുറച്ചൊരു നമുക്കിപ്പോൾ ഒരു ഡിജിറ്റൽ ഒരു സ്പേസിൽ കുറച്ചൊരു ഫോളോവേഴ്സ് ഉള്ള ഒരു കുറച്ച് ആൾക്കാരെന്നാണ് നമ്മളൊക്കെ കുറച്ച് ഒരുവിധം ആൾക്കാർ മാത്രം കാണുന്നത്. പക്ഷേ ഈ പറയുന്ന ആളുടെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലത്തെ എല്ലാവരും കാണുന്ന അക്കൗണ്ടാണ്. അത്രയും വിസിബിലിറ്റി, അത്രയും റീച്ചും അല്ലെങ്കിൽ അത്രയും കുഞ്ഞു കുട്ടികൾ വരെ കാണുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിലാണ് പറയുന്നത് 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ ഇട്ടു 2 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റിൽ 17,000 രൂപ 18,000 രൂപ ആവും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിള്ളേരെന്ത് വിചാരിക്കും? എനിക്കൊന്ന് പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന കളി പോലെയൊക്കെ ഡിസൈൻ ചെയ്ത് കളർ. അതെ, ഇത് പറയുന്നത് മാത്രമല്ല, ഇവർ പറയുന്നതും അല്ലെങ്കിൽ ഗെയിം എന്നല്ല പറയുന്നത്, ഇതൊരു സിമ്പിൾ ഗെയിമാണ്. നമ്മളിപ്പോൾ കാണുമ്പോൾ ഇതെന്ത് ഗെയിം ഓർഡറാ, ബേസിക് റിയാക്ഷൻ ഇതെങ്ങനെ ഗെയിം ആവണം എന്നുള്ളൊരു സാധനമാണ് ഒരുവിധം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പലരും ഈ ഇതൊരു ഗെയിമാണെന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ഇവരൊക്കെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പറയുമ്പോൾ അത് വിശ്വസിച്ചു പോകും. ഹ്യൂമൻ സൈക്കോളജി ആരാധനയുള്ള ഒരു ഫിഗർ വന്നിട്ട് പറയുമ്പോൾ പിന്നെ അതും വെറുതെ വേണം പറയണേ. ഞാൻ ചിലർ പറയണ കളിച്ച് കാണിച്ചു കൊടുക്കില്ലേ, ഞാൻ കളിച്ച് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇവർക്ക് കളിക്കാനുള്ള ഫുൾ സപ്പോർട്ട് ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഇരുന്നിട്ട് എന്താ പറയുക, ഇതിനകത്ത് ബ്രോഡ്കാസ്റ്റ് അതെ ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, പിന്നെ ഈ വാട്സാപ്പ് ചാനൽ, വാട്സാപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകൾ. ആരെങ്കിലും ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്? അതായത് ചേട്ടാ അത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കണ്ടല്ലോ, അത് അതായത് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ എനിക്ക് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വീഡിയോ വന്നപ്പോഴാണ് എനിക്കൊന്ന് പ്രശ്നം മനസ്സിലായി. സത്യം പറഞ്ഞാൽ അവരുടെ ഭാഗത്തും അങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇതുവരെ ഒരാൾ അറിഞ്ഞിട്ടില്ലല്ലോ ഇതിന് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട്. അവര് നോക്കുന്നത് ഇവിടെ കള്ള് വെക്കുന്നുണ്ട്, സിഗരറ്റ് വെക്കുന്നുണ്ട്, ഇത് വെക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഈ സാധനം വെക്കുന്നുണ്ട്. ഇവര് ഇതുപോലെ നോക്കുന്നില്ല, ഇവര് നോക്കുമ്പോൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊമോഷൻ. ബ്രോ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പിരമിഡ് സ്കീം സെറ്റപ്പിലായതുകൊണ്ട് ഇപ്പോൾ ഇവർക്കൊക്കെ ഒരു നമ്മളൊരു ഞാൻ കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു സർക്കിളിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരാൾ ചേർന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആള് അടുത്ത അവർക്ക് പരിചയമുള്ള, നേരത്തെ നമ്മൾ മണി ചെയിനിൽ ആ സാധനം പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇവരെ ചേർത്ത് ഞാനിപ്പോൾ ഒരു ഇൻഫ്ലുവൻസറായിട്ട് ഈ വേറൊരു ഇൻഫ്ലുവൻസർ ഈ ബ്രോയിനെയും ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചേർക്കുന്ന ആൾക്കാരുടെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും, അതിൻ്റെ ഒരു ഭാഗം എനിക്കും കിട്ടും. അങ്ങനെയാണ് ഈ സ്കീം നടക്കുന്നത്. അതാണ് ഇങ്ങനെ ഒരു ഫുള്ളൊരു സ്പ്രെഡായിട്ട് ഇങ്ങനെ എവിടെ തിരിഞ്ഞാലും എന്നുള്ളൊരു സാധനം വന്നത്.
ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇതിന് ഇത്രയും റീച്ച് പെട്ടെന്ന് ഇങ്ങനെ അതെ അതെ അതെ. ഇതിപ്പോ അവര് നോക്കുമ്പോൾ ചെയ്യാത്ത ആരും ഇല്ല എന്നുള്ള പോലെ. അതെ, പ്രൊമോട്ട് ചെയ്യാത്തവരാരും ഇല്ല. അതും ഈ പറയുന്ന തെറ്റല്ല, എല്ലാരും ചെയ്യുന്ന ഒരു സാധനമാണെന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഇതിന് ലീഗലി അവരൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതായത് പ്രൊമോട്ട് ചെയ്യണതിന്. ചെയ്യാനൊക്കെ പറ്റും ബ്രോ, അത് നോക്കി അക്കൗണ്ടുകൾ പോയിട്ടുണ്ട് ബ്രോ. അക്കൗണ്ടുകൾ പോയതുകൊണ്ടൊന്നും ചില അക്കൗണ്ടുകൾ റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അക്കൗണ്ട് പോയതുകൊണ്ടൊന്നും ആവില്ല. കാരണം ഈ പറയുന്ന ഇവരൊക്കെ പൈസ വാങ്ങിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇത് നേരത്തെ പറഞ്ഞില്ല, കുറെ പേര് ക്രിപ്റ്റോയിൽ വാങ്ങിക്കുന്നുണ്ട്, ചിലര് മ്യൂൾ അക്കൗണ്ട് വെച്ചിട്ട് പേയ്മെന്റ് എടുക്കുന്നുണ്ട്. മണി ട്രെയിൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. മണി ട്രെയിൽ പോകാൻ, അതായത് ഈ പറയുന്ന ആപ്പുകൾ മ്യൂൾ അക്കൗണ്ട് അല്ലെങ്കിൽ റെന്റഡ് അക്കൗണ്ട്സ് ഇവർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ഒരു റിപ്പോർട്ടറിലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഈ മ്യൂൾ അക്കൗണ്ടുകൾക്കെതിരെ. എന്താ മ്യൂൾ അക്കൗണ്ട്? മ്യൂൾ അക്കൗണ്ട് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ അക്കൗണ്ടുകൾ റെന്റിന് കൊടുക്കാം. ഇത് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ന്യൂസിൽ വന്നിരുന്ന് പറയണ്ടായിരുന്നു. അതായത് 18 വയസ്സായ പിള്ളേരുടെ ബാങ്ക്, 18 വയസ്സിന് താഴെയുള്ള പിള്ളേരുടെ ആണെന്നുണ്ട്, ബാങ്ക് അക്കൗണ്ടുകൾ അവര് ATM കാർഡ് മേടിക്കും, പിള്ളേർക്ക് ഒരു അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ട്, എന്നിട്ട് അത് ഈ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനത്തിലാണ് പറഞ്ഞത്. അത് ഈ ഡ്രഗ്സിന് ഒരാളുടെ പേരിൽ അയാളുടെ ഇതൊക്കെ വെച്ച് ക്രെഡൻഷ്യലൊക്കെ വെച്ച് നീ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ ബാക്കി രജിസ്റ്റർ ചെയ്യുന്ന ഫോൺ നമ്പർ നിന്റെ കയ്യിലാണ്, ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ സാധനം. അതായത് അക്കൗണ്ട് നമ്മളിങ്ങനെ ഞാൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്. ഇതിൽ നമ്മൾ അക്കൗണ്ടുകൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ പല ഗ്രൂപ്പുകളുണ്ട്. റെന്റ്, ബാങ്ക് അക്കൗണ്ട് റെന്റ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഒരു 10-20 ഗ്രൂപ്പുകൾ വരും. അതിലൊക്കെ കയറിയിട്ട് അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇതേപോലെ 6 മാസം പ്രായമുള്ള അല്ലെങ്കിൽ 6 മാസം മുതലുള്ള. അല്ല ബ്രോ, ഇത് റെന്റിന് അക്കൗണ്ട് കൊടുക്കുക. പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മാസത്തിൽ ഈ പറയുന്ന അക്കൗണ്ടുകളിലൊക്കെ ട്രാൻസാക്ഷൻസ് വരുന്ന കണ്ടു കഴിഞ്ഞാൽ 8 കോടി 10 കോടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ IT ഫയൽ ചെയ്യേണ്ടി വരും. അവർ ഫയൽ ചെയ്യും കൊടുക്കുമായിരിക്കും. ആര് ഫയൽ ചെയ്യണം ബ്രോ? അവരൊക്കെ ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞ് ഈ അക്കൗണ്ട് പിന്നെ ആർക്കും വേണ്ടല്ലോ. ഒരു മാസം അവർ 30,000 രൂപ തരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര പോലെ വെറുതെ ഇരിക്കുന്ന ഒരു അക്കൗണ്ടിൽ 10 കോടിയുടെ അല്ലെങ്കിൽ 20 കോടിയുടെ ഒക്കെ ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും അന്വേഷണം വരും, വീട്ടിൽ വരും. അന്വേഷണം വരുമല്ല, നേരെ വീട്ടിൽ വന്ന് എന്താണ് സാധനം എന്നുള്ളത് IT ഉദ്യോഗസ്ഥർ ചോദിക്കുക, അല്ലെങ്കിൽ കേസാവും ഇഷ്ടമായി. ഞാൻ റീസെന്റ് ആയിട്ട് ഈ സാധനം കണ്ട, അതൊരു ന്യൂസിൽ ഒരു പയ്യൻ ഈ ഡ്രഗ്സ് റിലേറ്റഡ് ഇതിന് മറ്റേ ജൻസികളെ പറഞ്ഞ ഒരു ഇത് വന്നില്ല, അപ്പോൾ ടോക്ക് ഷോയിൽ ഒരു പയ്യൻ വന്നിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്ന് ഈ കേസുകൾ കോഴിക്കോട് ഇത്ര നടന്നു, ഇതിനെ പറ്റി ഇപ്പോഴും ഈ പറഞ്ഞ ഫണ്ടുകളെല്ലാം ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇങ്ങനത്തെ അക്കൗണ്ടുകളിലൂടെ, ഈ പിള്ളേരുടെ അക്കൗണ്ട്, ഇപ്പോഴും അതിനെ പറ്റി ഒരു അന്വേഷണ സംഭവം. ഇത് ഈ പറഞ്ഞ പോലെ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടും ഇതേപോലെ ഫിനാൻഷ്യൽ സ്കാം, ഈ നാട്ടിൽ മറ്റേ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇതേപോലെ ഇഷ്ടം. ബ്രോനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? എന്നെ വിളിച്ചിട്ടുണ്ട്. മറ്റേ ഒരാള് മറ്റേ പോലീസ് യൂണിഫോം ഒക്കെ ഇട്ടിട്ടിരിക്കുന്ന. ഇല്ല ബ്രോ, അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ഐസൊലേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആരടുത്തും സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരടുത്തും മിണ്ടരുത്, ആരെയും വിളിക്കരുത്, ഈ കോള് കട്ട് ചെയ്യരുതെന്ന് പറയും. ഇങ്ങനെ വിളിച്ച് നിങ്ങൾ എപ്പോഴും ഫുൾ ടൈം വിസിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഒരാൾ മറ്റേ കുറച്ച് നേരം ഒരു പോലീസ് ഉണ്ടാവും, നമ്മുടെ അടുത്ത ഓഫീസറിന് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് വരും. അല്ല, എന്നിട്ട് അവസാനം അവരെന്താ ചോദിക്കുക? അവസാനം പൈസ തന്നെ. എങ്ങനെ പൈസ ബ്രോ? അതായത് നമ്മൾ ഇതിൽ ആദ്യം വരുന്ന ഇതേപോലത്തെ സാധനങ്ങളിൽ നമ്മുടെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറയും. നിങ്ങളുടെ പേരിലൊരു പാഴ്സൽ ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോങ്കോങ്ങിന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പം നമ്മുടെ അടുത്തൊക്കെ ദുബായിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുബായിൽ നമ്മുടെ മാമൻ പറ്റ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പറയണത് ഇതിൻ്റെ ഉള്ളിൽ ഡ്രഗ്സ് ആണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു പരാതി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമ്മൾ നേരെ കണക്ട് ചെയ്യുക, സൈബർ സെല്ലിൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നേരെ പോകുമ്പോൾ ഉണ്ടാവും, അവിടെ ഉണ്ടാവും ഒരാളൊരു ഫുൾ യൂണിഫോമിൽ ബാക്കിൽ എഴുതിയിട്ടുണ്ട് സൈബർ സെൽ മുംബൈ എന്നൊക്കെ എഴുതിയിട്ട്. അതെ, ആ സാധനത്തിൽ ഇങ്ങനെ ഫുൾ ഒരു പോലീസുകാരൻ്റെ ലുക്കിൽ ഒരാൾ ഇരുന്നിട്ട് ഇതേപോലെ പറയും. നല്ല രസമാണ്. അവർ നല്ല അഗ്രസീവായിട്ടായിരിക്കും ഉണ്ടാവും പറയുക. പോലീസുകാർ മറ്റേ ഹിന്ദിക്കാർ പോലീസുകാർ പറയണ പോലെ തന്നെ പറയാം, ചുപ്രാവോ ക്യാക്കർ അത് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന ആളെ ഇത് വരും. അവസാനം പറഞ്ഞ് ഒരു 2 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ അതെ നിങ്ങൾ ഇന്ന് വൈകുന്നേരം അവർക്കറിയാം നമ്മൾ കേരളത്തിൽ നിന്നാണ്, നിങ്ങൾ വൈകുന്നേരം 4 മണിക്കുള്ളിൽ മുംബൈ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ വിൽ കോംപ്രമൈസ്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ എനിക്ക് പോകണം. ഇപ്പോൾ
നമുക്ക് കാണുമ്പോൾ ഇതേപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊള്ളാം ഇയാളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരിക്കാന്നുള്ള രീതിക്ക് സംസാരിക്കാം. ഇങ്ങനെ സംസാരിച്ച് അയാളിങ്ങനെ നിങ്ങളുടെ പേരിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഇത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞ് ഞാനോ ആണോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചവ അയാൾ ചോദിച്ചു നമ്പർ എന്താ, ഞാൻ ചോദിച്ചു ക്രെഡിറ്റ് കാർഡ് നമ്പർ, കറക്റ്റ് ഇതെന്റെ അമ്മയുടെ ക്രെഡിറ്റ് കാർഡ് പോടാ പേര്. അയാൾ പറഞ്ഞൊരു അമ്മയുടെ ക്രെഡിറ്റ് കാർഡ്. നമ്മുടെ നാട്ടിലെ ഏതൊരു പോലീസുകാരനെ കമ്മീഷണറെ അല്ലെങ്കിൽ എസ് പിനെയോ ഇതുപോലുള്ള ഒരാൾ വിളിച്ചു, പോലീസുകാരനെ വിളിച്ചു, സൈബർ സെല്ലിലുള്ള വിളിച്ചിട്ടുള്ള സൈബർ സെല്ലാണ്. എന്നിട്ട് ആള് കോൾ അറ്റൻഡ് ചെയ്തിട്ടാ അത് ശരി അതല്ലേ ഇതൊക്കെ നിർത്തി പോട്ടെ. പുള്ളി ഹിന്ദിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ട്. എനിക്ക് മറ്റേ ചിരിക്കുന്നത് കണ്ടിട്ട് ബ്രോ ഈ പറയുന്ന അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെ കഥ ഇതിനെക്കാട്ടിലും ഭീകരം. സ്കാം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അവർ ഇന്ത്യയിലൊന്നും ആയിരിക്കില്ല. അവര് ഇന്ത്യയിൽ നിന്ന് നമ്മൾ പുറത്തു പോയിട്ട് ജോലിക്ക് വേണ്ടി പുറത്തു പോയ കുറെ ആൾക്കാരുണ്ട്. തിരിച്ചു വരാൻ പറ്റാണ്ടല്ല അവിടെ ചെന്ന് പെട്ടിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മള് എവിടെയാണെന്നറിയോ, വിസയോടെ തന്നെ ഇപ്പൊ കംബോഡിയ, തായ്ലൻഡ് ആ ഒരു ഭാഗത്ത് ഒരു ചൈനീസിൻ്റെ ആൾക്കാർ, അതായത് ചൈനീസ് ആൾക്കാർ നടത്തുന്ന കുറച്ച് പ്രിസൺ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിനകത്താണ് നമ്മുടെ ഈ പോകുന്ന ഈ നാട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാർ, കുറേ മലയാളികളും കുറേ തമിഴന്മാരും കുറേ ഇന്ത്യയിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട്. അവിടെയൊക്കെ പോയിട്ട് അതിൻ്റെ ന്യൂസുകളും കണ്ടിട്ടുണ്ടാവും. അതായത് ജോലി ഓഫർ ചെയ്ത് പോയി. ഇപ്പോൾ നമ്മളവിടെ പോയി പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ തായ്ലൻഡിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അറബിക്കട അവിടെ ഇതിൽ പൃഥ്വിരാജിൻ്റെ പടത്തിലെ പോലെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ കൊണ്ടുപോകും. വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ വിസയൊക്കെ എടുത്തിട്ടുണ്ടാകും. പിന്നെ അവർ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇടുക. പിന്നെ നമുക്ക് പൈസയൊക്കെ കിട്ടും, വീട്ടിലേക്ക് അയക്കാനുള്ള പൈസയൊക്കെ കുറച്ചൊക്കെ കിട്ടും. അതും നമുക്ക് ഇതേപോലെ ടാർഗറ്റുകളൊക്കെ വെച്ചിട്ടാണ്. ഫുള്ളൊരു പ്രിസൺ മോഡലാണ്, നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതും എസ്കേപ്പ് ചെയ്ത് വന്ന ആൾക്കാരുടെ കഥകളും ഉണ്ട് അതിൽ. ഇതേപോലെ അതും പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ ആൾക്കാരാണ് നമ്മളിങ്ങനെ വിളിച്ച് സ്കാം ചെയ്യാനിരിക്കുന്നത്. അതായത് അവർക്ക് നമ്മൾ ഇതേപോലെ സ്കാം ചെയ്താലേ അവർക്ക് അന്നത്തേക്കുള്ള ഭക്ഷണമുള്ളൂ, കോട്ട മീറ്റ് ചെയ്യാൻ എന്നാലേ ഭക്ഷണമുള്ളൂ. നീ ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിന്റെ ഫുള്ള് ചൈനക്കാർ. അയ്യോ എന്ത് അടിപൊളി ട്രെയിലർ. കണ്ടില്ല, ചെറിയ പടമാണ്. അല്ല പറഞ്ഞത് ചായ കൊണ്ടുവരാൻ ഇങ്ങനെയാണ്. ശരി പറഞ്ഞ ഈ സ്കാംസിന്റെ കേസ് എടുക്കുമ്പോൾ ഏറ്റവും ഡീസന്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നൈജീരിയൻ പ്രിൻസസ് സ്കാം ഒക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര റിലേറ്റീവ്ലി എന്ത് ഡീസന്റ് പരിപാടിയല്ലേ. അവരെ നിങ്ങൾ ഈ കുറെ കോടി അടിച്ചിട്ട് എനിക്ക് നിങ്ങളെ മാത്രമേ വിശ്വാസമുള്ളൂ. നിങ്ങളുടെ വഴിയിൽ ഏതൊരു കുഞ്ഞമ്മ ഇവിടെ ഉണ്ട്, പുള്ളിക്കാരി മരിച്ചു, ഭയങ്കര വെൽത്തി ആയിരുന്നു, ഇത് നിങ്ങളുടെ പേരിലങ്ങ് എഴുതി വെച്ചേക്കും. അങ്ങനെയല്ല, നൈജീരിയ പ്രിൻസ് എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ ഒരു നൈജീരിയ രാജാവായിരുന്നു. അതിനൊരു വകഭേദം അത് കഥകൾ ഒരു നൈജീരിയൻ രാജാവായിരുന്നു പുള്ളി. മറ്റേ മഞ്ഞക്കാട് അല്ല ഇതേപോലത്തെ EMI ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പണ്ട്. എനിക്ക് ഇപ്പൊ അടുത്തൊരു ഇത് വന്നു, നെറ്റ്ഫ്ലിക്സിന്റെ മോളിൽ തന്നെ ഒരു N. അപ്പൊ ഞാൻ നോക്കിയപ്പോ നെറ്റ്ഫ്ലിക്സിന്റെ സോറി ടു ലെറ്റ് യു ഗോ, നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ മറ്റേ ഓട്ടോ ഫണ്ട് ചെയ്യുന്നത് വർക്കായിട്ടില്ല, അത് കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പോയിക്കാണ്, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ താഴെയുള്ള റീ എൻറ്റർന്നോ അതിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോയി. ഈ നെറ്റ്ഫ്ലിക്സിന്റെ ഈ എന്നും സാധനമൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ അന്ന് ആപ്പ് എടുത്ത് നോക്കാം വിചാരിച്ചിട്ട് ഫോണിലാണ് വെറുതെ ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ രണ്ടാമത് വന്ന് നോക്കിയപ്പോൾ ഇതിന്റെ മുകളിൽ ലെറ്റർ ഹെഡ് പോലെ വേറെ ഏതൊരു പുലിയുടെ പടം, എന്തൊരു സാധനം, വേറൊരു പേരും ഇതൊക്കെ കൂടി വന്നിട്ട് അപ്പൊ ജസ്റ്റ് മിസ്. അല്ല അതിപ്പോ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയില്ല. ഇപ്പൊ നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോ കിട്ടും, പണി കിട്ടും. ഇങ്ങനത്തെ ഈ സ്കാമിൽ വീഴുന്ന ആൾക്കാരുടെ സൈക്കോളജി, ഞാൻ പറയുന്നത് എന്തിനാന്ന് അറിയോ, ഇപ്പൊ റീസെന്റ് ഇതിലൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, അതായത് നമ്മുടെ അച്ഛൻ അമ്മ എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പിൽ പെട്ടവർക്ക് ഇങ്ങനെ ഒരു ലിങ്ക് വന്നു ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും നോക്കില്ല. നല്ലൊരു ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എൽഡർലി. അവർക്ക് ഒരു ഇവിടെ നോയിഡയിലുണ്ട്, നോയിഡ ബേസ്ഡോ ഡൽഹി ബേസ്ഡോ ഒക്കെ ആയിട്ട് കുറെ കോൾ സെന്റേഴ്സ് അവർ ടാർഗറ്റ് ചെയ്യുന്ന US ഇരിക്കുന്ന ഈ
ഇച്ചിരി പ്രായമുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറെ എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് അവരെ കോൾ ഔട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. പിന്നെ സ്കാമർ പേ ബാക്ക്, അത് അടിപൊളിയാ. ഭയങ്കര അവർക്ക് ദേഷ്യം വരും ഈ വിളിക്കുന്നത്. അവരുടെ പേരെടുത്ത് വിളിക്കും, എനിക്ക് നിങ്ങളെ കാണാം, നിന്റെ ശരിക്കുള്ള പേര് അങ്ങോട്ട് ഡീറ്റെയിൽസ് വരുമ്പോൾ ഇവരൊക്കെ ഫ്രീക്ക് ഔട്ട് ആവും. നല്ല രസമാണ് അവര് ചെയ്യണതാണ്. ഇവര് മറ്റേ റിമോട്ട് ഡെസ്ക്ടോപ്പ് ഒക്കെ വെച്ച് കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുമ്പോൾ ഇവർ തിരിച്ച് ആക്സസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇവരുടെ കമ്പ്യൂട്ടറിനകത്ത് ഇവരുടെ ഫുൾ ഡീറ്റെയിൽസും ആധാർ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. ഇവർ ഓൾറെഡി എടുക്കും, CCTV ഹാക്ക് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. പിന്നെ അവർ അമേരിക്കക്കാർ അവിടെ നിന്നിട്ട് ഇവിടുത്തെ കുറച്ച് വോളണ്ടിയേഴ്സിനെയൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്. പോലീസിനെ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അറസ്റ്റൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അല്ല, ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത് ഈ സാധനം ഒരു അറസ്റ്റ് ചെയ്താലും ഒന്നും ഉണ്ടല്ലോ, വെറും പ്രഹസനം മാത്രമേ ഉണ്ടോ ഈ സ്കാമേഴ്സിന്. കാരണം ഇത് നമ്മുടെ ഇന്ത്യക്കാരെ പറ്റിക്കാത്തതുണ്ട്. ഇവർക്ക് അകത്ത് പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ലോയുടെ ഒരു ഗ്രേ ഏരിയ ആയിരിക്കും. ലോയുടെ ഒരു ഇപ്പോൾ നമുക്കിപ്പോൾ പരാതിക്കാരാരാ അമേരിക്കക്കാരാ. ഇവിടെ കേസ് എടുക്കാനും പറ്റില്ലല്ലോ, ഇവിടെ ജൂറിസ്ഡിക്ഷൻ ഇല്ല. എനിക്ക് പണ്ട് ഒരു പരിചയം ഉണ്ടായിരുന്ന ഒരാൾ ഇതിന്റെ ബിസിനസ് പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഈ ഇത് എന്താണ് ഈ കോൾ സെന്റർ. അപ്പോൾ ആള് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു 10-13 കൊല്ലം മുന്നേ പരിചയപ്പെട്ട ഒരാൾ. ആ സമയത്ത് ഇതേപോലെ ആള് എന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ ഇത് ഇന്ത്യയിൽ ചെറുതായിട്ട് ഇല്ലീഗലാണ്, പക്ഷെ പുറത്ത് കുഴപ്പമില്ല. അതെ, സിമ്പിൾ മെന്റാലിറ്റി. അമേരിക്കക്കാരൻ പിന്നെ ഇംഗ്ലീഷും പറയുന്നുണ്ട്. അല്ല, ലീഗില് നടക്കുന്ന കോൾ സെന്ററിലാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ പറഞ്ഞു പഠിപ്പിക്കുന്ന അമേരിക്കൻ ആക്സെന്റ്, അമേരിക്കയിൽ നിന്നുള്ള. പിന്നെ ഇതേപോലത്തെ കോൾ സെന്ററിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ജോലിക്ക് പോകുന്നവർ പറയുന്നുണ്ടാവുക, അവര് വീട്ടിലൊക്കെ പറയുന്നത് ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നത്, മൈക്രോസോഫ്റ്റ്. ഞാൻ മൈക്രോസോഫ്റ്റിൽ, അവരും വിളിച്ച് പറയുന്ന അവര് മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗൂഗിളിലായിരിക്കും, ഗൂഗിളിന്റെ ടെക് സപ്പോർട്ട്. അല്ല, ഇത് നടത്തുന്നതിൽ കാശ് മാത്രമാണ്, അത് ആൾക്കാരെ പറ്റിക്കുന്നത് നടത്തുന്ന ആൾക്കാർ. അതായത് ഇങ്ങനത്തെ ഈ ഇതിപ്പോ വലിയ ഓപ്പറേഷൻസ് ആണല്ലോ ഇപ്പൊ ഇതൊക്കെ നടത്തുന്നത്. അപ്പൊ ഇതൊക്കെ നടത്തുന്നതിൽ ഒരുത്തന്റെ തലയുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ പറ്റിക്കാം എന്നുള്ളത്. അവനൊരു ലെവൽ ഓഫ് ഒരു മാനസിക കാശിന്റെയും കാട്ടി കൂടുതൽ ആൾക്കാര്. അല്ല ബ്രോ, ഇപ്പൊ അടുത്ത് കോളത്തൊരു സായിപ്പിനെ പിടിച്ചു. അയാള് ഭീകര സ്കാമർ ആയിരുന്നു. ആ നാട്ടിലെ സ്കാമർ ഇവിടെ വന്നിട്ട് ഹോം സ്റ്റേ ആള് വർഷം 5 ലക്ഷത്തിന് എടുത്തേക്കാം. എന്നിട്ട് ഇയാൾ ഇവിടെ പിടിച്ചത് ഒരു കോൺസ്റ്റബിൾ ആണ്. ആളെ വീട്ടിൽ പോയിട്ട് ഈ സംഭവത്തില് ഇയാള് ഇന്റർനാഷണലി വാണ്ടഡ് ഒരു ഇതിൽ അയാൾ നടത്തിയിട്ടുള്ള തട്ടിപ്പ് എന്ന് പറയുന്നത് വലിയ എമൗണ്ടിന്റെ നല്ല പ്രായമുള്ള ആളാണ്. അപ്പൊ ഇയാൾ അവിടെ ചെന്ന് ഇത് പറഞ്ഞ വഴിക്ക് ഇയാൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞ വഴിക്ക് ഇയാള് 500 കുറെ കെട്ടെടുത്തിട്ടാണ് ഈ പോലീസുകാരന് ഓഫർ ചെയ്തത്. അപ്പൊ ആള് പറഞ്ഞു, ഞാൻ SI എടുത്ത് സംസാരിച്ചിട്ട് വരാം. എന്നിട്ട് SI എടുത്ത് എന്നിട്ട് പറഞ്ഞു ഇത് മറ്റേ പുള്ളി തന്നെയാണെന്ന് പറഞ്ഞു. അത് വലിയൊരു അച്ചീവ്മെന്റ് പോലെ ആയിരുന്നു. നമ്മളെ കേരള പോലീസാണ് പിടിച്ചത്. ഇത്ര വലിയൊരു ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ പടത്തിലെ പോലെ പറ്റിപ്പിന്റെ മുകളിൽ പറ്റിച്ചു പോണ ടീമൊക്കെ ആയിരിക്കും. ഇത് തന്നെയായിരുന്നു ക്രിപ്റ്റോ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ക്രിപ്റ്റോയുടെ പേരിൽ ഇഷ്ടം പോലെ തട്ടിപ്പ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇരട്ടിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി. അതായത് ഇപ്പം നാട്ടുകാർക്ക് അറിയില്ലല്ലോ ഈ ക്രിപ്റ്റോ എന്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 50 വയസ്സുള്ള നമ്മുടെ അച്ഛനമ്മമാരുടെ ഒക്കെ ഒരു പ്രായത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരടുത്ത് വന്നിട്ട് ഇവര് മറ്റേ വലിയ പ്രസന്റേഷനൊക്കെ കാണിക്കും. ബിറ്റ് കോയിൻ 2009 എന്താ വില എന്നറിയോ? 50 പൈസ. ഇപ്പൊ ഇതിന്റെ വില എന്താണെന്നറിയോ? 54 ലക്ഷം. ഇത് കാണിച്ചിട്ട് നമ്മുടെ ഒരു അതെ അതെ അതുപോലത്തെ ഒരു സാധനം പുതിയത് വന്നിട്ടുണ്ട്. പുതിയൊരു ടോക്കൺ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും 50 ലക്ഷം ആവുന്നൊക്കെ പറഞ്ഞിട്ടാണ് വയ്ക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ടോക്കണേ ഇല്ല ഇപ്പോഴും. അത് കറക്റ്റ് മണി ചെയിൻ പോലെ ഇഷ്ടംപോലെ. ഏതൊരു ഇതില്ലേ, ഇത് ട്രേഡ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു, വാസിറക്സിന്റെ ഹാക്ക് ആയി പോയി. വോൾട്ട് കൂടിപ്പോയി. ഈ വാസിറക്സിന്റെ കാര്യം ഇൻവെസ്റ്റ് ചെയ്തവരെല്ലാവരും കാശ് പോയില്ലേ? ക്യാഷ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു
40% കുറഞ്ഞു എല്ലാവരുടെയും. ടൂർണമെന്റിലൊക്കെ അതെ 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 അതെ. അവരുടെ ഈ ഒരു 1500 എത്ര കോടിയായിരുന്നു ഉറപ്പില്ല. അതായത് മൊത്തം ടോക്കണുകളിൽ അല്ലെങ്കിൽ മൊത്തം അവരുടെ ഹോൾഡിങ്സിൽ ഇത്രയും പോയി. എന്നിട്ട് ഇപ്പൊ യൂസേഴ്സ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാല്യൂ പോയതാണോ കൊണ്ടുപോയി. ബിറ്റ്കോയിൻ ആൾക്കാർ വന്ന് അടിച്ചോണ്ട് പോയി. മിക്കവാറും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് 40% ആയില്ലേ? ഞാൻ മേടിക്കുന്ന സമയത്ത് എനിക്കറിയില്ല, ഞാൻ കൂട്ടുകാരൻ വഴി മേടിച്ച. ഞാൻ എൻ്റെ ഒരു 8000 സംതിങ്ങിന്റെ കോയിൻ ഉണ്ടായിരുന്നു. അതൊരു 10 വർഷം കഴിയുമ്പോ അല്ല ബ്രോ, അതെന്ത് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിലുള്ള യൂസേഴ്സ് ഉണ്ടല്ലോ, എല്ലാ യൂസേഴ്സിന്റെയും പോയിട്ടുള്ള കുറച്ച് പേരുടെയാണ്, പക്ഷെ എല്ലാ യൂസേഴ്സിനും ആ ഒരു റിസ്ക് മിറ്റിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക. എല്ലാവർക്കും പോയിട്ടുണ്ട്. അല്ല, എന്റെ കൂട്ടുകാരന്റെ കസിൻ അത് 2.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോ ഇത് സ്കാം അല്ലാതെ വേറെ എന്തിന്റെക്കെതിരെ ബ്രോ ഞാൻ ആക്ടിവിസ്റ്റ് ഒന്നും അല്ല ബ്രോ. ഇത് ആക്റ്റീവായിട്ട് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ അല്ല. ഇപ്പൊ നമ്മള് ഇങ്ങനെ പ്രതികരിക്കുക അതേപോലത്തെ ആക്ടിവിസ്റ്റ് പറയണ്ട ബ്രോ, വെറുതെ ഒരു സോഷ്യൽ ജസ്റ്റിസ് വാരിയറാണ്. ഇല്ല ബ്രോ, നമ്മള് അങ്ങനെ ഇപ്പൊ ഇത് വീണ് അതൊക്കെ നമ്മള് ഒരു ആവശ്യത്തിന് വരുന്നതാണ്. അത് നമ്മളിപ്പം ഇപ്പോൾ ആദ്യം തൊട്ട് നമ്മൾ ഇതേപോലെ ഓരോരുത്തരെ കോൾ ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്ത് തുടങ്ങിയൊന്നുമല്ല. സാഹചര്യങ്ങൾ അങ്ങനെ. അതെ അതെ. പിന്നെ ഒരെണ്ണം കണ്ടപ്പോൾ പിന്നെ ഒരു കുറെ എണ്ണം ഉണ്ട്, ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ട്, കൊള്ളാം. പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതായത് എല്ലാവരും ഇപ്പം നമ്മൾ ഒരു 1-2 വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ഇന്ന ആളെ പറയണം, ഇന്ന ആളുടെ പറയണം, പിന്നെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം. അതെ 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 അതെ. നമ്മുടെ അവിടെ പിന്നെ അങ്ങനെയുള്ളൂ, നീ ഇതിന് പ്രതികരിച്ചിട്ട് എന്തുകൊണ്ട് അതിന് പ്രതികരിച്ചില്ല. പിന്നെ നീ ഈ ഗാംബ്ലിംഗ് ആപ്പിന് എതിരെ മാത്രമേ പ്രതികരിക്കുള്ളൂ. അങ്ങനെ കുറച്ച് വേറെ എന്തൊക്കെ അനീതികൾ നടക്കുന്നു. അതെ അതെ. ഇവിടെ പലസ്തീനും ഇസ്രായേലും തമ്മിൽ പ്രശ്നമുണ്ട്. അത് എല്ലാത്തിനും ഉണ്ടാവില്ല. നമ്മൾ പ്രതികരിക്കാത്തതിലാണ് ആൾക്കാർക്ക് ദുഃഖം. അത് ഇതേപോലെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് ഗാംബ്ലിങ്ങിന് മാത്രമേ പറ്റുള്ളൂ, ഈ ബാക്കിയുള്ള തട്ടിപ്പുകൾക്ക് എന്താ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് തട്ടിപ്പില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവരതൊക്കെ നമ്മളെന്ത് പറയാനാണ്? അതായത് അങ്ങനെ ഇതിന്റെ ലീഗൽ സൈഡിനെ പറ്റി പഠിക്കാനുള്ള ഒരു ശ്രമം അത്യാവശ്യം നടത്തിയിട്ടുണ്ട് ബ്രോ. പിന്നെ നമ്മുടെ ഒരു ജിയാസ് ബ്രോന്റെ അക്കൗണ്ടും കൂടെ കണ്ടിട്ടുണ്ട് പല വീഡിയോകളിലും. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ കുറേ ചോദിച്ചിട്ടുണ്ട്. കാരണം ലീഗൽ സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. സൈബർ സുരക്ഷ ഫൗണ്ടേഷൻ. കൂട്ടുകാരനാണ് അത് ചെയ്യുന്നത്, ഈ ഒരു ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നതാണ്. പുള്ളിയുടെ പേര് ജിയാസ് ജമാൽ, അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ. പറഞ്ഞ പോലെ ഇതിൽ പെട്ട ആൾക്കാർക്കുള്ള ഹെൽപ്പാണോ? അതായത് ആള് ഈ പറയുന്ന ഗാംബ്ലിംഗ് ആപ്പുകളുടെ ഒരു കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ ഇതിന് ഉള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ കുറച്ചായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ആള് പ്രൊഫഷണലി സൈബർ ലോയറാണ്. നമ്മുടെ അവിടെ ഈ ലോസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണോ? സ്ട്രോങ് ഒന്നും അല്ല ബ്രോ. ഈ നമ്മുടെ ഈ ഗാംബ്ലിങ്ങിന്റെ ലോ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ എഴുതി വെച്ച ലോ ആണ്. 1800 പറമ്പിലിരുന്ന് ചീട്ട് കളിക്കുമ്പോൾ അതെ 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 ചിലപ്പോൾ ഓർഡറൊക്കെ വരച്ചിരിക്കുന്നൊക്കെ എങ്ങനെയാണ്. അല്ല, അതിന് ആ സമയത്തെ ലോ ആണ് പിന്നെ കുറച്ച് അമെൻമെൻ്റ് ഒക്കെ ചെയ്ത് ഇപ്പോഴും നിൽക്കുന്നത്. നമ്മുടെ ഓൺലൈൻ ഗാംബ്ലിങ്ങിനായിട്ട് പ്രത്യേകിച്ച് ലോ ഇപ്പോഴും ശരിക്കും പറഞ്ഞില്ല, അതിൻ്റെ ബേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സ്റ്റേറ്റാണ്. കേന്ദ്രത്തിൽ ഒരു സാധനമുണ്ട്, പക്ഷെ അതിൽ ഓരോ സ്റ്റേറ്റുകളാണ് അതിൻ്റെ ഹാൻഡ്ലിങ്ങും ഈ ഗാംബ്ലിങ്ങിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നമ്മുടെ ലോട്ടറി നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഇല്ലീഗലാണ്, കേരളത്തിൽ മാത്രമല്ല നടക്കുന്നുള്ളൂ. അതും ഈ ഗവൺമെൻറ് നടത്തുന്നതുകൊണ്ട്. അപ്പോൾ അതും ഇതേപോലെ സ്റ്റേറ്റിൻ്റെ ഒരു ലോ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗാംബ്ലിംഗ് ആപ്പുകളും അല്ലെങ്കിൽ ഗെയിമിംഗ് ആപ്പുകൾ പല സ്ഥലത്ത് പല സാധനങ്ങളും പക്ക ഇല്ലീഗലായിട്ട് നടക്കുന്ന കുറേ ആപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മെയിൻ സാധനങ്ങൾ പേര് പറയുന്നുണ്ട്, കുഴപ്പമുണ്ടോ? രാജ ഗെയിംസ്, തിരങ്ക, പിന്നെ DU-Win, അങ്ങനത്തെ കുറേ ഒരു 81 ലോട്ടറി, ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ആ വഴി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ സൈറ്റുകളൊക്കെ നോക്കണമെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പ്രൊഫൈലിൽ ബയോയിൽ കയറിയാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ഇത് എല്ലാ ആഴ്ചയും ഇതിൻ്റെയൊക്കെ ഡൊമൈന് മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളായിട്ട് തപ്പിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സൈൻ ഇൻ ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ടിലാന്ന് പറയും. കാരണം ഇപ്പോൾ നടക്കുന്ന ആപ്പ് ഇവരുടെ വഴിയാണ്.
അതും ഇവരൊക്കെ ഏജൻസ് ആയതുകൊണ്ടാണ്. നമ്മൾ ഏജൻസിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ ആണോ ഡെയിലി സാലറി പോലെ അതോ ആ ലിങ്ക് ക്ലിക്ക് മണി ചെയിൻ സെറ്റപ്പ് പിരമിഡ് തന്നെ അല്ല ബ്രോ. ഈ ഏജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ മണി ചെയിനിലൊക്കെ ഉള്ള മണി ചെയിനിന് ആളെ ചേർക്കുന്ന ഏജൻസ് ആ ഒരു മോഡലിൽ തന്നെ. അപ്പം ഇതിൽ എനിക്കും ഇതേപോലെ കുറേ ഓഫർ, നമ്മളിപ്പോൾ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് ഇപ്പം മെസ്സേജൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഈ ഗാംബ്ലിംഗ് ആപ്പിൻ്റെ ആൾക്കാർ. ഈ കഴിഞ്ഞ ദിവസം വന്ന മെസ്സേജ് ഇതേപോലെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ഡെയിലി സാലറി ഓഫർ ചെയ്യുന്നുണ്ട്. രാജാ ഗെയിംസ് എന്ന് പറഞ്ഞത് അവർ 3 പേര് 1000 വെച്ച് ഡെപ്പോസിറ്റ് ചെയ്താൽ ഡെയിലി സാലറി 300 രൂപ. 3 പേര് ആക്ടിവേറ്റ് നിന്നാൽ ഇപ്പോൾ 6 പേരായി കഴിഞ്ഞാൽ, അതായത് 3 പേര് അന്ന് കളിച്ചാൽ 1000 3 പേര് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ലിങ്കിൽ കയറി നമ്മൾ പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് 3 പേര് കളിച്ചാൽ 300 കിട്ടും. 300 രൂപ. അവർ ഇത്ര രൂപ കിട്ടണമെന്നുണ്ടോ? അല്ല 3 പേര് ആക്ടിവേറ്റ് വെക്കണം. 3 ആക്റ്റീവ് എന്നുള്ളതാണ് അതിൻ്റെ ഇതിൽ കാണിച്ചിരിക്കുന്നത്. 6 പേരാകുമ്പോൾ 600. പിന്നെ എന്നും ആ ഒരു അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കണം എന്നായിരിക്കും കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, ഇവരുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിലൊക്കെ ഇതെപ്പോഴും ആക്ടിവേറ്റ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പോൾ, ഇന്ന് ആർക്കൊക്കെ കാശ് കിട്ടി, ഇന്ന് നിങ്ങൾ ഏതിലാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഒട്ടുമിക്ക ഇപ്പൊ പൈസ കിട്ടുന്ന സമയമാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ഒരുപാട് പൈസ കിട്ടുന്ന സമയമാണ്, വേഗം കയറിക്കോളൂ ആ സ്കീം. ഇത് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഞാൻ നമുക്ക് വേണ്ടിയിട്ടൊരു ബ്രോഡ്കാസ്റ്റ് ചാനൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് ചില ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയറി നോക്കുമ്പോൾ ഇതുപോലത്തെ സ്കീമുകളാണ്. അങ്ങനെ ഈ ടെലിഗ്രാം ഗ്രൂപ്പ് ഇത് ബ്രോ, അതായത് ഇത് ഡെയിലി സാലറി, ഇവർ ഡെയിലി സാലറി ഒക്കെ വാങ്ങിക്കാൻ ഇവരാരും ഇതിൻ്റെയൊക്കെ എംപ്ലോയീസോ. അപ്പോൾ ഇതേപോലെ 1000 പേര് ആക്റ്റീവാക്കി നിർത്തി കഴിഞ്ഞാൽ ഒരു ദിവസം 1,00,000 പേരെയാണ് ഇവർക്ക് ഓഫർ ചെയ്യുന്നത്. ആക്റ്റീവായിട്ട് നമ്മൾ ഇവരെ മറ്റേ പൈസ ഇടിപ്പിച്ചോണ്ടിരിക്കണം കേട്ടോ. നമ്മൾ അടുത്ത ഇതില് കേറി തുടങ്ങിയ ആൾക്കാർ പൈസ ഇട്ട് തുടങ്ങില്ലേ? പൈസ ഇട്ട് തുടങ്ങും. ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ നമ്മൾ ആക്റ്റീവായിട്ട് നിർത്തണം, അതിൻ്റെ ഒരു ബേസിക് ഒരു സൈക്കോളജി തന്നെ ഇവരെ അഡിക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഇവരെ ആക്റ്റീവായിട്ട് ഫുൾ ടൈം കളിപ്പിച്ചുകൊണ്ടിരിക്കുക, ഗെയിം കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് അതും ഇതൊക്കെ പറഞ്ഞ് ഇവർ വാട്സാപ്പ് ഗ്രൂപ്പിൽ പറയുകയാണ്, നമ്മൾ ഇപ്പോൾ കളിച്ചാൽ ഒരുപാട് പൈസ കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ പ്രഡിക്ഷൻ ഉണ്ട്, പ്രഡിക്ഷൻ നോക്കി കളിച്ചാൽ കറക്റ്റ് അതേപോലെ കളിക്കുക. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ ഇതിൽ തന്നെ വേറൊരു സാധനമുണ്ട്, ഒരു ബോണസിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം ഒരാൾ ഒരു പൈസ ഇതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം ഇതിൻ്റെ ഒരു വാലറ്റിലോട്ട്. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടത്, ഇവർക്കൊക്കെ ബോണസ് കിട്ടണമെങ്കിൽ 300 രൂപ ആദ്യത്തെ ഒരു ഇതിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 100 രൂപ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിൽ 30 രൂപ കമ്മീഷൻ കിട്ടും. ഈ നേരത്തെ പറഞ്ഞ സാലറിക്ക് പുറമെ 30 രൂപ കമ്മീഷനുണ്ട്, 100 രൂപ. പക്ഷേ അടുത്ത സെക്കൻഡ് ഡെപ്പോസിറ്റിൽ ഇവർ പറയും ഇത് ഹയർ ആക്കണം. അതും ഈ ഏജൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോണസ് സ്ട്രക്ചറിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 100 സെക്കൻഡ് ഡെപ്പോസിറ്റിൽ നമുക്ക്, അതായത് ഇൻഫ്ലുവൻസേഴ്സിന് ബോണസ് അല്ലെങ്കിൽ ഏജൻസിന് ബോണസ് കിട്ടണമെങ്കിൽ അടുത്തത് 100 ഇട്ടാൽ പോരാ, 300 ഇടണം. മൂന്നാമത്തേൽ അത് 600 ആകും. ആൾക്കാരെ കയറ്റി കൊണ്ടുവന്ന് ഇതിലോട്ട് ഇത് അഡിക്റ്റ് ആക്കുക. ഇതിലൊരു 10 അവന്മാരെ അഡിക്റ്റ് ആയ 10 അവന്മാരെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൽ ഒരാൾ ഇതേപോലെ വീടൊക്കെ പണയം വെച്ച് അല്ലെങ്കിൽ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പെറുക്കി വിറ്റ് കടമെടുത്ത് ഒക്കെ പൈസ ഉണ്ടാക്കുമല്ലോ. കാരണം ഇത്രയും നമ്മൾ ഇപ്പോൾ 10 കോടി വരെ ഓഫർ കിട്ടിയ ആൾക്കാരുടെ കാര്യം പറഞ്ഞല്ലേ, ഇവർക്കൊക്കെ 10 കോടി ഓഫർ കിട്ടണമെങ്കിൽ ഇവർ ഇതേപോലത്തെ സംഭവങ്ങൾ എത്ര ആൾക്കാരുടെ കയ്യിൽ നിന്ന് എത്ര പൈസ എടുത്തിട്ട് പോകുന്നുണ്ടാവും അല്ലേ. പിന്നെ എടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫുൾ മാനിപ്പുലേറ്റഡ്. ഞാൻ കണ്ടതാണ്. കളിച്ച് കാണിക്കുന്നത് അതായത് അഡ്മിൻ ബാക്ക് ഉണ്ട്. അതായത് ഇതിൻ്റെ അഡ്മിൻസ് നമ്മുടെ ഒരു ഫ്രണ്ട് ഹാക്ക് ചെയ്തിട്ട് അതിനുള്ള അവരുടെ ബാക്ക് എൻഡിലേക്ക് ആക്സസ് കിട്ടിയിട്ട് ലോഗിൻ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് അറിയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഇങ്ങനെ ഇതിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടെങ്കിൽ ഈ കളർ പ്രൊഡിക്ഷൻ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഈ കളർ പ്രൊഡിക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഓരോ 30 സെക്കൻഡിൽ ഓരോരോ കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യം ഒരു ചുവപ്പ് വരും, അടുത്ത 30ാമത്തെ സെക്കൻഡിൽ പച്ചയായിരിക്കും വരിക, പിന്നെ വരുന്നത് വയലറ്റ് ആയിരിക്കും. ഇത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം അടുത്ത കളർ ഏതാണെന്ന്. അപ്പോൾ നമ്മളൊരു 100 രൂപ ഇടാണെങ്കിൽ നമുക്ക് *5 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, *10 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, *20 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ അടുത്തത് പച്ച വരുന്ന പറഞ്ഞിട്ട് ഒരു 100 രൂപ ഇട്ടിട്ട് *20 ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് പച്ച വന്നാൽ നമുക്ക് 20x 100 ഇട്ട് കഴിഞ്ഞാൽ 2000 കിട്ടും.
അതാണ് ഒരു പറഞ്ഞ ഒരു ഗാംബ്ലിംഗ് സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് എൻഡ് ഞാൻ കണ്ടപ്പോൾ അല്ലെങ്കിൽ അതിലെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കാണാം എത്ര പേര് അല്ലെങ്കിൽ എത്ര പേര് ഏതിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സാധനം ഏതാണോ അതിന് അവരവിടെ ഇരുന്ന് മാനുവലി ആക്കി വെക്കും. അത് ഇപ്പോൾ ഒരു 1000 പേര് കളിച്ചു കഴിഞ്ഞാൽ അതിലൊരു 500 പേര് ഇപ്പോൾ അടുത്തത് പച്ച വരും. നേരത്തെ പറഞ്ഞല്ലോ ഒരു നമ്മൾ മറ്റേ വരയൊക്കെ വരച്ച് അല്ലെങ്കിൽ ഓരോ അൽഗോറിതമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി. അതും ഇതിനും കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കളർ പ്രഡിക്ഷനൊക്കെ ആൾക്കാർ ഇന്ന അൽഗോറിതം അടുത്തത് പച്ച അടുത്തത് ഇതിന് ഹാക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. കാരണം അത് നടക്കില്ല. അവർ നോക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ. അതെ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര പേര് ഈ പറയുന്ന ഒരു 3 കളറുണ്ട്. ഈ 3 കളറിൽ ഒരെണ്ണത്തിൽ 500 പേര് വെച്ചിട്ടുണ്ട്. 1000 പേരുണ്ടെങ്കിൽ 500 പേര് ഒരെണ്ണത്തിൽ വെച്ചിട്ടുണ്ട്, ഒരെണ്ണത്തിൽ 300 പേര് വെച്ചിട്ടുണ്ട്, ഒരെണ്ണത്തിൽ 200 വെച്ചിട്ടുണ്ട്. അവർ 200 പേരിൽ സെലക്ട് ചെയ്യും. അപ്പോൾ ഇവർക്കൊക്കെ പൈസ 200 രൂപ വെച്ചാൽ എങ്ങനെ പോയാലും അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിക്കും? ബേസിക്കലി ഇതിന്റെ ബാക്കെൻഡ് റെഗുലേറ്റഡ് അല്ല എന്നുള്ളൊരു സാധനം അല്ലേ? ഒന്നാമത്തത് റെഗുലേഷൻ ഇല്ല, ഒന്നാമത്തത് ഇല്ലീഗല്. പിന്നെ അതിന്റെ മുകളിൽ ഇതൊക്കെ നിൽക്കുന്ന തന്നെ ആ ഒരു ലക്കിന്റെ ബേസിലാണ്. ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ യൂസറിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് ആണ്, എന്നിരുന്നാൽ അവർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നില്ല. അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി വെച്ച് മാത്രം നടത്തുന്ന ഒരു സാധനം. അതെ. പിന്നെ മറ്റേ പ്രഡിക്ഷൻ ഇവര് തന്നെ കൊടുക്കുന്നുണ്ട് ഈ കമ്പനികള്. പ്രഡിക്ഷൻ കമ്പനികൾ തന്നെ കൊടുക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ അതുപോലെ തന്നെ, അതായത് ഈ പറയുന്ന കളർ ട്രേഡിങ് ഈ സംഭവത്തിനുള്ള പ്രഡിക്ഷൻ ഗ്രൂപ്പുകൾ, ഈ പറഞ്ഞ ഓരോ ഇൻഫ്ലുവൻസേഴ്സിനും ഓരോ പ്രഡിക്ഷൻ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ അടുത്ത കളർ ഏത് വരുന്ന പ്രഡിക്റ്റ് ചെയ്ത് തരും. അവർ പുഷ് ചെയ്യുന്നതാണ് അത് കമ്പനികളിൽ തന്നെ പുഷ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു കമ്പനി നമുക്ക് പൈസ നിങ്ങൾ പൈസ ഉണ്ടാക്കി ഇത് പ്രഡിക്റ്റ് ചെയ്ത് ഇതുപോലെ കളിച്ചാൽ കറക്റ്റ് കിട്ടും. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ. കാശില്ലാത്തവരെ കൺട്രോൾ ചെയ്ത് അവരുടെ കാശ് എടുത്തോണ്ട് പോകും. അതെ. ഇല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇതില് കാശിന്റെ കാട്ടി കൂടുതൽ ഈ ഒരു മാസ് മാനിപ്പുലേഷന്റെ ഒരു പ്രഷർ കിട്ടുന്നില്ല ഇത് ഉണ്ടാക്കുന്ന ആളുകൾ. പിന്നെ ഇതില് അപ്പൊ March 27 അല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ അബ്രഹാം ഖുറേഷി എന്ന് പറഞ്ഞ പോലെ ഒരാള് നമ്മുടെ ഇതിന്റെ ഒരു കേസിന്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മുടെ ഒരു ഇതിനു മുന്നേ കഴിഞ്ഞ കൊല്ലം ഒരു കേസ് ഉണ്ടായിരുന്നു, മഹാദേവ് ബെറ്റ് സ്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പം ഈ പറയുന്ന മഹാദേവ് ബെറ്റ് എന്ന് പറഞ്ഞാൽ 2 പേരാണ്, ഈ നമ്മുടെ മധ്യപ്രദേശിലെ 2 പേരാണ് ഇത് നടത്തിയിരുന്നത്. ഇവർ പുറത്താട്ടോ, ഇവർ ദുബായിലിരുന്ന. അപ്പോൾ അതിലൊരാൾ ഒരു എന്താണ് സുകേഷ് ചന്ദ്രാകർ അങ്ങനെ എന്തോ ആണ് ആളുടെ പേര്. ആളുടെ കല്യാണം ഉണ്ടായിരുന്നു ദുബായിൽ കഴിഞ്ഞ കൊല്ലം. എത്ര 200-300 കോടിയുടെ കല്യാണം. അതിന് രൺബീർ കപൂർ ഉണ്ടായിരുന്നു, ശ്രദ്ധ കപൂർ, അങ്ങനെ ഇഷ്ടംപോലെ ഫുൾ ബോളിവുഡ് തന്നെ അവിടെ ഉണ്ടായിരുന്നു ഈ ബെറ്റിംഗ് ആപ്പിൻ്റെ ആളുടെ കല്യാണത്തിന്. ഫുൾ അത്രയും ലക്ഷറിയസ് കല്യാണം. അപ്പോൾ അതിനെതിരെ ഇതേപോലെ അയാളെ ED ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട്. ഇപ്പോൾ പിടിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊരു ദിവസം ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന മഹാദേവ് ബുക്കിൻ്റെ ആൾക്കാർ 200 CR പെർ ഡേ ഇന്ത്യയിൽ മാത്രം. അംബാനിയുടെ ഒക്കെ ഒരടുത്തെത്തി. ഇവരൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും. ഇവർ ആർട്ടിസ്റ്റാണ്, ഇവർ ഈ പറഞ്ഞ പോലെ ഒരു പ്രൈസ് കൊടുത്തിട്ട് അംബാനിയുടെ കല്യാണത്തിന് കേരളത്തിൽ നിന്ന് ആരൊക്കെ പോയി? പൃഥ്വിരാജ്. അത് ഇതുപോലെ അപ്പൊ കാശുണ്ടാക്കുന്നവർ കാശുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതിലൊക്കെ വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു മാസ് മാനിപ്പുലേഷൻ തന്നെയാണ്. ഇതിനെപ്പറ്റി ഒരു എഡ്യൂക്കേഷൻ വേണ്ടേ? അതായത് ഇപ്പൊ സ്കൂളിലും എഡ്യൂക്കേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അല്ല, ഇപ്പൊ കാര്യങ്ങൾ വിശ്വസിക്കരുതെന്നുള്ള അങ്ങനെയല്ല ബ്രോ. ഇപ്പൊ സ്കൂളിൽ നമ്മൾ ഇഷ്ടം പോലെ സാധനങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാനില്ലേ നമ്മുടെ നാട്ടില്? സ്കൂളിൽ ആ പാടാൻ ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞുള്ള സാധനം എന്തിനാ? കുറച്ചൊക്കെ ഒരു ഇത്രയും വലിയ സബ്ജക്റ്റായിട്ട് കൊണ്ടുപോകേണ്ട കാര്യം അത്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതൊന്നുമല്ല. പക്ഷെ എന്നാലും ഇതിനെക്കാട്ടിലും ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, ജീവിക്കാനുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കണല്ലോ. ഒരു ഫിനാൻസ് മാനേജ്മെന്റ്, എങ്ങനെ പൈസ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എത്ര സേവ് ചെയ്യണം, എത്ര ടാക്സ് ചെയ്യണം. അത് ഫിനാൻസ് മാനേജ്മെന്റ് വെച്ച് ഞങ്ങൾക്ക് ജോലി എവിടെ ജോലി അതെ. പക്ഷെ എന്നാലും ഉള്ള ജോലിയും കൊണ്ട് അത്യാവശ്യമായിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്തം വിട്ട് നിന്നുപോയി. അത് മാത്രമേ നിന്നുപോയി. അതായത് ഞങ്ങളുടെ കോളേജില് സെക്യൂരിറ്റി ഞങ്ങളുടെ മുന്നിലാണ് നെഞ്ച് വേദന എടുത്ത് വീണത്. എന്നിട്ട് കുറെ പേര് ഫിക്സാന്ന് പറഞ്ഞു. ഫിക്സാന്ന് പറഞ്ഞ വഴിക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ എന്താ, എല്ലാ ബൈക്കിന്റെ താക്കോല ആളുടെ കയ്യിലുണ്ട്.
സങ്കടം വന്നു സത്യം പറഞ്ഞു. ഞാൻ അവസ്ഥയിലൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ട് ഈ ഒരു പിണ്ണാക്ക് കയറിയില്ല. അതെ, അതുപോലെ തന്നെ ഇപ്പം നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ പൈസ എങ്ങനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു വാക്ക് പോലും നമ്മൾ ഈ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലല്ലോ. ഇത് ഇപ്പോൾ ലൈഫ് സ്കിൽസ്, ഇപ്പോൾ പ്രോ പറഞ്ഞുള്ള CPRൻ്റെ കാര്യങ്ങൾ, അതും പിന്നെയും കുറച്ചുകൂടെ പഠിപ്പിക്കുന്നുണ്ട് തോന്നുന്നു. അതുപോലെ പല കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ബേസിക് സ്കിൽ, അപ്പോൾ റോട്ടിൽ ഇറങ്ങിയാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ ഒരുപാട് സാധനങ്ങൾ മാറാനുണ്ട്. അതെ, സിവിക്സ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂകൾ ഇപ്പൊ നമ്മുടെ പുറത്തെ ഫോറിനേഴ്സ് പറയുന്നത് സിവിക് സെൻസ് ഇല്ല എന്നുള്ള കാര്യത്തിലല്ലേ. കയ്യിൽ വേസ്റ്റ് പിടിച്ചോണ്ട് അതെ, ശരിയാണ്. CBSE ആയിരുന്നല്ലോ. 7 വരെ ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, 3 സോഷ്യൽ സ്റ്റഡീസ്. എനിക്ക് സോഷ്യൽ സയൻസ് മാത്രമേ പിന്നെ സിവിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ് 8, 9, 10 പഠിപ്പിക്കുള്ളൂ. ചെറിയ ബുക്ക്, നീല ബുക്ക്. അതിനെക്കാട്ടി പണ്ട് ചെറിയ വാല്യൂ എഡ്യൂക്കേഷൻ. ഓ, ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് കട്ടി കൂടിയ NCERT. നീ വേറെ എന്തോന്നു എനിക്കറിയില്ല ഇന്ത്യയിൽ എവിടെയും ടാക്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടോ സ്കൂളിൽ? പഠിപ്പിക്കണം. എന്റെ ഒരു ഓർമ്മയില് ഇങ്ങനെ ഈ ഒരു സ്ലാബിൽ ഇത്ര ശതമാനം അങ്ങനെ പോലുള്ള മാത്സ് ഞാൻ കണക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ഓർമ്മ. പെർസെന്റേജിന്റെ ഒരു പ്രോബ്ലം ആയിരിക്കും അത്. പെർസെന്റേജ് പഠിപ്പിക്കുന്നത് നമ്മളറിയില്ല. ഞാനൊക്കെ വളരെ അല്ല, US ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവന്റെ മോളെ പറഞ്ഞ പോലെ അവർക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് സ്കൂൾ ഒരു ഫൺ സ്ഥലമാണ്. അവർ ടീച്ചർമാരെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ഒരു കുട്ടി പറയണ കാര്യത്തിന് ഒരു ഇൻഡിവിജ്വലിന്റെ അറ്റൻഷൻ കൊടുക്കും. നമ്മുടെ ടീച്ചർമാര് എനിക്കറിയാം നീ ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡ് സാധനമാണ്. ഇത് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ ചെറിയ ക്ലാസ്സിൽ ഈ പഠിക്കാനുള്ള പ്രഷർ ഇടണില്ല. അവരെ ബേസിക് സ്കിൽസാണ് പഠിക്കുന്നത്. ഒരു തീപിടുത്തുണ്ടായി എങ്ങോട്ട് ഓടണം, ക്ലാസ്സിൽ തോക്കൊണ്ട് വെടിവെക്കാൻ വന്നാലും അല്ല അത്രല്ല ഞാൻ പറയാം. അങ്ങനത്തെ സാധനങ്ങളെ പഠിപ്പിക്കുന്നത്. അതായത് റോഡ് കിടക്കുക, ഫയർ ഇതില് എവിടെ അസംബിൾ ചെയ്യണം, ഇങ്ങനത്തെ സാധനങ്ങൾ എക്സാംസ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നത് കുറെ ലേറ്റ് ആയിട്ടായിരിക്കും. അതെ, അല്ല നമ്മുടെ ഒരു സംഭവത്തിലാണ് ഒരു കോമ്പറ്റീറ്റീവ്നെസ്, അതൊരു റേസ് എന്നുള്ള ഒരു സാധനം, മാർക്ക് വാങ്ങിക്കുക. നമ്മളിപ്പം ഇപ്പം ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പറയുന്ന ആരാണെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു പ്രഷർ ഒരുപാട് കേട്ടിട്ടുണ്ടാവുക മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അവൻ പറയുന്നത് ഇവിടെ നാട്ടിലൊരു കുട്ടി ഈ പ്രായം കൊണ്ട് പഠിക്കേണ്ട അത്ര സാധനങ്ങൾ ഈ കുട്ടി ഇപ്പൊ പഠിച്ചിട്ടില്ലാന്ന്. ആ കുട്ടീനെ ഇപ്പൊ നാട്ടിൽ കൊണ്ടുവന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഇവിടുത്തെ കുട്ടി ഒരു 10-20 പദ്യം ചൊല്ലും. പക്ഷെ അത് മാത്രമല്ലല്ലോ, അവരൊരു ആസ് എ പേഴ്സൺ അവരുടെ ഒരു സ്കിൽസ്, അതായത് അവിടെ പഠിക്കുന്നത് നാട്ടിക്ക് വരാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് വേറൊരു കാര്യം. അല്ല, അതിനും രസമുള്ള സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയാം അവിടുത്തെ പിള്ളേർക്ക്. അതായത് ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ഇതിങ്ങനെ നിൽക്കും, ഒരു സൈഡിലേക്ക് പളങ്ങിയിട്ട് ചെറിയ പിള്ളേര് എന്റെ കാനഡയിലുള്ള ഒരു കൂട്ടുകാരൻ പറഞ്ഞത് അവന്റെ മോളുണ്ട് അവിടെ പഠിക്കുന്നത്. അവൻ പറയാം അവളുടെ കൂടെ പോയ യാതൊരു പ്രശ്നമില്ല, അവള് പോയിട്ട് ചോദിക്കും എന്താ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ, ഒരു പ്രശ്നമില്ല. ഇതുപോലെ ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ ടീം മിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടി പോയി ചെയ്യണം. നമ്മൾ മറ്റേ ഭരതൻ മേശയിട്ടിരിക്കാൻ പോണേ. മനസ്സിലായോ? ഇല്ല. അപ്പൊ എന്റെ ചേട്ടന്റെ പിള്ളേരും ഇതുപോലെ UK പഠിക്കുന്നത്. അപ്പോൾ മൂത്തനോട് ഈ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി ഞങ്ങൾ എന്തെങ്കിലും റാൻഡം, ഞങ്ങൾ ചിലപ്പോൾ കിങ് ചാൾസിനെ കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പോൾ പുള്ളിക്കാരിയുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. അതൊക്കെ ഒരു പേടിയില്ല, ഒന്നുമില്ല, ചുമ്മാ എന്നോട് ഡിസ്കസ് ചെയ്യും. ഞാൻ പറയുന്നതൊക്കെ പിന്നെ പുള്ളിക്കാർക്ക് മനസ്സിലായാലും പറഞ്ഞ് കേട്ടിരിക്കും. അതിർന്ന് അറ്റൻഷൻ തരും. എങ്ങനെ സോഷ്യലൈസ് ചെയ്യണമെന്ന് അറിയാം. അല്ല, അതൊക്കെ ഒരു ക്വാളിറ്റി തന്നെ. അല്ല, അത് അവർക്ക് ചെറുപ്പത്തില് നിന്റെ അഭിപ്രായത്തിന് വിലയുണ്ട് എന്നുള്ളൊരു സാധനം കൊടുക്കുമ്പോ അവർക്ക് അഭിപ്രായം പറയാം. ഇതുപോലെ ഒരു സ്കാമിൽ പെടുവാണെങ്കിൽ പോയി പറയാം. നമ്മുടെ വീട്ടിലൊക്കെ സ്കാമിൽ പെട്ട നമ്മുടെ ഏറ്റവും വലിയ പേടി നമ്മുടെ പേരൻസ്. വീട്ടിൽ മാത്രമല്ല, നമ്മളിപ്പോ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ ഇതേപോലെ കുറെ ആൾക്കാർ കേസ് എന്താ കൊടുക്കാത്തതെന്നൊക്കെ ഉള്ളതൊന്ന് അന്വേഷിച്ചെന്ന് ഇപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ അവർക്ക് പുറത്ത് പറയാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ ഒരു 10-40 ലക്ഷം പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്താ പൊട്ടനാണെന്നല്ലേ ചോദിക്കും. ഇതേപോലത്തെ ഒരു ആപ്പിൽ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ നീ എന്താ പൊട്ടനാണെന്ന്, ഇപ്പൊ മണ്ടനാണോ നീ, ഇത്രയും വലിയൊരു മണ്ടനാണോ? ഇത് നേരത്തെ പറഞ്ഞ അഭിമാനം. ശരിക്കും പറഞ്ഞ ഇതിലുള്ള ഒരു സാധനം, ഈ സ്കാം ഒരിക്കലും ഒരു ലോജിക്കൽ സാധനം, ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ്. അപ്പൊ ആരും വൾണറബിൾ ആവാം. നമുക്ക് ഒരിക്കലും ലോജിക്കലി നമുക്കിപ്പം അറിയാം. ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇങ്ങനെ വല്ല സംഭവം നമുക്ക് ഒരുപാട് പൈസ കിട്ടുന്നൊക്കെ പറഞ്ഞാൽ ഇവര് പുറത്താരത്തും പറയില്ല. നമ്മളാണെങ്കിൽ ചിലപ്പോ മറ്റേ പല സ്റ്റാൻഡപ്പ് കോമഡിയുടെ സ്വപ്നങ്ങൾ ജോണിന്റെ അടുത്ത് പറഞ്ഞിട്ട്
അല്ല അല്ല ബ്രോ, പൈസ കിട്ടുന്ന മറ്റേ അതിന് വേറൊരു സാധനം കൂടെ വരുമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഞാൻ മാത്രം കാശുകാരനായോ, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും തരാം, അല്ലാതെ എന്റെ കൂടെ നീയും എൻ്റെ കൂടെ നീയും കഴിച്ച് ഉണ്ടാക്കണ്ട എന്നുള്ളൊരു സാധനം കൂടെ വരുന്നതുകൊണ്ട് ആരും പറയില്ല. അപ്പോൾ അങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ആരുടെങ്കിലും പൈസ പോയി കഴിഞ്ഞാൽ കൂടെയുള്ളവർ തന്നെ നീ എന്താ പൊട്ടനാണോ, അല്ലെങ്കിൽ നീ ഒരു നീ ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മളോട് പറഞ്ഞില്ല. അല്ല, അത് പൈസ കിട്ടിയാലേ പറയുള്ളൂ. പൈസ പോയി കഴിഞ്ഞാൽ അങ്ങനെ നന്നായടാ, നിനക്ക് അങ്ങനെ തന്നെ വേണോടാ എന്നല്ലേ പറയുള്ളൂ. ഒരു നോർമൽ ഒരു സാധനത്തിന് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാറില്ല. ഞാനേ അതല്ല നിന്റെ അടുത്ത് പറയാണ്ടിരുന്നു വരുന്നില്ല, ഇത് വർക്കാവുമെന്ന് നോക്കിയിട്ട് ഇരിക്കായിരുന്നു. ദീപക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും എന്നെ കൊണ്ടുപോകാറുണ്ടല്ലേ, നല്ലൊരു കൂട്ടം. അതായത് സംശയമുള്ളത്, അതായത് ഒരു 60% ഇത് പാളാൻ സാധ്യതയില്ലേ. ഇവൻ എന്നെ മറ്റേ എന്താ പറയാ രമണനെ കൊടുത്തിട്ട് പോകുന്ന പോലെ നീ ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് വരാം, ബോട്ട് കൊണ്ട് വരാൻ. വർക്ക് ചെയ്ത എല്ലാ കമ്പനിയിലും അങ്ങനെ ചേർത്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണ് ആർട്ടിസ്റ്റ് മാനേജർ. ഫണി സ്റ്റോറീസ് അതിൽ പറയാം. നമ്മൾ എന്തൊക്കെയോ സംസാരിച്ചു. ഒരു കഥ നമുക്കൊരു കഥയിൽ നിർത്താം. ഒരിക്കലും അല്ല, ബ്രോ അറിഞ്ഞ ഒരു കേസിൽ ഒരു ബ്രോയിന് ഏറ്റവും ഫാസിനേഷൻ തോന്നി ഇതേപോലെ പെട്ടുപോയ ഒരാളുടെ കഥ. ബ്രോ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോറി തന്നെ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു, അപ്പോൾ പക്ഷേ എന്നാലും ആയതൊട്ട് പറയും. അപ്പോൾ ഫ്രണ്ട് നമ്മൾ ഇതേപോലെ ആൾക്ക് കുറച്ച് ഉടായ്പകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ. എന്നാലും ഞാൻ ഈ ഒരു ഗാംബ്ലിങ്ങിൻ്റെ ആപ്പുകളൊക്കെ കാണുന്ന ഒരു 2 വർഷം 3 വർഷം മുന്നേ, അതും പുള്ളിയുടെ കയ്യിലാണ്. പുള്ളീനെ കാണുമ്പോൾ പുള്ളി ഫുൾ ടൈം ഇതിട്ട് പറയും. പുള്ളിക്ക് വേറെ ബിസിനസ്സും കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ പുള്ളി ഇതിൻ്റെ ബാക്കിൽ ഫുൾ ടൈം ഈ പറയുന്ന ബെറ്റിങ്ങും ഈ വിമാനം പൊങ്ങുന്ന സാധനങ്ങളും ഒക്കെ ഫുൾ അതിൻ്റെ ഉള്ളിലാണ്. ഒരു വിമാനം പൊങ്ങുന്ന ഒരു സാധനം ഉണ്ട്. നീ ഇപ്പോൾ 10 രൂപ വെച്ചെന്ന് വെച്ചോ, ഈ മൾട്ടിപ്ലയർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും 2, 3, 4, 5 ചിലപ്പോൾ 1000 വരെ പോകും. അപ്പം നീ 10 വെച്ചാൽ എന്നിട്ട് നീ ഇടയ്ക്ക് നിനക്ക് വിഡ്രോ ചെയ്യാം. അപ്പൊ നീ 1000 വെച്ച് നമ്മളിപ്പോൾ വിഡ്രോ ചെയ്യണതിന് തൊട്ട് മുന്നേ ചിലപ്പോൾ പോകും. അപ്പൊ നിന്റെ വെച്ച കാശ് വെച്ച കാശ് 20 വരെ പോയി നിനക്ക് 200 രൂപയായി. അഡിക്ഷൻ സാധനം ബ്രോ. അത് നിനക്ക് കാണിക്കുന്ന ഇതൊരു 1000 വരെ അല്ലെങ്കിൽ 10,000 വരെ പോകുന്ന കാണിക്കും. ഷോ അതുവരെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ അടുത്തത് വെക്കും. അപ്പൊ അതിൽ ഇതേപോലെ ചെറിയൊരു 1.2 കിട്ടും. അപ്പോൾ ഇതേപോലത്തെ അല്ല ബ്രോ, ഇത് ഭയങ്കര അഡിക്റ്റീവ് ആയി. നമ്മള് വിചാരിക്കണ പോലല്ല, ഹെവി അഡിക്റ്റീവ്. ഞാൻ പേഴ്സണൽ അതെ നീ കഥയെന്ന് വിടല്ലേ. അയ്യോ പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ പുള്ളി ഇതേപോലെ ഓരോരോ റാൻഡം ബെറ്റിംഗ് സൈറ്റുകളുടെ കാര്യങ്ങൾ ഇതേപോലെ കാണിച്ച് ഓരോരോ ഇപ്പോൾ സ്പോർട്സിൻ്റെ ബെറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഏവിയേറ്റർ, ഈ വിമാനം പൊങ്ങുന്ന സാധനം. അപ്പോൾ അവരും പുള്ളിയും നേരത്തെ ബ്രോ പറഞ്ഞില്ല, ഒരു ഫുള്ളൊരു സയൻറ്റിഫിക് ആയിട്ട് അതിൻ്റെ പുറകെ ഇരുന്ന് എന്നുള്ള കാര്യത്തിൽ അതായത് ആളത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു. നമ്മളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ എല്ലാവരും കാണുമ്പോൾ എന്തോ ചെയ്യുന്നുണ്ട്, ഫുൾ ടൈം മാത്ത് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ എന്നിട്ട് പുള്ളി വെക്കുന്ന ബെറ്റുകൾ കണ്ടാൽ നമ്മളിങ്ങനെ ഞെട്ടിപ്പോകും. 2 ലക്ഷം 3 ലക്ഷം എന്ത് ഇവിടെ നടക്കണം, അത് ശരി. അപ്പോൾ ഈ പറയുന്ന സാധനം എന്നിട്ട് ഇതേപോലെ പുള്ളി ഒരുപാട് പൈസ ആ ഒരു സമയത്തൊക്കെ അതിൻ്റെ പുറകെ നടന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കളഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നമ്മളപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് പൈസ കിട്ടുകയും പോവുകയും ചെയ്യുമ്പോൾ നോക്കുന്നുണ്ടാവില്ലല്ലോ. കിട്ടിയതിൻ്റെ കണക്ക് മാത്രമേ പറയുള്ളൂ, പോയതിൻ്റെ കണക്കാരും പറയില്ല. അപ്പോൾ ഇങ്ങനെ നിന്ന് അവസാനം പുള്ളിക്ക് ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പാളി. പുള്ളി ഇതിൻ്റെ പുറകെ ഫുൾ ടൈമായിട്ട് ഇറങ്ങി. അപ്പോൾ ഇതേപോലെ ഫിനാൻഷ്യലി പാളിയിട്ട് പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വീട് വിൽക്കേണ്ടി വന്നു. പിന്നെ പുള്ളിനെ പിന്നെ ആരും നാട്ടിൽ കണ്ടിട്ടില്ല. നമുക്കറിയില്ല, അത് പുള്ളി ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല. ഡൽഹിയിലാണെന്ന് പറയപ്പെടുന്നു, ദുബായിലാണെന്ന് പറയപ്പെടുന്നു. വീട്ടുകാർക്കും കോണ്ടാക്റ്റും അധികം ഇല്ല. ഈ സാധനം ഇതിൽ ചെയ്തിട്ട് കളഞ്ഞവർ കുറേ പേരുണ്ട്. ഇൻട്രാഡേയിൽ പൈസ പലിശയ്ക്ക് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട്
എന്ത് ലെവറേജിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ. ആത്മഹത്യ ചെയ്തിട്ടുള്ള കഥകളുണ്ട് ഈ ട്രേഡിങ് നമ്മൾ നേരെ ട്രേഡിങ്ങും നമ്മൾ അങ്ങനെ ചെയ്ത് ഒരു കൺട്രോൾ ഇല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒട്ടും പഠിക്കാതെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ഗാംബ്ലിങ് തന്നെയാണ്, ബേസിക് ഗാംബ്ലിങ് തന്നെയാണ്. നമ്മുടെ ട്രേഡിങ്ങിന്റെ വേറൊരു സാധനം കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ട്രേഡിങ് പഠിപ്പിക്കുന്ന ആൾക്കാരുടെ പ്രധാന വരുമാനം ബ്രോ അതല്ല കോഴ്സ് പഠിപ്പിക്കുന്നതിൻ്റെ. ഈ ഇടയ്ക്ക് ഒരു സെബി ഒരു മറ്റേ ഒരു യൂട്യൂബറുടെ ഒരു കാര്യം, ആകാംക്ഷ അങ്ങനത്തെ ഒരു ഹിന്ദി യൂട്യൂബറാണ്. അവരുടെ മെയിൻ അവർക്ക് ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ 104 കോടിയോ അങ്ങനെ എന്തോ സെബി തിരിച്ചു ചോദിച്ചു, തിരിച്ച് ഫൈനായിട്ട് അടയ്ക്കണം 104 CR തുടക്കം തൊട്ട്. അത് എവിടെ നിന്ന് ഉണ്ടാക്കിയത്? കോഴ്സ് വിറ്റിട്ടുണ്ടാക്കിയത്. ലൈസൻസ്ഡ് ആണെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും ലൈസൻസിന്റെ കാര്യത്തിന് എനിക്ക് ന്യൂസ് ഒന്ന് ചെക്ക് ചെയ്യാണ്ട് ലൈസൻസ്ഡ് അല്ല തോന്നുന്നു. പക്ഷെ പുള്ളിയുടെ P&L സെബി പുറത്തു വിട്ടു. 9 ലക്ഷം എന്തോ ഉള്ളൂ ടോട്ടലായിട്ടുള്ള പ്രോഫിറ്റുകൾ. ഇവരാണ് പറയുന്നത് ഇതേപോലെ ഇത്ര ഉണ്ടാക്കി എത്ര ലാഭം. അതായത് എല്ലാം ഷോ അല്ലേ, വെറുതെ ഒരു അതൊന്നുമില്ല ബ്രോ, ഒന്നുമില്ല. അതാണ് ബ്രോ പറ്റുന്നത്, നിർത്താൻ പറ്റാറില്ല ചില ആൾക്കാർ. അത് അതേപോലെ തന്നെ ഇപ്പോൾ നിർത്താൻ പറ്റുകയാണെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് പോലെ ആൾക്കാർ പറയണതാണ്. ഞാൻ അന്നൊരു ദിവസം ഇതേപോലെ ഒരു പയ്യൻ എന്നെ സ്റ്റോറിയിലൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാഗ് ചെയ്തിട്ട് ഞാൻ സൂയിസൈഡിൻ്റെ വക്കീലാണ് ബ്രോ, എന്താ കാര്യം ചോദിച്ചപ്പോൾ ആളുടെ ചെറിയ പയ്യനാണ്, 10ലെന്തോ പഠിക്കുക, 15,000 രൂപ പോയി. ഇനി എന്താ വീട്ടിലെന്താ പറയാമെന്നറിയില്ല, വീട്ടുകാരുടെ അമ്മയുടെ പൈസ എന്തോ എടുത്താൽ സമ്മാനിപ്പിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ പറയുന്ന ചെറിയ കുട്ടികൾ, ഞാൻ ഈ ചെറിയ കുട്ടികളുടെ കാര്യം എടുത്തെടുത്ത് പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പൈസ പോയാൽ കൂടെ എന്ത് ചെയ്യും എന്നുള്ള ഒരു സാധനമില്ല. വീട്ടിൽ പൊക്കിയാനുള്ള സീന് വേറെ, അതായത് വീട്ടിൽ പറയാൻ പറ്റാത്തതിൻ്റെ സീന് വേറെ. അവർ ഈ പ്രാരാബ്ദം കാണുമ്പോഴായിരിക്കും അതിനൊരു പരിഹാരമായിട്ട് പോയി അച്ഛനൊരു ഫോൺ മേടിച്ചു കൊടുക്കാം എന്നുള്ള ആഗ്രഹത്തിൽ പോയി പണി കിട്ടി. പിന്നെ അഭിപ്രായനോട് എനിക്ക് ചോദിക്കാം, ഇപ്പോൾ ഞാനിങ്ങനെ ഒരാളെ കാണാണ്, പുള്ളി ഒരു സ്കാമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗവൺമെന്റ് ലെവലിൽ? പുള്ളി അതായത് അങ്ങനത്തെ നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും, സൈബർ SPക്ക് കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കാം. ഞാൻ ഇമെയിൽ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഇതേപോലെ സ്കാമായിട്ട് ഓപ്പൺ ആയിട്ട് ഇതേപോലെ ഗാംബ്ലിംഗ് ആണെങ്കിലും ബാക്കി ഇപ്പോൾ ട്രേഡിങ് സ്കാമുകൾ, ഇപ്പോൾ ഒരുപാട് പേര് ട്രേഡിങ് സ്കാമുകൾ നടത്തുന്നത് കണ്ടിട്ടുണ്ടാവും. 1000 വിട്ടാൽ 5000, 2000 വിട്ടാൽ 10,000, 10,000 വിട്ടാൽ അങ്ങനത്തെയൊക്കെ പറഞ്ഞ് അതും ആൾക്കാർ വിശ്വസിച്ച് പോകുന്നുണ്ട്. കാരണം ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, നമുക്ക് ഇതിനെപ്പറ്റി ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് പോലും ആർക്കും ഇല്ലല്ലോ. ഇമോഷണൽ മാത്രമല്ല ബ്രോ, ഇപ്പോൾ ഈ ഞാൻ പലരും ചോദിച്ചിട്ടുണ്ടാവും ലൈക്ക് ഒരു എന്തിനാണ് ഇവരുടെ പേരെടുത്ത് പറയുന്നത്? കാരണം ഇവരാണ് ഇവരെയൊക്കെ കാണിച്ചു കൊടുത്ത് കയറ്റി വിടുന്നത്. കാരണം ഇവർ പറയുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും വിശ്വസിക്കുന്ന ഒരാൾ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഇതിലൊക്കെ കയറി പറഞ്ഞത്. ബ്രോ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ ഒരു ആളുടെ കാര്യം, നമ്മളെ ഒരു ഫ്രണ്ട് ഞാൻ നീ ഒന്ന് ആലോചിച്ചിട്ട് മതി എന്ന് പറഞ്ഞിട്ട് വിട്ടില്ല. അപ്പം അതും ബ്രോ നേരത്തെ ഒരു പറഞ്ഞൊരു കാര്യമില്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ടാണ് അവൻ അത്രയും നേരം കേട്ടിരുന്നത്, അവൻ എൻ്റെ മേലുള്ള ട്രസ്റ്റ് കൊണ്ടാണ് അവൻ റെഡിയായതും. അതുപോലെ തന്നെ ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മുടെ മേലിൽ ട്രസ്റ്റ് ഇല്ലേ? ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു വ്യൂവേഴ്സ് കാണുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ മേലിൽ എത്രത്തോളം ട്രസ്റ്റ് ഉണ്ടാവും. ഓൾറെഡി ഒരു നമ്മൾ അത്രയും വിശ്വസിക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഇപ്പോൾ എല്ലാ വീഡിയോയും ഈ ഒരു നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ തന്നെ എല്ലാ വീഡിയോയും കാണുകയാണെങ്കിൽ നമ്മുടെ മേലിൽ ഈ പറയുന്ന നിങ്ങളുടെയൊക്കെ മേലിൽ കുറച്ചൊരു ഇഷ്ടം ഉണ്ടാവും, ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. ഫ്രണ്ടിനെ പോലെ തന്നെ കാണും. കാരണം ദിവസവും കാണില്ല. നമ്മളിപ്പോൾ പലർക്കും ഇപ്പോൾ പഴയ പോലെ നമ്മൾ നേരിട്ട് പോയിരുന്ന് ഇപ്പോൾ ഒരു ഗ്രൗണ്ടിൽ പോയിരുന്ന് സംസാരിക്കുന്ന പോലത്തെ ഒരു ബന്ധമൊന്നും ഇപ്പോഴും ഇല്ല. കാരണം ഇപ്പോഴും എല്ലാവരും ഫോണിൽ തന്നെയാണ്. ഇപ്പോൾ അതൊരു ബേസിക് ഒരു റിയാലിറ്റി തന്നെയാണ് ഈ ഒരു സമയത്ത്. ഡിജിറ്റൽ ഫ്രണ്ട് തന്നെയാണ് അത്. ടിവിക്കും അങ്ങനത്തെ ഒരു ഇതുണ്ട്, ടിവിയിൽ കാണുന്നവർ അവര് സ്വന്തം വീട്ടിലാളെ പോലെ കാണും. ശരിയാണ്. ഇപ്പൊ പക്ഷെ ആ TV എന്നുള്ള ഓഡിയൻസ് മൊത്തം സ്വിച്ച് ചെയ്തിരിക്കുന്നത് മൊബൈലിലോട്ട് തന്നെയല്ലേ. അപ്പൊ അങ്ങനത്തെ വരുമ്പോ ഒരാളാണ് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടാൽ വിചാരിക്കും ഒരു ട്രേഡിങ് ഇപ്പോൾ ഒരു 1000 വിട്ടാൽ 2000 കിട്ടുന്ന പറയുന്നതൊക്കെ വെറുതെ തട്ടിപ്പാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവർ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ചെയ്തൊരു രുദ്ര എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ 12,000 രൂപ പോയി.
ആ സാധനം ഞാൻ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ അയാളെ കേസ് എടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ എൻ്റെയും പോയിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ ആരും അധികം ഒന്നും പോയി ട്രസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടാവില്ല. അത് കാരണം നമുക്കത് ഇതൊരു തട്ടിപ്പാണ് അല്ലെങ്കിൽ ഇതൊരു ഉടായ്പാണെന്ന് തോന്നണുണ്ടോ? ഇത് തോന്നാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഇവര് ഒരു എത്തിക്സ് കീപ്പ് ചെയ്യണം, നമുക്ക് അപ്പീൽ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്തിക്സ് ഇല്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രസ്റ്റിനെ മിസ്യൂസ് ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ എത്തിക്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ധ്യാന് പറഞ്ഞത് അതിൽ എത്തിക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം തന്നെ, എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? കാരണം അപ്പോൾ ഒരു നടൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ചെറിയ ചെറിയ കൺട്രി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് നമുക്ക് എന്ത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ് പ്രതീക്ഷിക്കേണ്ടത്? പുള്ളി സത്യം പറഞ്ഞ പുള്ളിക്കാരനൊരു ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി എല്ലാ തവണ വന്ന് പറ്റിച്ചിട്ട് പോകും അല്ലേ, പടം പ്രൊമോട്ട് ചെയ്തിട്ട് വന്ന് പറ്റിച്ചിട്ട് പോകും. പുള്ളി ഈ ഗെറ്റ്സ് അവേ വിത്ത് ഇറ്റ്. സ്മാർട്ടാണ്. എങ്ങനെ ഓഡിയൻസിനെ അപ്പീൽ ചെയ്യുന്ന പുള്ളിക്കാരൻ. ഒരു 10 സിനിമ പൊട്ടിച്ചാൽ ഒരു സിനിമ നല്ല ചെയ്ത ആൾക്കാർ തിരിച്ച് അത് വരും. ആള് ഒറ്റ നല്ല പടം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പുള്ളിക്കാരൻ ഒരു പടം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ജീനിയസ് ആണ് പുള്ളി ശരിക്കും പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്തുള്ള പുള്ളി ആ ഒരു കാര്യത്തിലൊക്കെ തന്നെ പറയുന്ന ഒരു ലോജിക്, ഞാനല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു ഡീല് വന്നു, ഞാൻ എടുത്തില്ലെങ്കിൽ ജോണിന് പോകും എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒരു വലിയൊരു സിസ്റ്റത്തിന്റെ ഞാനൊരു തൊഴിലായിട്ടാണ് അവരെ കാണുന്നത്. ആ ഒരു രീതിക്ക് ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ ശരി തന്നെയാണ്. പക്ഷേ 12,000 പോയ വ്യക്തി 12,000 എങ്ങനെയെങ്കിലും പോയപ്പോ ഞാനതിലൊരു ഏജന്റ് ആയിന്ന് മാത്രമേ ഉള്ളൂ. അതെ, അല്ല എന്നൊരു ജസ്റ്റിഫിക്കേഷൻ ആൾക്കാർ കൊടുക്കാറില്ല. അതിപ്പോ നമുക്ക് ഇതേപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എതിർത്ത് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഓക്കെ ഞാൻ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്. മറ്റേത് അവിടെ കിടന്ന് ഡിഫെൻഡ് ചെയ്യുക, ഞാൻ ചെയ്ത ഒരിക്കലും തെറ്റാവില്ല, എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അതായത് ആ ഒരു പത്രസമ്മേളനത്തിൽ ആൾക്കാർ ചോദിച്ചു നിങ്ങൾക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലേ? എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല, ഞാനൊരു തെണ്ടിയാണ്. അല്ല അങ്ങനെ നമ്മള് മോശക്കാരാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതെ അതെ അതെ. പക്ഷേ നമ്മൾ ലോ സൈഡിൽ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഞാൻ പറഞ്ഞതിൽ. കാരണം അത് മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റിൽ പെടും. പണ്ട് അതെ, അല്ലല്ല ബ്രാൻഡ് അംബാസിഡറിന് തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മള് എനിക്കിപ്പോ ഡ്രീം 11 പ്രൊമോട്ട് ചെയ്യണ എനിക്കാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കേസ് കൊടുക്കാൻ പറ്റും. അല്ല കേസ് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റത്തിൽ കേസ് കൊടുത്ത് നമ്മൾ ഇന്നാത്താൻ കേസ് കൊടുക്കുക എന്നുള്ള റേഞ്ചാണല്ലോ. നമ്മൾ കഷ്ടപ്പെട്ട് അതിന്റെ പുറകെ നടന്ന് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കി നമ്മൾ എല്ലാം ചെയ്യണം. അതാണ് നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം. എല്ലാ കേസ് ബോംബെ അല്ല ബ്രോ, നമ്മളിപ്പോ ഇത് ഇങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ കേസ് കൊടുത്താൽ ഇവിടെ വരും, ഇവിടെ വരണം. നമ്മളിപ്പോ മറ്റേ ഈ പറഞ്ഞ കേസ് ഇത് അങ്ങനെയല്ല ബ്രോ, മമ്മൂട്ടിയുടെ കേസ് മറ്റേ സോപ്പ് തേച്ചിട്ട് വെളുത്തില്ല കേസ് നടന്നത് സൗന്ദര്യം നിങ്ങളെ തേടി വരും. ആ ഒരു അപ്പച്ചൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, സൗന്ദര്യം തേടി വന്നില്ല. ഇതിപ്പോ ആക്സിസ് സ്പ്രേ അടിച്ച പെണ്ണുങ്ങൾ പിന്നാലെ ഒരാൾ കേസ് കൊടുത്തു. അതുപോലെ റെഡ് ബുൾ എനിക്ക് അതുകൊണ്ട് അവര് എഴുതുമ്പോ റെഡ് ബുൾ ഗിവ്സ് 3-4 ഐ വന്നിട്ടുണ്ട്. അല്ല അതൊക്കെ പറ്റും. ഇപ്പൊ ഇതിനൊക്കെ എന്താന്ന് വെച്ചാൽ ഇതിനൊക്കെ നമ്മള് ഈ ഓരോരുത്തരും ആൾക്കാര് വിചാരിക്കണം. നമ്മളിപ്പോ ഈ ഒരു നമ്മുടെ അതായത് ഗാംബ്ലിങ്ങിന് ഒരു ഡിമാൻഡ്. ഇപ്പം ആൾക്കാർ പറയും മദ്യം എന്ന് പറയുന്നത് ആൾക്കാർക്ക് അല്ല ബ്രോ, അത് അല്ല ശരിയാണ്. ഇതിപ്പോ നമ്മള് നീഡുണ്ട്, അത് ഗെയിം എന്ന രീതിയിൽ വൈറ്റ് വാഷ് ചെയ്ത് അല്ല അതില് നമുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു മനസ്സമാധാനം കണ്ടെത്തണമെങ്കിൽ ചെയ്യാം. എൻഡ് ഓഫ് ദി ഡേ അവർ ചെയ്യുന്ന പ്ലെയിൻ ചൂഷണമാണ്. അത് പറഞ്ഞാൽ അതിന് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്ര ആൾക്കാരെ അഡിക്റ്റഡ് ആക്കി അവരെ പിഴിഞ്ഞ് ഉണ്ടാക്കുന്ന കാശ് തന്നെയാണ്. അത് എങ്ങനെയൊക്കെ അവർ എന്തൊക്കെ പറഞ്ഞത് എൻഡ് ഓഫ് ദി ഡേ അതാണ് സംഭവം. ഇപ്പോൾ പറഞ്ഞല്ലോ ബ്രോ, ഒരു ഗാംബ്ലിങ്ങിനൊരു അതിനൊരു പോകേണ്ടവർക്ക് പോകാം, ശരിയാണ്. പക്ഷേ ഇത് ഗാംബ്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഓക്കെ, ഈ പറയുന്നതിലൊരു നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ പറയാം. അതല്ലാതെ ഇതൊരു ഗെയിമാണ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഗെയിം, സിമ്പിൾ ഗെയിം. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക എന്തിന് കളർ പ്രൊഡിക്റ്റ് ചെയ്യാൻ. അതെ, കളർ ഈ ഇടയ്ക്ക് ഇയാളുടെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ അറിവ് നിങ്ങൾ പൈസയാക്കൂ.
അതായത് ബെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മറ്റേ മലയാളത്തിൽ പറഞ്ഞ വ്യാഖ്യാനം, അതായത് നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ സ്പോർട്സിനെ പറ്റിയുള്ള അറിവ് നിങ്ങൾക്ക് പൈസയാക്കാം, അറിവ് പൈസയാക്കാം. എന്താ ഇപ്പൊ പറയാ, വല്ലാത്തൊരു ലോകമല്ലേ. തെറ്റെന്ന് പറഞ്ഞാൽ അത് ലീഗലായിട്ട് ഓർഡറാന്ന് പറയും. ഇല്ല അപ്പൊ ബ്രോ നേരത്തെ പറഞ്ഞിട്ട് ഇതൊരു സ്കിൽ ഓഫ് ഗെയിം ഓഫ് സ്കിൽ വരുന്ന അവിടെയാണല്ലോ. അതെ ബ്രോ, അത് അതൊക്കെ ഈ ലീഗൽ സ്റ്റാൻഡ് പോയിന്റ് നോക്കുമ്പോഴാണ്. അതിപ്പോ നല്ലൊരു വക്കീൽ ടീം വന്നിട്ട് ഇതിനങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഇത് സ്കിൽ ഗെയിം ഓഫ് സ്കില്ലാണെന്ന് തെളിയിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഓൺലൈൻ റമ്മി സർക്കിൾ വന്നിട്ട് ജോണിനൊരു കൊളാബ് പറഞ്ഞ് ജോൺ ചെയ്യുക. സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ അഭിജിത്തിനെ വിളിച്ചു പറയും, നമുക്ക് ചെയ്തിട്ട് അഭിജിത്തിനെ വിളിച്ചു ഡബിൾ റീച്ച് കിട്ടും. അഭിജിത്തെ, ഞാൻ റമ്മിയുടെ താഞ്ഞതിന് ഞാൻ ഒരു കണ്ടന്റ് തരാം, നമുക്ക് കൊളാബ് ഇടാം. അതെ അതെ, പൈസ ഞാൻ മദ്യം ഗാംബ്ലിംഗും പ്രൊമോട്ട് ചെയ്യണില്ല. ഞാനും ശബദം എടുത്തിരിക്കുകയാണ്. ഞാൻ മദ്യം ഗാംബ്ലിംഗ് വലി പ്രൊമോട്ട് ചെയ്യില്ല. നിന്നെ കൊണ്ട് ആര് ചെയ്യിക്കുന്നു? ആദ്യത്തെ ചോദ്യം. പഴയ ബ്രാൻഡ് അംബാസഡർ ഊണ് അല്ലേ ദീപക്? നല്ല ഊണ് പരിപാടികൾ അല്ലെങ്കിൽ നല്ല ഫുഡ് സ്പോൺസർ ചെയ്യാം. അതെ ബ്രോ, ഈ ബ്രോ ചോദിച്ചില്ലേ ഇപ്പൊ ഡ്രീം 11 എന്താണ് വന്നു കഴിഞ്ഞാൽ എന്ത് പറയുന്നു? ഒരു ചെറിയ എത്തിക്സ് ഉള്ള ഒരുപാട് ആൾക്കാർ. അല്ല, ഞാൻ അതിൽ ആദ്യം വീണ്ടും പറയുന്നത് ഇത്രയും വലിയ ഓഫേഴ്സ് വേണ്ടാന്ന് വിചാരിച്ചിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇപ്പം ഇത്രയും കാശുള്ള ആൾക്കാർക്ക് ഇതിന്റെ കാട്ടി കൂടുതൽ അവർക്ക് നോ പറയാൻ കുറച്ചുകൂടി എളുപ്പമില്ല. ഇപ്പൊ ജോൺ എടുത്താൽ ഞാൻ കുറ്റം പറയൂല, കാരണം ജോണിന്റെ അവസ്ഥ അതാണ്. പക്ഷെ ധ്യാൻ ശ്രീനിവാസനൊക്കെ ഇതിന്റെ ആവശ്യമുണ്ട്. എടാ, ജോണിന്റെ അതേ അവസ്ഥ വരണേ, അതിന്റെ ആ റേഞ്ച് മാറിയെന്നുള്ളൂ. അതായത് അല്ല, ഇതിലും നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര കിട്ടിയാലും വേണ്ടെന്ന് പറയുന്ന ഒരു സാധനം പൈസ മാത്രമേ ഉള്ളൂ. ബ്രോ ചോദിച്ചില്ലേ ധ്യാനിന് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത് തന്നെയാണ്, ധ്യാൻ ഇതിൻ്റെ എന്താ ആവശ്യം? ഇപ്പോൾ ധ്യാൻ ഇതിന് 2 മാസം മുന്നേ പബ്ജിയുടെ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, മാന്യമായ ഓക്കെ കാര്യങ്ങളില്ല. അതേപോലെ എത്ര പരസ്യങ്ങൾ ധ്യാൻ അപ്പിയർ ചെയ്യുന്നുണ്ട്, എത്ര സിനിമകൾ ഓരോ മാസം വരുന്നുണ്ട്, ചില മാസങ്ങളിൽ 2 വരെ വരുന്നുണ്ട്. അതെ, അപ്പോൾ ഇങ്ങനെ ഒരു ഉള്ള സമയത്ത് ഇതേപോലെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഗാംബ്ലിംഗ് മാത്രമല്ല, സ്റ്റഡി അബ്രോഡ് ഞാൻ ഒരു കമ്പനി വന്നു, അതിനെന്താ പ്രശ്നം? ജോൺ ചെയ്തു. പക്ഷെ പിന്നെയാണ് മനസ്സിലായി ആ സ്റ്റഡി അബ്രോഡ് പറ്റിപ്പോയിരുന്നുള്ള. അങ്ങനെ നടക്കാമല്ലോ. ഇപ്പൊ ഹൈ റിച്ച് ചിലർ ഒരു സമയത്ത് ആൾക്കാർ വിചാരിക്കുന്നത് ലെജിറ്റ് ബിസിനസ് ആണെന്നല്ലേ. മണി ചെയിനല്ല. അതെ, അല്ല അത് പലർക്കും അറിയുന്നുണ്ടാവില്ല ബ്രോ. ഇപ്പോൾ ഈ ഹൈ റിച്ച് വന്നു, ഇപ്പോൾ ബോച്ചട്ടി അല്ലെങ്കിൽ മറ്റേ വേറെ സാധനം ഉണ്ടല്ലോ ഫിജി കാർട്ട് ബോച്ചയുടെ, ഇതൊക്കെ ബോച്ച എന്നുള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഇത് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതും ട്രസ്റ്റ് അല്ല, ബോച്ചയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ സാധനങ്ങൾ ഇപ്പോൾ എന്താണെന്ന് ഇപ്പോൾ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാധനം തന്നെയാണ്. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ ഒരു സാധനം, ഇത് എന്തൊക്കെയാണ്, ഇത് ഇങ്ങനത്തെ പോൺസി സ്കീമുകൾ എന്താണ്, പിരമിഡ് സ്കീം എന്താണ്, ഇതിങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് സ്കൂളിൽ നിന്നോ എവിടെ നിന്നോ പറഞ്ഞു തരുന്നില്ല. ഇതൊക്കെ അതിനുള്ളൊരു അവയർനെസ് ശരിക്കും ഇഷ്ടംപോലെ വരുകയും വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഫോണിനെടുത്ത് ആരെയും വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇപ്പോൾ പറയുന്നത് ഇതേപോലത്തെ കാര്യങ്ങളല്ലേ, സോഷ്യൽ മീഡിയയിൽ വരുന്ന പരസ്യങ്ങൾ വിശ്വസിക്കാതിരിക്കൂ. ഗവൺമെൻറ്റിന് ആ ലെവലെത്തേണ്ടി വന്നു. കഴിഞ്ഞ മാസം ഡിജിറ്റൽ അറസ്റ്റിൻ്റെ കാര്യമായിരുന്നു, ഇപ്പോൾ അത് മാറ്റി സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രേഡിംഗ് തട്ടിപ്പുകളെ കുറിച്ചൊക്കെയായി. ഇതിനൊക്കെ പകരം കുറച്ച് സ്കൂളിൽ അല്ലെങ്കിൽ കുറച്ചൊരു ഭാഗം ഇതേപോലെ ഫിനാൻഷ്യൽ ലിറ്ററസിക്ക് വേണ്ടി കൊടുക്കേണ്ടത് ആവശ്യം തന്നെയല്ല. ലോസ് ഉള്ള ലോസ് ഒന്ന് അതെ ബ്രോ, ഈ സേവാഗ് മറ്റേ ഗുഡ്കയുടെ പരസ്യത്തിൽ വരുന്നുണ്ട്, ഷാറുഖ് ഖാൻ വരുന്നുണ്ട്. ഷാറുഖ് ഖാൻ മറ്റേ ആരൊക്കെയാണ്, അജയ് ദേവ്ഗൺ, ഷാറുഖ് ഖാൻ, പിന്നെ വേറെ ടൈഗർ ഷ്രോഫ്, 3 പേര് നിന്ന് ഒരു കോമിക്ക് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. ഷാറുഖ് വന്നിട്ട് പറയുമ്പോൾ ഓക്കെ, അജയ് ദേവ്ഗൺ എന്ന് പറയുമ്പോൾ അറിയാം ഫുള്ളി യൂസ് ചെയ്യുന്നു. എല്ലാത്തിന്റെ ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച്
നല്ല നല്ല മാർക്കറ്റ് മദ്യം ചില ബ്രാൻഡ് അവരുടെ വെള്ളം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ സോഡ എന്ന് പറഞ്ഞിട്ട് അവര് അത് മദ്യത്തിന് പരസ്യം ചെയ്യാൻ പറ്റില്ല. വേറെ സാധനം കണ്ടില്ലേ, ബക്കാടി മ്യൂസിക് സീരീസ് എവിടെയെങ്കിലും വെക്കുന്ന കണ്ടിട്ടുണ്ടോ? വേറെ സീരീസ് മെൻ വിൽ ബി മെൻ, അത് മ്യൂസിക് സീഡിയാ. കലണ്ടർ പിന്നെ എവിടെ എല്ലാം മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അല്ല, അതൊക്കെ സറഗേറ്റ് അഡ്വർടൈസിങ് ആണ്. ഈ പറഞ്ഞ ബെറ്റിംഗ് ആപ്പുകളും അത് തന്നെ ചെയ്യുന്നുണ്ട്. ബെറ്റിംഗ് ആപ്പുകൾ മറ്റേ ISL-നൊക്കെ സ്പോൺസർഷിപ്പ് ചെയ്യുമ്പോൾ ഇത് തന്നെ ചെയ്യുന്നത്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ 2 സീസൺ 1x ബെറ്റിന്റെ 1x ബാറ്റ് ബെറ്റെന്ന് എഴുതിയാൽ പറ്റില്ല, ബെറ്റെന്ന് എഴുതാൻ പറ്റില്ല. ബെറ്റെന്ന് എഴുതിയാൽ അതായത് 1x ബാറ്റ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു വെബ്സൈറ്റ്, അതിന്റെ ഒരു ന്യൂസ് വെബ്സൈറ്റ്. 1x ബെറ്റിലോട്ടായിരിക്കും. ബാറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് പരസ്യം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു എൻറ്റിറ്റിയാണ്. ആ കമ്പനിക്കകത്ത് നമ്മൾ 1x ബാറ്റ് എന്ന് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ മിക്കവാറും 1x ബെറ്റ് തന്നെ വരും. ആ മദ്യം ബ്രാൻഡിന്റെ സോഡയാണ്. അത്രേ ഉള്ളൂ. 1x ബാറ്റ് അത്രേ ഉള്ളൂ. ബെറ്റിംഗ് ആപ്പാണ്. അതായത് 1x ബെറ്റ് ബെറ്റിംഗ് ആപ്പ്. 1x ബാറ്റ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ്, ഇനി സാധനമുണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ മെയിൻ ഒരു ബാനർ ഉണ്ടാവും 1x ബെറ്റിന്റെ. ഇതിലോട്ട് ക്ലിക്ക് ചെയ്തു ആൾക്കാരെ നേരിട്ട് ഒരു സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റാത്ത സ്പോർട്സ് ബെറ്റിങ്ങും ബാക്കി കാസിനോയും ബാക്കി. ഇതൊക്കെ കൊള്ളാം. ഇപ്പോ ഇത്രയും കേട്ടിട്ടും അല്ല പറയട്ടെ, ഇത്രയും കേട്ടിട്ടും ഇനിയും ഗാംബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വെബ്സൈറ്റിൽ കയറുന്നുണ്ടെങ്കിൽ മെയിൻ ഗെയിമുകളിൽ ഇതിലൊക്കെ ജപ്പാനിൽ ഒരു ഗ്രാമത്തിൽ കുഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഗെയിം അതുവരെ ഇവർ ലിസ്റ്റ് ചെയ്യും. അതൊക്കെ ഇതുപോലെ റിഗ്ഡ് ആണ്. ആൾക്കാർ ചുമ്മാ ഇരുന്നിട്ട് ലീഗ് ഫുട്ബോളിലൊക്കെ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട് ഒരേ ആൾ തന്നെയാണ് ഒരു 10 ഗെയിം കളിക്കുന്നത് അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനത്തെ സ്കാമുകളൊക്കെ പണ്ടൊരു രസകരമായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ബ്രോ. അതായത് ഫേക്ക് IPL മാച്ച് നടത്തിയിട്ടുണ്ട്. നോർത്തിലാണ്, പഞ്ചാബാണ്, ഗുജറാത്ത്, പഞ്ചാബ്. ഒരു കണ്ടം നികത്തിയിട്ട് ഫുള്ള് ക്രൗഡിന്റെ സൗണ്ട് വരെ ഉണ്ടായിരുന്നു അവരുടെ മാച്ചില്. അത് ഒരു റഷ്യൻ ബെറ്റിംഗ് സൈറ്റില് അവിടുത്തെ റഷ്യക്കാർക്ക് വേണ്ടി അവര് നോക്കുമ്പോണ്ട് കൊള്ളാം IPL അവർക്ക് സാധാരണ എന്തെങ്കിലും സാധനത്തിൽ ഇതായിരിക്കും അങ്ങനെയൊക്കെ പറ്റിയാണ്. നടക്കുന്ന ഒരു സാധനം. അത് ഇതേപോലെ പിന്നെ പണ്ട് ഈ പറയുന്ന ബെറ്റിംഗ് ഓൺലൈൻ അല്ലാത്തതുകൊണ്ട് ഇവരെയൊക്കെ പിടിക്കും കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ശ്രീശാന്തിന്റെ കാര്യങ്ങൾ തന്നെ കോടതി അതെ കോടതി വെറുതെ അല്ല കുറ്റവിമുക്തനാക്കി. അതിപ്പോ തെളിവുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര കേസ്. ചെന്നൈ സൂപ്പർ കിങ്സ് മൊത്തം ബെറ്റിംഗിൽ ടീമിന്റെ ഓണർ വരെ അതിന്റെ പ്രശ്നത്തിലായിരുന്നല്ലോ. ആ ടീം രണ്ടു വർഷം ടീമിന്റെ ക്യാപ്റ്റൻ കൂടിനെ അറിയായിരുന്നു കാണൂലേ. പിന്നെ അറിയാതെ പിന്നെ ഉണ്ടാവും. അത്ര പറഞ്ഞുകൊണ്ട് പിന്നെ അഭിജിത്തിന് ഒരു ബിഗ് താങ്ക്സ്. അതെ റെസ്പെക്ട് ഉണ്ട്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.